Okay. Hi, Muckles. Hello. Am I audible? കേൾക്കാമോ? Hello, hello, hello. Hello, Muckles. Hi. Am I audible? കേൾക്കാമോ മക്കളെ? Hello. Hello, 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 hello. ഓക്കെ. ഗുഡ് ഈവനിങ് ഓൾ. ഗുഡ് ഈവനിങ് ഓൾ. മക്കളെ, നോക്ക്, എൻ്റെ മുടിയൊക്കെ ആകെ പറന്നുണ്ടല്ലേ. ഞാൻ പാറി വന്നതാണ് സത്യത്തിൽ ബൈക്കിൽ. ഓക്കെ. അതാണ് പെട്ടെന്ന് സ്റ്റുഡിയോയിലേക്ക് ഓടി കയറുകയാണ് ചെയ്തത്. സോ വാട്ട് എവർ ബീറ്റ്. ഓക്കെ സർ, ഫുൾ റിവിഷൻ സെറ്റ് ആക്കി തരുമോ? ഓഫ് കോഴ്സ് യെസ്, ആക്കി തരും. ഓക്കെ. സോ ഇന്നലെ ശരിക്കും ഒരു കോമഡി ഉണ്ടായി. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ക്ലാസ് കാണാത്തവരൊന്നും ഇരിക്കേണ്ട വിട്ടോളിന്ന്. ഇന്നലെ ക്ലാസ്സിൽ വന്നവർക്ക് അറിയാം. ബിക്കോസ് ലൈക്ക് ഒരു എന്താ പറയുക, മാറിപ്പോയതാണ്. ഐ തോട്ട് ദ ലൈവ് വാസ് ഫോർ നമ്മുടെ പെയ്ഡ് സ്റ്റുഡൻസിന് മാത്രം നമ്മൾ ലൈവ്സ് കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ലൈവ് ആണെന്ന് കരുതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ റെക്കോർഡഡ് ക്ലാസ് കാണാതെ ആരും ഇരിക്കേണ്ട, എല്ലാവരും പോയി ക്ലാസ് കണ്ടുപോകാനാണ് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഓക്കെ. ആൻഡ് ഐ വുഡ് ലൈക്ക് ടു ടെൽ യു വൺ മോർ തിങ്. ഓഫ് കോഴ്സ് ഇന്നലെ ക്ലാസ്സിൽ വന്ന ആളുകൾക്ക് അറിയില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ് കാണാത്തവരൊന്നും ഇരിക്കേണ്ട വിട്ടോന്ന്. സോ ഇറ്റ് വാസ് ലൈക്ക് ഞാൻ അങ്ങനെയാണ് കരുതിയത്, അതുകൊണ്ടാണ് പറഞ്ഞത്. ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞേ, നമ്മൾ കൃത്യമായിട്ട് ആ റെക്കോർഡഡ് ക്ലാസ്സിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സംതിങ് എൽസ്. നമ്മൾ അത്രയും പ്രിസൈസ് ആയിട്ട് ഇൻ ബിറ്റ്വീൻ സമയം എടുത്തിട്ട് അങ്ങനെ ചെയ്യുന്ന ക്ലാസ്സുകളാണ് റെക്കോർഡ് ക്ലാസ്. കാണുന്ന ആളുകൾക്ക് അറിയാം അല്ലേ, കാരണം നമ്മൾ അത്രയും വേർഡ്സ് പോലും പ്രിസൈസ് ആയി പറഞ്ഞിട്ടാണ് ആ റെക്കോർഡ് ക്ലാസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എഫക്റ്റ് ഈസ് സംതിങ് എൽസ്. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഗ്രാസ്പ് ചെയ്യാൻ കുറച്ചുകൂടെ അതായിരിക്കും നല്ലത്. അതുകൊണ്ടാണ് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ വാട്ട് എവർ ബീറ്റ്, ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. സർ, ഞാൻ ആപ്പിൽ ഇല്ല എന്ന് പറഞ്ഞു. ആപ്പിൽ ഇല്ലാത്ത ആളുകൾക്ക് ആപ്പ് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്ക്. എനിക്ക് തോന്നുന്നു നമ്മൾ ജസ്റ്റ് ഒരു 10 ദിവസം ഫുഡ് കഴിക്കുന്ന പൈസ പോലും വരുന്നില്ല അല്ലേ. നമ്മുടെ ബൂസ്റ്റർ ബാച്ചിൻ്റെ ഒക്കെ ജോയിൻ ചെയ്യാനുള്ള എമൗണ്ട് എന്ന് പറയുന്നത് ആക്ച്വലി എനിക്ക് തോന്നുന്നു നമ്മൾ സാധാരണ സ്കൂളിൽ ഫുഡ് കഴിക്കുന്ന ഒരു 10-20 ദിവസം ഫുഡ് കഴിക്കുന്ന പൈസ പോലും വേണ്ട. ഓക്കെ. സോ അത്രയും ചീപ്പായിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ആൻഡ് യു ആർ സോ ലക്കി പീപ്പിൾ. കാരണം നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒന്നും ഓരോ ഓപ്ഷൻസും ഇല്ല, ഇരുന്ന് പഠിക്കാന്നല്ലാതെ. സോ കം ഹിയർ എനിവേ. അപ്പോൾ മക്കളെ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ഏതായിരുന്നു? ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ എന്ന് പറയുന്ന അടിപൊളി ചാപ്റ്ററാണ്. കുറച്ച് വലിപ്പമുണ്ട്, കുറച്ചധികം കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. ബട്ട് സ്റ്റിൽ അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്ററാണ് അല്ലേ. ഞാൻ ഇന്നലെ റെക്കോർഡഡ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈക്ക് ഇറ്റ്സ് അബൌട്ട് ഹാർട്ട്. നമ്മളെപ്പോഴും പറയാറില്ല, നീ എൻ്റെ ഹൃദയമാണെന്നൊക്കെ പറയാറുണ്ട്. ബിക്കോസ് ഹാർട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓർഗൻ ഇൻ അവർ ബോഡി അല്ലേ. ഓക്കെ. എനിവേ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ഭാഗത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അബൌട്ട് ബ്ലഡിൻ്റെ ഒരുപാട് കാര്യങ്ങളാണ്. അതായത് ബ്ലഡിൽ എന്തൊക്കെ വസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട്, അതാണ് കോമ്പോസിഷൻ ഓഫ് ബ്ലഡ്. അതുപോലെ എങ്ങനെയാണ് ബ്ലഡ് ഗ്രൂപ്പിംഗ് നടത്തുക, അതുപോലെ എങ്ങനെയാണ് ബ്ലഡ് ക്ലോട്ടിങ് നടക്കുക. ഓക്കെ. ഈ 3 കാര്യങ്ങളാണ് ആദ്യ ഭാഗത്ത് മെയിൻലി ഉള്ളത്. അതിൻ്റെ കൂടെ തന്നെ ലിംഫ് എന്ന് പറയുന്ന നമ്മുടെ ബോഡിയിലുള്ള മറ്റൊരു ഫ്ലൂയിഡ് ഉണ്ട്. ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ആദ്യ ഭാഗത്ത് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ. സോ ലുക്ക്, ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ കോമ്പോസിഷൻ ഓഫ് ബ്ലഡ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് പലപ്പോഴായി റിപ്പീറ്റ് ചെയ്ത ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. ബ്ലഡ് ക്ലോട്ടിങ് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ബ്ലഡ് ക്ലോട്ടിങ് അതേ കോമ്പോസിഷനും ഈ 2 ഭാഗത്തു നിന്നും സാധാരണ 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഈ 2 ഭാഗത്തു നിന്നും വരാറ്. ഈ ചാപ്റ്ററിൻ്റെ ഒരു ഓൾ ടുഗദർ വെയിറ്റേജ് ഒരു 4 to 5 മാർക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചാപ്റ്ററാണ് കേട്ടോ. ഓക്കെ. അതിൽ തന്നെ എന്താ പറയുക, ഏറ്റവും മാർക്കിന് ക്വസ്റ്റ്യൻ വരുന്ന 2 ഏരിയകളാണ് ഈ കോമ്പോസിഷൻ ഓഫ് ബ്ലഡ്, അതുപോലെ ബ്ലഡ് ക്ലോട്ടിങ്. ബ്ലഡ് ഗ്രൂപ്പിങ്ങിൽ നിന്ന് സാധാരണ വരാറ് ഒരു 2 മാർക്ക് അല്ലെങ്കിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് സാധാരണ ബ്ലഡ് ഗ്രൂപ്പിംഗ് എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് വരാറ്. പിന്നെ ലിംഫ് ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് സാധാരണ. ലിംഫ് എന്ന് പറയുന്നത് ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ് നമുക്ക് കാണാറ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. കം ഹിയർ. സോ ആദ്യം തന്നെ ബ്ലഡ് നോക്കട്ടെ. ശരിക്കും ബ്ലഡ് എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലഡ് നമ്മുടെ ബോഡിയിലുള്ള ഒരു ഫ്ലൂയിഡാണ്. ഈ ഫ്ലൂയിഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ശരിക്കും കാണാൻ പറ്റുക, നമുക്ക് ഒരു പ്രത്യേക ഫ്ലൂയിഡിനകത്ത് കുറേ ബ്ലഡ് സെല്ലുകൾ ഇങ്ങനെ കിടക്കുന്ന അവസ്ഥയാണ് ബ്ലഡ് എന്ന് പറയുന്നത്. നമ്മൾ ടെസ്റ്റ് ട്യൂബിൽ ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫ്ലൂയിഡാണ്. ആ ഫ്ലൂയിഡിൽ ഒരുപാട് സെല്ലുകൾ ഇങ്ങനെ കിടക്കുന്നുണ്ട് അല്ലേ. സോ ബ്ലഡിൽ 2 ഭാഗമുണ്ട്. ഒരു ഫ്ലൂയിഡ് പാർട്ട്, ആ ഫ്ലൂയിഡ് പാർട്ടിന് നമ്മൾ പ്ലാസ്മ എന്ന് പറയും. ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് 55% ഓഫ് ബ്ലഡ്. ആൻഡ് ഫോംഡ് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് സെല്ലുകളാണ്. അവർ എത്ര പെർസെൻറ്റേജ്? 45%. ഈ പെർസെൻറ്റേജ് പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഓക്കെ. സോ ബ്ലഡിലുള്ള പ്രധാനപ്പെട്ട 2 ഭാഗം ഏതൊക്കെയാണെന്ന് വെച്ചാൽ പ്ലാസ്മയും ഫോംഡ് എലമെന്റ്സും ആണ്. ഫോംഡ് എലമെന്റ്സ് 45%, പ്ലാസ്മ 55%. ഓക്കെ. ഇനി ബ്ലഡിൻ്റെ ഈ ഫ്ലൂയിഡ് പാർട്ട് ഉണ്ടല്ലോ, പ്ലാസ്മയിൽ എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചാൽ പ്ലാസ്മയുടെ ഏകദേശം 92% വാട്ടറാണ്. ഏകദേശം ഒരു 6 മുതൽ 8% പ്ലാസ്മ പ്രോട്ടീനുകൾ എന്നറിയപ്പെടുന്ന പ്രോട്ടീനുകളുണ്ട്. പിന്നെ നമ്മുടെ ബ്ലഡിൻ്റെ ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന ക്ലോട്ടിംഗ് ഫാക്ടറുകളുണ്ട്. ഈ ക്ലോട്ടിംഗ് ഫാക്ടറുകളുടെ പ്രത്യേകത, ഇവന്മാർ ബ്ലഡിൽ ആക്റ്റീവായിട്ടല്ല ഉണ്ടാവുക, ഇനാക്റ്റീവായിട്ടാണ് കിടക്കുക. എന്തുകൊണ്ടാണ് മക്കളെ നമ്മുടെ ക്ലോട്ടിംഗ് ഫാക്ടർ ബ്ലഡിൽ ആക്റ്റീവ് ആവാതെ എപ്പോഴും ബ്ലഡിൽ ഇനാക്റ്റീവായി കിടക്കുന്നത്? അതിന് കാരണം എന്താ? നോക്കൂ, എപ്പോഴെങ്കിലും ക്ലോട്ടിംഗ് ഫാക്ടർ ബോഡിയിൽ ആക്റ്റീവായ ബ്ലഡ് മൊത്തം ക്ലോട്ടാവും.
ബ്ലഡ് മൊത്തം ക്ലോട്ട് ആയിട്ട് അവിടെ രക്തക്കട്ട രൂപപ്പെടും. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ പിന്നെ സർക്കുലേഷൻ നടക്കൂല. അപ്പോൾ ഫുൾ ടൈം ആക്റ്റീവ് ആയാലും നമ്മുടെ ബോഡിയിൽ മൊത്തം ബ്ലഡ് ക്ലോട്ടുകൾ രൂപപ്പെടും. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. എപ്പോഴെങ്കിലും ഇഞ്ചുറി, ഏതെങ്കിലും ഭാഗത്ത് മുറിവ് വന്ന് രക്തം ഒഴുകി പോകുന്നുണ്ടെങ്കിൽ മാത്രം ആ ഭാഗത്ത് ക്ലോട്ട് വരണം അല്ലേ. അപ്പോൾ ആ സമയത്ത് മാത്രമേ അവർ ആക്റ്റീവ് ആവുള്ളൂ. അല്ലാത്ത സമയത്തൊക്കെ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഇനാക്റ്റീവ് ആണ്. പിന്നെ പലതരം മിനറൽസ്, മിനറൽസ് എന്ന് പറഞ്ഞാൽ അയോണുകൾ, സോഡിയം, കാൽഷ്യം ഒക്കെ പോലത്തെ അയോണുകൾ, ന്യൂട്രിയൻസ്, നമ്മൾ കഴിക്കുന്ന ഫുഡിലുള്ള ന്യൂട്രിയൻസ് ഒക്കെ ബ്ലഡിലേക്ക് എത്തും. ഓക്കെ അല്ലേ. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ആ ഫുഡിലെ ന്യൂട്രിയൻസ് ഒക്കെ നമ്മുടെ ദഹന വ്യവസ്ഥയിൽ നിന്ന് നമ്മുടെ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുക അല്ലേ. സോ ഈ കണ്ടന്റുകളൊക്കെയാണ് നമുക്ക് എവിടെ കാണാൻ പറ്റുക? പ്ലാസ്മയിൽ കാണാൻ പറ്റും അല്ലേ. ഇപ്പോൾ പ്ലാസ്മയുടെ മേജർ കണ്ടന്റ് എന്താണ്? വാട്ടർ ആണ്. പിന്നെയുള്ള പ്രധാനപ്പെട്ട കണ്ടന്റ് പ്ലാസ്മ പ്രോട്ടീനുകളാണ്. പിന്നെ ക്ലോട്ടിംഗ് ഫാക്ടറുകളുണ്ട്. ആ ക്ലോട്ടിംഗ് ഫാക്ടർ എന്ത് സ്റ്റേറ്റിലാണ്? ഇനാക്റ്റീവ് സ്റ്റേറ്റിലാണ് കാണുക. ഓക്കെ. ഇനി ഇവിടുന്ന് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് വാട്ട് ഈസ് സീറം? സെറം അല്ല കേട്ടോ, സീറം എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, എന്താ സീറം എന്ന് ചോദിക്കും. നോക്കൂ, നമ്മൾ പ്ലാസ്മയിൽ നിന്ന് ക്ലോട്ടിംഗ് ഫാക്ടറുകളെ റിമൂവ് ചെയ്താൽ, പ്ലാസ്മ ഹൈഫൺ ക്ലോട്ടിംഗ് ഫാക്ടർ അല്ല, പ്ലാസ്മ മൈനസ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ്. ഓക്കെ, പ്ലാസ്മയിൽ നിന്ന് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിനെ നമ്മൾ റിമൂവ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ഭാഗത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സീറം. അപ്പോൾ എന്താ സീറത്തിന്റെ പ്രത്യേകത എന്താ? ഇറ്റ് വിൽ നോട്ട് ക്ലോട്ട്. സീറം ക്ലോട്ട് ആവില്ല. കാരണം എന്താ? അതിൽ ക്ലോട്ടിംഗ് ഫാക്ടർ ഇല്ലല്ലോ. പ്ലാസ്മയിൽ നിന്ന് ക്ലോട്ടിംഗ് ഫാക്ടർ ഒഴിവാക്കി കിട്ടുന്ന ആ ഫ്ലൂയിഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സീറം എന്ന് വിളിക്കുക. സെറ്റ് അല്ലേ? ഇനി നമ്മുടെ പ്ലാസ്മ പ്രോട്ടീനുകൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ 3 ആളുകളാണ്. വി ഹാവ് ആൽബുമിൻ, ഗ്ലോബുലിൻ ആൻഡ് ഫൈബ്രിനോജൻ. 3 പ്രധാനപ്പെട്ട പ്രോട്ടീനുകളാണ് നമ്മുടെ പ്ലാസ്മയിലുള്ളത്. ആരൊക്കെയാണ് കുട്ടികളെ? ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. ഇവരുടെ ഫംഗ്ഷൻസ് കൂടെ പഠിച്ചു. ആൽബുമിന്റെ ഫംഗ്ഷൻ എന്താണെന്നറിയോ? നമ്മുടെ ബ്ലഡിന്റെ വാട്ടർ ബാലൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. അതിനാണ് നമ്മൾ ഓസ്മോട്ടിക് ബാലൻസ് എന്ന് പറയുക. എന്താ പറയുക? ഉറക്കെ പറയുന്നത് കൂടെ പറ. ഓസ്മോട്ടിക് ബാലൻസ് എന്നാണ് നമ്മൾ പറയുക. ഓക്കെ, സോ ആ ഓസ്മോട്ടിക് ബാലൻസ് അല്ലെങ്കിൽ വാട്ടർ ബാലൻസ് ഓഫ് ബ്ലഡ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ആൽബുമിൻ സഹായിക്കുന്നത്. ഗ്ലോബുലിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലേക്ക് രോഗാണുക്കൾ വന്നാൽ ആ രോഗാണുക്കളെ നശിപ്പിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനുകളാണ് ഗ്ലോബുലിൻസ്. ഓക്കെ, സോ ദേ ആർ ഇൻവോൾവ് ഇൻ ദ ഡിഫൻസ് മെക്കാനിസം ഓഫ് ബോഡി. നമ്മുടെ ബോഡിയുടെ പ്രതിരോധ ശക്തിയിലാണ് ഗ്ലോബുലിൻസ് ഇൻവോൾവ് ആയിട്ടുള്ളത്. ആൻഡ് ഫൈബ്രിനോജൻസ് ദേ ആർ ഇൻവോൾവ് ഇൻ ബ്ലഡ് ക്ലോട്ടിങ്. നമ്മുടെ ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന ആളുകളാണ് ആ കുട്ടികളെ ഫൈബ്രിനോജൻ എന്ന് പറയുന്നത്. ഓക്കെ, ബ്ലഡ് ക്ലോട്ടിങ്ങിന്റെ മറ്റൊരു പേരാണ് കൊയാഗുലേഷൻ. എന്താണ്? കൊയാഗുലേഷൻ. സെറ്റാണോ? ബ്ലഡ് ക്ലോട്ടിങ് അല്ലെങ്കിൽ കൊയാഗുലേഷന് സഹായിക്കുന്നു. ഹസ്ന ഹായ്, റിദാസ് ഹായ്. ഓക്കെ, സോ ഹായ് ഇത്ര മതി. കുറേ ഇതിൽ ഇങ്ങനെ ഹായ് ഇടണ്ട. ആരപ്പോൾ നിങ്ങളെ കാണാൻ വരുന്നത് ഇവിടെ? ഹായ് 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 എന്നിട്ടിട്ട് നിങ്ങൾ വേണമെങ്കിൽ എന്നോട് ഹായ് ഇട്ടോ, ഹായ് സാർ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു രസം ഉണ്ടാവും. ഓക്കെ, സാർ വയലറ്റ് കളർ ഉപയോഗിക്കണ്ട. ശരിയടാ, വയലറ്റ്, സോറി കേട്ടാ, വയലറ്റ് ഇനി ഉപയോഗിക്കുന്നില്ല. നിങ്ങൾ പറഞ്ഞ് ഇതാക്കാനല്ലേ, നമ്മൾ എന്താ പറയുക, ഹൈലൈറ്റ് ചെയ്യാനല്ലേ ഇനി യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, എനിവേ മോട്ടിവേഷനൊക്കെ കുറച്ച് കഴിയട്ടെ. മോട്ടിവേഷൻ അവിടെ നിൽക്കട്ടെ. ആദ്യം പഠിക്കുക. എന്നും നേരം വെളുത്ത് വൈകുന്നേരം ആകുമ്പോൾ 3 നേരം മോട്ടിവേഷൻ ഒന്നും ആവശ്യമില്ല. ഓക്കെ, എപ്പോഴെങ്കിലുമൊക്കെ മതി. എപ്പോഴും മോട്ടിവേഷൻ ആയാലും രസം ഉണ്ടാവില്ല. സോ കം ഹിയർ. സോ ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. ഫംഗ്ഷൻ എന്താ? ആൽബുമിൻ ഓസ്മോട്ടിക് ബാലൻസ്, ഗ്ലോബുലിൻ ഡിഫൻസ്, ഫൈബ്രിനോജൻ ബ്ലഡ് ക്ലോട്ടിംഗ് അല്ലെങ്കിൽ കൊയാഗുലേഷൻ, ബ്ലഡിന്റെ ക്ലോട്ടിംഗ് അല്ലെങ്കിൽ കൊയാഗുലേഷന് സഹായിക്കുന്നു. ഓക്കെ, ദാറ്റ് ഇസ് ദ ഫംഗ്ഷൻ. സെറ്റ് അല്ലേ? ഇനിയിപ്പോൾ തുടങ്ങി ഹായ് സാർ. എടാ, ഞാൻ വെറുതെ പറഞ്ഞത്. ആരൊക്കെ ഇതിനകത്ത് കമന്റ് ബോക്സിൽ വന്നിട്ട് വെറുതെ ഹായ് എന്നിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞാണ് നിങ്ങൾ അങ്ങനെ ഹായ് ഇടുകയാണെങ്കിൽ എനിക്ക് കിട്ടുമെന്ന്. ഓക്കെ, എനിവേ കം ഹിയർ. എടാ, ഈ ഹായ് ഒക്കെ ഇടുന്ന നേരെ ഈ ക്ലാസ് അങ്ങനെ ശ്രദ്ധിച്ചിരിക്കുക, ക്ലാസ് അങ്ങനെ കേൾക്കുക. 2.5 മണിക്കൂർ ക്ലാസ് കേട്ടാലും കേട്ടില്ലെങ്കിലും അവിടെ പോകും അല്ലേ. 2.5 മണിക്കൂറില്ല, 2 മണിക്കൂറിൻ്റെ 1.5 മണിക്കൂർ, 1:40 കേട്ടോ. ഇനി ഈ കമന്റ് നിരോധിച്ചിരിക്കും ഇതിൻ്റെ അടിയിൽ. സാറേ ക്ലാസ് എപ്പോഴാണ് കഴിയാന്ന്. നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ എന്ത് ചെയ്യുക? അങ്ങ് പോവുക. വെറുതെ ഒന്ന് സാറേ ക്ലാസ് എപ്പോഴാണ് കഴിയുക, ക്ലാസ് സ്പീഡാക്കോ, ക്ലാസ് സ്ലോ ആക്കോ, അതൊക്കെ ഞാൻ അങ്ങോട്ട് തീരുമാനിക്കും. യെസ്, ഐ ആം ദ എംപറർ. ഓക്കെ, സോ എനിവേ ലീവ് ഇറ്റ്. അപ്പോൾ നമുക്ക് ഇത് ഒന്ന് വെറുതെ ഞാൻ പറയുന്നത് ഇങ്ങനെ എൻ്റെ കൂടെ പറഞ്ഞു നോക്കും. ഞാൻ പലതും വീണ്ടും പറയിപ്പിക്കും നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. ആൽബുമിൻ്റെ ഫംഗ്ഷൻ എന്താ? ഓസ്മോട്ടിക് ബാലൻസ്. ഗ്ലോബുലിൻ ഡിഫൻസ്. പലതവണ പറയുമ്പോഴാണ് പഠിക്കുക. ഫൈബ്രിനോജൻ ബ്ലഡ് ക്ലോട്ടിങ്. സെറ്റ് അല്ലേ? ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ പ്ലാസ്മയുടെ കാര്യങ്ങളൊക്കെ പഠിച്ചു അല്ലേ. പ്ലാസ്മയിൽ ക്ലോട്ടിംഗ് ഫാക്ടർ റിമൂവ് ചെയ്താൽ എന്താ കിട്ടുക? ഒന്ന് പറഞ്ഞേ. സീറം. പ്ലാസ്മയിൽ നിന്ന് ക്ലോട്ടിംഗ് ഫാക്ടർ റിമൂവ് ചെയ്താൽ എന്താ കിട്ടുക? സീറം. സെറ്റ് അല്ലേ? ഓക്കെ, ഗുഡ്. ഇനി നമ്മുടെ ഫോംഡ് എലമെന്റ്സ് ആരൊക്കെയാന്ന് നോക്കാം. നോക്ക്, 3 ആളുകളാണ് ഫോംഡ് എലമെന്റ്സ് ഗ്രൂപ്പിലുള്ള. ഒന്നാമത്താണ് എറിത്രോസൈറ്റ്. എറിത്രോ എന്ന് പറഞ്ഞാൽ റെഡ്, സൈറ്റ് എന്ന് പറഞ്ഞാൽ സെല്ല്. അതാണ് റെഡ് ബ്ലഡ് സെൽ കേട്ടോ. എറിത്രോസൈറ്റ് എന്ന് പറഞ്ഞാൽ റെഡ് ബ്ലഡ് സെൽ. ഓക്കെ, എറിത്രോ പറഞ്ഞാൽ റെഡ്, സൈറ്റ് എന്ന് പറഞ്ഞാൽ സെല്ല്. സോ RBC, റെഡ് ബ്ലഡ് സെൽ. രണ്ടാമത്തെ ആളാണ് ല്യൂക്കോ എന്ന് പറഞ്ഞാൽ കളർലെസ്, സൈറ്റ് എന്ന് പറഞ്ഞാൽ സെല്ല്, കളർ ഇല്ലാത്ത ബ്ലഡ് സെൽ. അതാണ് വൈറ്റ് ബ്ലഡ് സെൽ അല്ലെങ്കിൽ WBC. അടുത്തത് ത്രോംബസ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് ക്ലോട്ട്, സൈറ്റ് എന്ന് പറഞ്ഞാൽ സെല്ല്, ക്ലോട്ട് ഉണ്ടാക്കാൻ സഹായിക്കുന്ന സെല്ല്. അയാളാണ് ത്രോംബോസൈറ്റ് അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ്. സെറ്റല്ലേ മക്കളെ? ഓക്കെ, എറിത്രോസൈറ്റ്, ല്യൂക്കോസൈറ്റ്, ത്രോംബോസൈറ്റ്, RBC, WBC, പ്ലേറ്റ്ലെറ്റ്. ഈ 3 ആളുകളെ എടുത്താൽ ഇതിൽ ഏറ്റവും കൂടുതൽ ആരാന്നറിയോ? എറിത്രോസൈറ്റ് ആണ്. ഏകദേശം 5 മുതൽ 5.5 മില്യൺ എറിത്രോസൈറ്റ് നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ RBC കാണാൻ പറ്റും. 1 മില്ലിമീറ്റർ ക്യൂബ് ബ്ലഡ് എടുത്താൽ. വാട്ട് ഈസ് 1 മില്ലിമീറ്റർ ക്യൂബ്? 1 മില്ലിമീറ്റർ ഹൈറ്റും 1 മില്ലിമീറ്റർ എല്ലാ സൈഡുകളും 1 മില്ലിമീറ്റർ ആയിട്ടുള്ള ഒരു ക്യൂബ് എടുക്കുക. ആ ക്യൂബിൽ
എത്ര എമൗണ്ട് ഓഫ് ബ്ലഡ് കൊള്ളും, അതാണ് മില്ലിമീറ്റർ ക്യൂബ് ഓഫ് ബ്ലഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു മില്ലിമീറ്റർ ക്യൂബ് ബ്ലഡ് എടുത്താൽ 5.5 മില്യൺ RBC കാണാൻ പറ്റും. അതേ സമയത്ത് ഒരു മില്ലിമീറ്റർ ക്യൂബ് ബ്ലഡ് എടുത്താൽ 1.5 മുതൽ 1.5 to 3.5 ലാക്ക് ത്രോംബോസൈറ്റ് അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ് കാണാൻ പറ്റും. ഇപ്പോൾ പ്ലേറ്റ്ലെറ്റ് 1.5 മുതൽ 3.5 ലക്ഷം വരെ. ഏറ്റവും കൂടുതൽ ആരാണ്? RBC ആണ്. 5 മുതൽ 5.5 മില്യൺ, അതായത് 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷമാണ്. അപ്പോൾ 50 to 55 ലക്ഷം RBC ഒരു മില്ലിമീറ്റർ ക്യൂബ് ബ്ലഡിൽ കാണാൻ പറ്റും. അതേ സമയത്ത് പ്ലേറ്റ്ലെറ്റ് 1.5 ലക്ഷം മുതൽ 3.5 ലക്ഷമാണ് കാണാൻ പറ്റുക. ആൻഡ് ലുക്ക്, WBC ആണ് ഏറ്റവും കുറവുള്ള ഫോംഡ് എലമെന്റ്. 6000 to 8000 കാണാൻ പറ്റുള്ളൂ പെർ മില്ലിമീറ്റർ ക്യൂബ് ഓഫ് ബ്ലഡ്. സെറ്റല്ലേ മക്കളെ? ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫോംഡ് എലമെന്റ്സ്. റെഡിയാണോ? ഫോംഡ് എലമെന്റ്സ് റെഡിയല്ലേ കുട്ടികൾ? അവരുടെ പെർസെൻറ്റേജ്, അവരുടെ എമൗണ്ട്, അറ്റ്ലീസ്റ്റ് ഏറ്റവും കൂടുതൽ ആരാണെങ്കിലും പഠിച്ചു. എറിത്രോസൈറ്റ് ഏറ്റവും കൂടുതൽ, പിന്നെ ത്രോംബോസൈറ്റ്, പിന്നെ ല്യൂക്കോസൈറ്റ്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഇനി WBC യെ കുറിച്ച് കുറച്ച് പോയിന്റ്സ് പഠിക്കാം, വളരെ കുറച്ച് പോയിന്റ്സ്. ഒന്ന്, ഏറ്റവും കൂടുതലുള്ള സെല്ല് ആരാ? RBC യെ കുറിച്ച് കുറച്ച് പോയിന്റ് പഠിക്കാം. ഏറ്റവും കൂടുതലുള്ള ബ്ലഡ് സെല്ല് RBC ആണ്, നമുക്കറിയാം. RBCയുടെ അടുത്ത പ്രത്യേകത, RBC അടക്കമുള്ള എല്ലാ ബ്ലഡ് സെല്ലുകളും ദേ ആർ ഫോംഡ് ഇൻ ദ റെഡ് ബോൺ മാരോ. നമ്മുടെ ബോഡിയിൽ RBC മാത്രമല്ല, എല്ലാ ബ്ലഡ് സെല്ലുകളും ദേ ആർ ഫോംഡ് ഇൻ ദ റെഡ് ബോൺ മാരോ. ബോൺ മാരോ എന്ന് പറഞ്ഞാൽ എന്താ? മജ്ജ. ബോൺ മാരോ എന്ന് പറഞ്ഞാൽ മജ്ജ. അതായത് നമ്മുടെ എല്ലില്ലേ, എല്ലിന്റെ പുറം ഭാഗം ഭയങ്കര ഹാർഡാണ്, പക്ഷേ എല്ലിനെ അങ്ങ് പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. അതിനെയാണ് അതിൻ്റെ ഉൾഭാഗത്തായിട്ട്, ദാറ്റ് ഈസ് കോൾഡ് മജ്ജ അല്ലെങ്കിൽ മാരോ. അപ്പോൾ ഈ റെഡ് ബോൺ മാരോ എന്നാ പറയുക. അവിടെയാണ് എല്ലാ ബ്ലഡ് സെല്ലുകളും ഫോം ചെയ്യുന്നത്. RBCയും ഇവിടെ തന്നെയാണ്. ഇനി RBCയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് നോ ന്യൂക്ലിയസ്. RBCക്ക് എന്തില്ല? ന്യൂക്ലിയസ് ഇല്ല. ആൻഡ് RBCക്ക് അകത്ത് ഹീമോഗ്ലോബിൻ ഉണ്ട്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ഹീമോഗ്ലോബിൻ, അല്ലേ? നമ്മൾ കുറച്ച് 2 ദിവസം മുമ്പല്ലേ പഠിച്ചത്, ബ്രീത്തിങ്. അപ്പോൾ ഹീമോഗ്ലോബിൻ RBCയിലുണ്ട്. ആ ഹീമോഗ്ലോബിൻ എന്തിൻ്റെ ട്രാൻസ്പോർട്ടിന് സഹായിക്കുന്നു? ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ട്രാൻസ്പോർട്ടിന് സഹായിക്കുന്നു. ഒരു കാര്യം കൂടി പഠിച്ചോ, നമ്മുടെ റെഡ് ബോൺ മാരോയിൽ RBC ഉണ്ടായി കഴിഞ്ഞാൽ RBC ഏകദേശം ഒരു 120 ദിവസത്തോളം ജീവിക്കും. അതാണ് ലൈഫ് സ്പാൻ ഓഫ് RBC. ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ പറ്റുന്ന സമയം. RBC എത്രയാണ് കുട്ടികളെ? 120 ഡേയ്സ്, 120 ദിവസമാണ്. അത് കഴിഞ്ഞാൽ RBCകൾ പതിയെ നശിക്കാൻ തുടങ്ങും. ഇവരെവിടെ വെച്ചിട്ടാണ് നശിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബോഡിയിൽ 120 ദിവസമൊക്കെ എത്തിക്കഴിഞ്ഞാൽ RBC പതിയെ എങ്ങനെ നശിക്കും? എവിടെ വെച്ചിട്ടാണെന്നറിയോ? സ്പ്ലീൻ എന്ന് പറയുന്ന ഒരു അവയവമുണ്ട് നമ്മുടെ ബോഡിയിൽ. എന്താ പേര്? സ്പ്ലീൻ. ഈ സ്പ്ലീനിൽ വെച്ചിട്ടാണ് RBCകൾ നശിക്കുക. അതുകൊണ്ട് തന്നെ സ്പ്ലീനിനെ നമ്മൾ ഗ്രേവ് യാർഡ് ഓഫ് RBC എന്നാ പറയുക. എന്താ പറയുക? ഗ്രേവ് യാർഡ് ഓഫ് RBC. സെറ്റാണോ? സോ RBC മോസ്റ്റ് അബണ്ടന്റ് ആണ്. എല്ലാവരും ഫോം ചെയ്യുന്നത്, RBCയും ഫോം ചെയ്യുന്നത് റെഡ് ബോൺ മാരോയിലാണ്. ന്യൂക്ലിയസ് ഇല്ല, ഹീമോഗ്ലോബിൻ ഉണ്ട്. അതിന്റെ ഫംഗ്ഷൻ നമുക്കറിയാം. ആവറേജ് ലൈഫ് സ്പാൻ 120 ഡേയ്സ് ആണ്. അത് കഴിഞ്ഞാൽ ആരാണ് ഗ്രേവ് യാർഡ് ഓഫ് RBC? സ്പ്ലീൻ. എന്തുകൊണ്ടാണ്? ബിക്കോസ് RBCs ആർ ഡിസ്ട്രക്റ്റഡ് ഇൻ ദ സ്പ്ലീൻ. സ്പ്ലീനിലാണ് RBCകളുടെ ഡിസ്ട്രക്ഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്പ്ലീൻ ഈസ് കോൾഡ് ഗ്രേവ് യാർഡ് ഓഫ് RBC. സെറ്റല്ലേ കുട്ടികൾ? ഓക്കെ, ദ ഡിസ്ട്രക്ഷൻ ഓഫ് RBC ടേക്സ് പ്ലേസ് വിത്തിൻ ദ സ്പ്ലീൻ ആൻഡ് ദാറ്റ്സ് വൈ സ്പ്ലീൻ ഈസ് കോൾഡ് ഗ്രേവ് യാർഡ് ഓഫ് RBC. സെറ്റാണല്ലോ? ദാറ്റ്സ് ഇറ്റ്. ഇനി ലെറ്റ്സ് ടോക്ക് WBC. നമുക്ക് ഈ ഒരു ഭാഗത്ത് നമ്മളോട് കൂടുതൽ ചോദ്യം ചോദിച്ചു കണ്ടുള്ളത് WBCയെ കുറിച്ചാട്ടോ. ഓക്കെ, WBCകൾ പല തരത്തിലുള്ള WBCകളുണ്ട്. അപ്പോൾ ഇവർ നമ്മൾ ആക്ച്വലി 2 ഗ്രൂപ്പായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഗ്രാനുലോസൈറ്റ്സ് എന്നറിയപ്പെടുന്ന ടീമാണ്. ആരാടാ? ഗ്രാനുലോസൈറ്റ്സ്. ഇവന്മാരുടെ പ്രത്യേകത, ഈ ഗ്രൂപ്പിൽപ്പെട്ട WBCകളുടെ പ്രത്യേകത, ഇവരുടെ സൈറ്റോപ്ലാസത്തിൽ ഗ്രന്യൂളുകൾ അല്ലെങ്കിൽ തരിതരികൾ കാണാൻ പറ്റും. ഓക്കെ, സോ ഗ്രന്യൂൾസ് ആർ പ്രസന്റ് ഇൻ ദ സൈറ്റോപ്ലാസം. ഗ്രാനുലോസൈറ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽപ്പെട്ട WBCകളുടെ സൈറ്റോപ്ലാസത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് തരിതരികൾ കാണാൻ പറ്റും. ഓക്കെ, ഗ്രാനുൾസ് ആർ പ്രസന്റ്. അതേ സമയത്ത് രണ്ടാമത്തെ ഗ്രൂപ്പാണ് അഗ്രാനുലോസൈറ്റ്സ്. എന്താണ് അഗ്രാനുലോസൈറ്റ്സ്? ഇവരുടെ സൈറ്റോപ്ലാസം ക്ലിയർ ആണ്. സൈറ്റോപ്ലാസത്തിലെ ഗ്രന്യൂളുകൾ, തരിതരികളൊന്നും കാണൂല. സൈറ്റോപ്ലാസം ക്ലിയർ ആണ്. ക്ലിയർ സൈറ്റോപ്ലാസം. സെറ്റാണോ മക്കളെ? ഓക്കെ, സോ വി ഹാവ് ഗ്രാനുലോസൈറ്റ്സ് ആൻഡ് അഗ്രാനുലോസൈറ്റ്സ്. സെറ്റ് അല്ലേ? ഓക്കെ, ഗുഡ്. ഗ്രാനുലോസൈറ്റുകൾ ആരൊക്കെയെന്ന് നോക്കടാ. ഒന്നാമത്തെ ആളാണ് ന്യൂട്രോഫിൽ. എന്താണ്? കുറെ ഫില്ലുകളാണ്. ന്യൂട്രോഫിൽ. രണ്ടാമത്തെ ആളാണ് ഇയോസിനോഫിൽ. പറഞ്ഞേ, ഇയോസിനോഫിൽ. മൂന്നാമത്തെ ആളാണ് ബേസോഫിൽ. ആരാണ്? ബേസോഫിൽ. ഓക്കെ, 3 ആളുകൾ. ന്യൂട്രോഫിൽ, ഇയോസിനോഫിൽ, ബേസോഫിൽ. പറഞ്ഞേ, ന്യൂട്രോഫിൽ, ഇയോസിനോഫിൽ, ബേസോഫിൽ. 3 ആളുകളാണ് ഗ്രാനുലോസൈറ്റ്. അഗ്രാനുലോസൈറ്റ് 2 സൈറ്റുകളാണ്. അതായത് മോണോസൈറ്റ് ആൻഡ് ലിംഫോസൈറ്റ്. ആരൊക്കെയാണ്? മോണോസൈറ്റ് ആൻഡ് ലിംഫോസൈറ്റ്. ഇവരാണ് അഗ്രാനുലോസൈറ്റ്. സെറ്റാണോ മക്കളെ? ഓക്കെ, മോണോസൈറ്റ് ആൻഡ് ലിംഫോസൈറ്റ് ഇവരാണ് അഗ്രാനുലോസൈറ്റ്. ഗ്രാനുലോസൈറ്റ് ആരൊക്കെ? ന്യൂട്രോഫിൽ, ഇയോസിനോഫിൽ, ബേസോഫിൽ. പറഞ്ഞേ, ന്യൂട്രോഫിൽ, ഇയോസിനോഫിൽ, ബേസോഫിൽ. ഓക്കെ, അഗ്രാനുലോസൈറ്റ്, മോണോസൈറ്റ് ആൻഡ് ലിംഫോസൈറ്റ്. ഓക്കെ, ഇനി ഇവരുടെ പേഴ്സൻറ്റേജ് നമ്മളോട് ചോദിക്കാറുണ്ട്, ഇവരുടെ ഫങ്ഷൻസും ചോദിക്കാറുണ്ട്. നോക്കടാ, ന്യൂട്രോഫിലിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് അറിയാം. നമ്മുടെ ബോഡിയിലേക്ക് വരുന്ന രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുക എന്നുള്ളതാണ് ന്യൂട്രോഫിലിന്റെ ഫംഗ്ഷൻ. ദാറ്റ് ഈസ് ഫാഗോസൈറ്റോസിസ്. അങ്ങനെ വിഴുങ്ങി നശിപ്പിക്കുന്ന പരിപാടിനെ ഫാഗോസൈറ്റോസിസ് എന്നാ പറയാം. അപ്പോൾ ബോഡിയിലേക്ക് വരുന്ന രോഗാണുക്കളെ ഫാഗോസൈറ്റോസിസിലൂടെ നശിപ്പിക്കുക എന്നുള്ളതാണ് ന്യൂട്രോഫിലിന്റെ ഫംഗ്ഷൻ. അത് തന്നെയാണ് മോണോസൈറ്റിന്റെയും ഫംഗ്ഷൻ. ഫാഗോസൈറ്റോസിസ് തന്നെയാണ് ആരുടെയും ഫംഗ്ഷൻ? മോണോസൈറ്റിന്റെയും ഫംഗ്ഷൻ. സെറ്റാണോ? അപ്പോൾ രണ്ടുപേരും ചെയ്യുന്ന ഒരേ ഫംഗ്ഷൻ ആണ്.
ഫാഗോസൈറ്റോസിസ്. ബോഡിയിലേക്ക് വരുന്ന രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കാൻ. ദാറ്റ് ഈസ് കോൾഡ് ഫാഗോസൈറ്റോസിസ്. നൗ വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ഇയോസിനോഫിൽ? ഈ എന്ന് വെച്ചിട്ടല്ല ഇത് തുടങ്ങുന്നത്. അലർജി എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അലർജി അല്ലേ? നമുക്ക് അലർജി ഉണ്ടാവാറില്ലേ? നമുക്ക് അലർജി ഉണ്ടാവാൻ കാരണമാകുന്ന ഒരു ബ്ലഡ് സെല്ലാണ് ആക്ച്വലി ഇയോസിനോഫിൽ. ഈ ഇയോസിനോഫിലിൻ്റെ ഒക്കെ കുൽസിത പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് നമുക്ക് അലർജി ഉണ്ടാവുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഇൻവോൾവ്ഡ് ഇൻ അലർജി ട്ടാ. ഇറ്റ് ഈസ് ഇൻവോൾവ്ഡ് ഇൻ അലർജി. അതാണ് ഞാനിവിടെ എഴുതാൻ ഉദ്ദേശിച്ചത്. ഇറ്റ് ഈസ് ഇൻവോൾവ്ഡ് ഇൻ അലർജി. ഇതൊന്നും പഠിക്കേണ്ട. ഇറ്റ് ഈസ് ഇൻവോൾവ്ഡ് ഇൻ അലർജി. സെറ്റ് അല്ലേ? ഇനി വാട്ട് ഈസ് ഫംഗ്ഷൻ ഓഫ് ബേസോഫിൽ? ബേസോഫിലിന്റെ പണി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മുടെ ബോഡിയിൽ വീക്കം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇയാളുടെ ഫംഗ്ഷൻ. ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളെ എന്താ പറയുക, കടന്നലൊക്കെ വന്ന് കുത്തിക്കഴിഞ്ഞാൽ ആ ഭാഗത്ത് ഇങ്ങനെ വീങ്ങി ചീർത്ത് തടിച്ചു വരില്ലേ? അല്ലെങ്കിൽ വേണ്ട, നമുക്കിപ്പോൾ കുരുവൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഭാഗം ഇങ്ങനെ ചീർത്ത് വരൂലേ അല്ലേ? നമുക്ക് എന്തെങ്കിലും കുരുവോ മുറിവൊക്കെ ഉണ്ടായി അതിൻ്റെ ചുറ്റും ചുവന്ന കളറായിട്ട് മാറും. നമുക്ക് തൊടുമ്പോഴത്തേക്ക് വേദന ഉണ്ടാവും. ഒന്ന് തൊട്ടുനോക്കിയാൽ ആ ഭാഗത്തെ ടെമ്പറേച്ചറൊക്കെ കൂടുതലായിരിക്കും. നമുക്ക് എവിടെയെങ്കിലും മുറിവൊക്കെ ഉണ്ടായാൽ ആ ഭാഗത്ത് നിങ്ങൾക്ക് നോക്കിയാൽ ഫീൽ ചെയ്യാൻ പറ്റും. അവിടെ ഒരു ചുവപ്പ് കളർ വരും മൊത്തത്തിൽ. അവിടെ ഒന്ന് പൊന്തി നിൽക്കും, ഒരിത്തിരി തടിപ്പൊക്കെ ഉണ്ടാവും. അതാണ് ഇൻഫ്ലമേഷൻ. ഓക്കെ, അപ്പോൾ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന സെല്ലാണ് ബേസോഫിൽ എന്ന് പറയുന്ന ആൾ. ഓക്കെ, സോ ഇറ്റ് പ്രൊഡ്യൂസ് ഇൻഫ്ലമേഷൻ. എങ്ങനെയാണ് ഇയാൾ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നതെന്ന് അറിയോ? നമുക്ക് ബേസോഫിലിനകത്ത് വലിയ ഗ്രന്യൂളുകളുണ്ട്. ബേസോഫിലിന്റെ സൈറ്റോപ്ലാസത്തിൽ ദിസ് ഈസ് സ്ട്രക്ചർ ഓഫ് ബേസോഫിൽ. നിങ്ങൾ ഈ കാണുന്ന മൊത്തം ഗ്രന്യൂളുകളാണ്. ആ ഗ്രന്യൂളുകളിൽ ഹിസ്റ്റാമിൻ, സെറോട്ടോണിൻ പോലെയുള്ള കെമിക്കൽസ് ഉണ്ട്. ലുക്ക്, ഇറ്റ് കണ്ടെയ്ൻസ് കെമിക്കൽസ് കോൾഡ് ഹിസ്റ്റാമിൻ, സെറോട്ടോണിൻ, ഹെപ്പാരിൻ എന്നൊക്കെ പറയുന്ന കെമിക്കൽസ് ഉണ്ട്. വേറൊരു കെമിക്കലാണ് ഹെപ്പാരിൻ. ഓക്കെ, ഈ കെമിക്കൽസിനൊക്കെ ഇയാൾ ശരീരത്തിൽ റിലീസ് ചെയ്യുമ്പോഴാണ് ആ ഭാഗങ്ങളിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഒരു മുറിവുണ്ടായാൽ ആ ഭാഗത്ത് വരുന്ന ബേസോഫില്ലുകൾ ഈ പറയുന്ന ഹിസ്റ്റാമിൻ, ഹെപ്പാരിൻ, സെറോട്ടോണിൻ ഈ കെമിക്കൽസിനെയൊക്കെ ആ ഭാഗത്ത് റിലീസ് ചെയ്യും. സോ ദാറ്റ് ലീഡ് ടു ഇൻഫ്ലമേഷൻ. സെറ്റാണോ മക്കളെ? ഓക്കെ, സോ ലുക്ക്, നമ്മളോട് ചോദിക്കും ഇവർ റിലീസ് ചെയ്യുന്ന സബ്സ്റ്റൻസുകൾ ഏതൊക്കെയാണോ? ഏതൊക്കെ കുട്ടികളെ? ഹിസ്റ്റാമിൻ, ഹെപ്പാരിൻ, സെറോട്ടോണിൻ ഇതൊക്കെ റിലീസ് ചെയ്യും. ദാറ്റ് ലീഡ് ഇൻഫ്ലമേഷൻ. എന്തിലേക്ക് നയിക്കും? ഇൻഫ്ലമേഷനിലേക്ക് നയിക്കും. സെറ്റ് അല്ലേ? വാട്ട് ഈസ് ഫംഗ്ഷൻ ഓഫ് ലിംഫോസൈറ്റ്? ലുക്ക്, നമ്മുടെ ബോഡിയിൽ പ്രധാനമായിട്ടും നമുക്ക് ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശേഷി തരുന്ന പ്രധാനപ്പെട്ട സെൽ ഏതാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് യുവർ ലിംഫോസൈറ്റ്. ലിംഫോസൈറ്റ് ആണ് നമ്മുടെ ബോഡിയിൽ പ്രധാനമായിട്ടും എന്ത് തരുന്നത്? രോഗപ്രതിരോധ ശേഷി നമുക്ക് തരുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഇമ്മ്യൂൺ റെസ്പോൺസ് ഓഫ് ബോഡി. നമ്മുടെ ബോഡിയിലെ രോഗപ്രതിരോധ റെസ്പോൺസിൻ്റെ മെയിൻ ഫംഗ്ഷൻ ലിംഫോസൈറ്റ് ആണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഇമ്മ്യൂൺ റെസ്പോൺസ് ഓഫ് ബോഡി. നമ്മുടെ ബോഡിയിലെ ഇമ്മ്യൂൺ റെസ്പോൺസിന് കാരണമാകുന്ന പ്രധാനപ്പെട്ട സെല്ലാര കുട്ടികളെ? ദാറ്റ് ഈസ് ലിംഫോസൈറ്റ്. സെറ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇവരുടെ ഫംഗ്ഷൻസ് നമ്മളോട് ചേരുമ്പടി ചേർക്കാൻ വേണ്ടിയിട്ട് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് 2 തവണ ചോദിച്ചിട്ടുണ്ട്. ഇവരുടെ ഫംഗ്ഷൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ന്യൂട്രോഫിൽ ഫാഗോസൈറ്റോസിസ്, മോണോസൈറ്റ് ഫാഗോസൈറ്റോസിസ്, ലിംഫോസൈറ്റ് എന്താണ് കുട്ടികളെ? ഇമ്മ്യൂൺ റെസ്പോൺസ്. ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ രോഗപ്രതിരോധ ശേഷി, ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ രോഗപ്രതിരോധത്തിന് വേണ്ടി നമ്മുടെ ബോഡി ഉണ്ടാക്കുന്ന റെസ്പോൺസ്. അതിന്റെ പ്രധാനപ്പെട്ട സെൽ എന്ന് പറയുന്നത് ലിംഫോസൈറ്റ് ആണ്. ഇയോസിനോഫിൽ ഇ ഫോർ അലർജിയിലെ, ബേസോഫിൽ എന്താ? പ്രൊഡ്യൂസ് ഇൻഫ്ലമേഷൻ. ഇറ്റ് സെക്രീറ്റ് സബ്സ്റ്റൻസസ് ലൈക്ക് ഹിസ്റ്റാമിൻ, ഹെപ്പാരിൻ എറ്റ്സെട്ര. ഇനി ഇവരുടെ എണ്ണം അല്ലെങ്കിൽ ഇവരുടെ പേഴ്സൻറ്റേജ്, ആരാണ് ഏറ്റവും കൂടുതലുള്ള WBC, ആരാണ് ഏറ്റവും കുറവുള്ള WBC, ഇത് നമ്മളോട് ചോദിക്കും. ഓക്കെ, സോ അത് പഠിക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് എപ്പോഴും ഒരു കോഡ് പറഞ്ഞു തരാറുണ്ട്. എന്താ കുട്ടികളെ കോഡ് അറിയോ? നോട്ട് ലെറ്റ് മങ്കീസ് ഈറ്റ് ബനാന. പറഞ്ഞേ, നോട്ട് ലെറ്റ് മങ്കീസ് ഈറ്റ് ബനാന. അതായത് ഏറ്റവും കൂടുതലുള്ള WBC എന്ന് പറയുന്നത് ന്യൂട്രോഫിലാണ്. ഓക്കെ, ഏറ്റവും കൂടുതലുള്ള ആൾ ന്യൂട്രോഫിലാണ്. യു ക്യാൻ സി 60 to 65%, 60 മുതൽ 65% ന്യൂട്രോഫിലാണ്. രണ്ടാം സ്ഥാനം നോക്കടാ ലിംഫോസൈറ്റ് ആണ് അല്ലേ? നോക്കൂ, L4 ലിംഫോസൈറ്റ് 20 to 25%, 20 മുതൽ 25% ലിംഫോസൈറ്റുകളാണ്. മൂന്നാം സ്ഥാനം ആരാ? നോക്ക്, മോണോസൈറ്റ് ആണ്. 6 to 8%, 6 മുതൽ 8% മോണോസൈറ്റ്സ്. ഓക്കെ, അടുത്തത് 4ാം സ്ഥാനം ഇയോസിനോഫിലാണ്, 2 to 3%. ഏറ്റവും കുറവാരാ? ബേസോഫിലാണ്, 0.5 to 1%. ഏറ്റവും മിനിമം ഈ ഓർഡർ എങ്കിലും ഓർത്ത് വെക്കുക കേട്ടോ. പേഴ്സൻറ്റേജ് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. അതിനെ ബേസ് ചെയ്താണ് ചോദ്യങ്ങൾ ചോദിച്ചുള്ളത്. ലുക്ക്, അവരുടെ പേഴ്സൻറ്റേജ് തന്നിട്ടാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ഇനി അത് പഠിക്കാൻ വയ്യെങ്കിൽ ഏറ്റവും മിനിമം ആ കോഡ് ഉപയോഗിച്ചിട്ട് ആരാണ് ഏറ്റവും കൂടുതൽ, ആരാണ് ഏറ്റവും കുറവ്, ആ ഒരു ഓർഡർ എങ്കിലും പഠിച്ചു വെക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സെറ്റ് അല്ലേ മക്കളെ? ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇനി ചിലപ്പോൾ ഇവരുടെ ചിത്രം തന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറയും. അപ്പോൾ നമുക്ക് എങ്ങനെ മനസ്സിലാവുക? നമുക്ക് ന്യൂട്രോഫിൽ നോക്കടാ, ഇതിൻ്റെ ന്യൂക്ലിയസ് നോക്കിയാൽ മതി. കണ്ടോ, ഇങ്ങനെ നിറയെ എന്തോ ഒരു ഇറഗുലർ ഷേപ്പുള്ള ന്യൂക്ലിയസ് ആണ്. ഇയാളുടെ ന്യൂക്ലിയസ് നോക്ക്, നമ്മുടെ ഇയർഫോൺ പോലെയുള്ള ന്യൂക്ലിയസ് ആണ്. ബേസോഫിലിന് ന്യൂക്ലിയസ് കാണാനേ ഇല്ല. ന്യൂക്ലിയസ് ഉണ്ട്, പക്ഷെ നമ്മൾ കാണാത്തതാണ്. ബിക്കോസ് ഇവിടെ നിറയെ വലിയ ഗ്രന്യൂളുകൾ ഇരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ആ ന്യൂക്ലിയസ് കാണാൻ പറ്റാത്തത്. സെറ്റല്ലേ മക്കളെ? ഓക്കെ, ഇനി മോണോസൈറ്റിൻ്റെ ന്യൂക്ലിയസ് നോക്കട്ടെ, എക്സാക്ട്ലി ഒരു കിഡ്നി പോലത്തെ ന്യൂക്ലിയസ് ആണ്. ലിംഫോസൈറ്റിൻ്റെ അത് റൗണ്ട് ന്യൂക്ലിയസ് ആണ്. ഇതും ലിംഫോസൈറ്റ് ആട്ടോ. ആക്ച്വലി റൗണ്ട് ആണ്. ഇത് ഇവന്മാർ കുറച്ച് 3D ആക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഇങ്ങനെ സൈഡിലേക്ക് പോയതാണ്. ദിസ് ഈസ് ഓൾസോ റൗണ്ട് ന്യൂക്ലിയസ് ആണ്.
സെറ്റ് അല്ലേ? ഇനി നമ്മുടെ ബോഡിയിൽ പലതരം ലിംഫോസൈറ്റുകളുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട 2 ടൈപ്പ് ഓഫ് ലിംഫോസൈറ്റ് ആരൊക്കെയാണെന്നറിയോ? ബി ലിംഫോസൈറ്റ് ആൻഡ് ടി ലിംഫോസൈറ്റ്. ഓക്കെ, പ്രധാനപ്പെട്ട 2 ലിംഫോസൈറ്റുകളാണ് ബി ലിംഫോസൈറ്റ് ആൻഡ് ടി ലിംഫോസൈറ്റ്. സെറ്റ് അല്ലേ? റെഡിയാണോ? ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. റെഡി ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേ മക്കളെ. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ നോക്ക്. കണ്ടോ, ഇവരുടെ പേഴ്സൻറ്റേജ്, ഇവരുടെ ഫംഗ്ഷൻസ് നിങ്ങൾക്ക് അറിയുന്നതാണ്. ലിംഫോസൈറ്റ് എത്ര പെർസെൻറ്റേജാ? 20 to 25. ഫംഗ്ഷൻ എന്താ? ഇമ്മ്യൂൺ റെസ്പോൺസ്. ന്യൂട്രോഫിൽ എന്താ കുട്ടികളെ? 60 to 65%. എന്താ? ഫാഗോസൈറ്റോസിസ് ആണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലേ? സോ ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പോൾ അതിനെ ബേസ് ചെയ്തുള്ള ചോദ്യങ്ങൾ നമ്മൾ കണ്ടു. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് പ്ലേറ്റ്ലെറ്റ്. എടാ, ഈ പ്ലേറ്റ്ലെറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണെന്നറിയോ? നമ്മുടെ ബോൺ മാരോ ഇല്ലേ, ബോൺ മാരോയിൽ വലിയ ചില സെല്ലുകളുണ്ട്, വലിയ സെല്ലുകൾ. ദേ ആർ കോൾഡ് മെഗാ കാരിയോസൈറ്റ്സ്. എന്താണ്? മെഗാ കാരിയോസൈറ്റ്സ്. ഓക്കെ, സോ അവർ ബോൺ മാരോ ഹാസ് ലാർജ് സെൽസ് കോൾഡ് മെഗാ കാരിയോസൈറ്റ്സ്. ഈ മെഗാ കാരിയോസൈറ്റുകൾ മുറിഞ്ഞ് കഷ്ണങ്ങളായിട്ട് മാറും. ഈ കഷ്ണങ്ങളെയാണ് നമ്മൾ പ്ലേറ്റ്ലെറ്റുകൾ എന്ന് വിളിക്കുന്നത്. സോ ദേ ആർ സെൽ ഫ്രാഗ്മെന്റ്സ് ഓഫ് മെഗാ കാരിയോസൈറ്റ്സ് ഇൻ ദ ബോൺ മാരോ. എന്താണ് കുട്ടികളെ? ദേ ആർ വാട്ട്? സെൽ ഫ്രാഗ്മെന്റ്സ് ഓഫ് മെഗാ കാരിയോസൈറ്റ്സ് ഇൻ ദ ബോൺ മാരോ. നമ്മുടെ ബോൺ മാരോയിലുള്ള മജ്ജയിലുള്ള മെഗാ കാരിയോസൈറ്റുകളുടെ കഷ്ണങ്ങളാണ് ആര് കുട്ടികളെ? പ്ലേറ്റ്ലെറ്റുകൾ എന്ന് പറയുന്നത്. അയാളുടെ ഫംഗ്ഷൻ എന്താ? ബ്ലഡ് ക്ലോട്ടിംഗ് ആണ് ഇയാളുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. അതുകൊണ്ട് ആ പേര് കിട്ടിയത്, ത്രോംബോസൈറ്റ് എന്നുള്ള പേര് അയാൾക്ക് കിട്ടിയത്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. റെഡിയാണോ മക്കളെ? ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. റെഡിയല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോയാലോ? ലെറ്റ്സ് ടോക്ക് അബൌട്ട് ബ്ലഡ് ഗ്രൂപ്പിംഗ്. ഓക്കെ, നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ബ്ലഡ് ഗ്രൂപ്പിംഗ്. നമുക്ക് ബ്ലഡ് ഗ്രൂപ്പിംഗ് പഠിക്കാം. നമുക്ക് 2 രീതിയിലുള്ള ബ്ലഡ് ഗ്രൂപ്പിംഗ് ഉണ്ട്. ഒന്നാമതാണ് ABO ഗ്രൂപ്പിംഗ്, രണ്ടാമത്താണ് RH ഗ്രൂപ്പിംഗ്. സാധാരണഗതിയിൽ ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഇവിടുന്ന് ചോദിക്കാറ്. ഞാൻ അടുത്ത തവണ 3 മാർക്ക് ചോദിക്കുമോ എന്നുള്ളത് എനിക്ക് അറിയില്ല. അല്ലേ, നമുക്ക് പറയാൻ പറ്റുമല്ലോ, നമ്മളല്ലല്ലോ ചോദ്യപേപ്പർ ഇടുന്നത്. ബട്ട് സ്റ്റിൽ ഒരു 2 മാർക്കിനാണ് സാധാരണ ചോദിക്കാറ്. 2 രീതിയിലുള്ള ബ്ലഡ് ഗ്രൂപ്പിംഗ് ഉണ്ട്, ABO ആൻഡ് RH. ആദ്യം തന്നെ നമുക്ക് ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് എന്താണെന്ന് നോക്കാം. ശ്രദ്ധിക്കടാ, ശരിക്കും ആൻറ്റിജൻ എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? നമ്മൾക്ക് രോഗമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയിലേക്ക് കടന്നു വരുന്ന ബാക്ടീരിയകൾ, വൈറസുകൾ, ഫംഗസുകൾ, ഇവരൊക്കെയാണ് നമ്മൾ ആൻറ്റിജൻസ് എന്ന് വിളിക്കാറ്. ഇവരാണ് ശരിക്കും ആൻറ്റിജൻസ് എന്ന് വിളിക്കുക കേട്ടോ. നൗ ആൻറ്റിബോഡികൾ എന്ന് പറഞ്ഞാൽ നോക്ക്, നമ്മുടെ ബോഡിയിലേക്ക് ആൻറ്റിജനുകൾ അല്ലെങ്കിൽ രോഗാണുക്കൾ എത്തിക്കഴിഞ്ഞാൽ ആ രോഗാണുക്കളെ നശിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചില പ്രോട്ടീനുകളുണ്ട്. അവരെയാണ് നമ്മൾ ആൻറ്റിബോഡികൾ എന്ന് പറയുക. ക്ലിയർ അല്ലേ? ഇതാണ് സാധാരണഗതിയിൽ ആൻറ്റിജൻ ആൻറ്റിബോഡി എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം. പക്ഷേ ഞാൻ ബ്ലഡ് ഗ്രൂപ്പിങ്ങിൽ പറയുന്ന ആൻറ്റിജൻ ആൻറ്റിബോഡി എന്ന് പറയുന്നത് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇതുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ലാത്ത മറ്റൊരു ആൻറ്റിജനെ കുറിച്ചും മറ്റൊരു ആൻറ്റിബോഡിയെ കുറിച്ചുമാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കൺഫ്യൂഷൻ ആയല്ലേ? ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിക്ക്, നമ്മളിൽ ചില ആളുകൾ എടുത്താൽ അവരുടെ RBCയുടെ പുറത്ത് ജന്മനാൽ തന്നെ, ജനിച്ചത് മുതൽ തന്നെ അവരുടെ എല്ലാ RBCകളുടെയും പുറത്ത് ഒരു പ്രത്യേക തരത്തിലുള്ള മോളിക്യൂളിൻ്റെ പ്രസൻസ് കാണാൻ പറ്റും. നമുക്കതിനെ A മോളിക്യൂൾ എന്ന് വിളിക്കാം. ചില ആളുകളുടെ RBC എടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ സമൂഹത്തിലെ ചില ആളുകൾ എടുത്താൽ അവരുടെ RBCയുടെ പുറത്ത് ഒരു B എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് മോളിക്യൂളാണ് ജന്മനാൽ തന്നെ കാണാൻ പറ്റുക. ചില ആളുടെ RBC എടുത്താൽ ഈ 2 തരം മോളിക്യൂളിൻ്റെ പ്രസൻസും കാണാൻ പറ്റും. Aയുടെ പ്രസൻസും കാണാൻ പറ്റും, Bയുടെ പ്രസൻസും കാണാൻ പറ്റും. ഇനി നമ്മുടെ സൊസൈറ്റിയിലെ മറ്റ് ചില ആളുകൾ എടുത്തു കഴിഞ്ഞാൽ 2 മോളിക്യൂളിൻ്റെയും പ്രസൻസ് കാണാൻ പറ്റൂല. ക്ലിയർ ആണ് കുട്ടികളെ? ഓക്കെ, സോ ഈ മോളിക്യൂൾസിൻ്റെ പ്രസൻസിനെ ബേസ് ചെയ്താണ് നമ്മൾ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് A ആണോ, B ആണോ, AB ആണോ, O ആണോ എന്നൊക്കെ പറയുന്നത്. നോക്കൂ, ഒരാളുടെ RBCയുടെ പുറത്ത് A എന്ന് പറയുന്ന മോളിക്യൂൾ ഉണ്ടെങ്കിൽ നമ്മൾ പറയും അയാളുടെ ബ്ലഡ് ഗ്രൂപ്പ് A ഗ്രൂപ്പ് ആണെന്ന് പറയും. എന്താണെന്ന് പറയും? A ഗ്രൂപ്പ് ആണെന്ന് പറയും. ഓക്കെ, ഇനി B എന്ന് പറയുന്ന മോളിക്യൂൾ ആണുള്ളതെങ്കിൽ നമ്മൾ പറയും അയാളുടെ ബ്ലഡ് ഗ്രൂപ്പ് B ആണെന്ന് പറയും. ഈ 2 മോളിക്യൂളും അയാളുടെ RBCയുടെ പുറത്ത് പ്രസന്റ് ആണെങ്കിൽ, രണ്ടും ഒരാളുടെ RBCയുടെ പുറത്ത് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അയാളെ പറ്റി നമ്മൾ പറയും അയാൾ AB ഗ്രൂപ്പ് ആണെന്ന്. ഓക്കെ, ഇനി ഒരാളുടെ RBCയുടെ പുറത്ത് 2 മോളിക്യൂളിൻ്റെയും പ്രസൻസ് ഇല്ലെങ്കിൽ നമ്മൾ പറയും അയാൾ O ഗ്രൂപ്പ് ആണെന്ന് പറയും. എന്താണ് O ഗ്രൂപ്പ്? ഓക്കെ, ശരിക്കും ഈ മോളിക്യൂൾസിനെ നമ്മൾ ആൻറ്റിജൻ എന്നാണ് പറയാറ്. നമ്മളെ കൺഫ്യൂഷൻ അടുപ്പിക്കാൻ വേണ്ടി ഇവന്മാരുണ്ടാക്കിയ ഒരു കോൺസെപ്റ്റ് അത്. അതിനെയും നമ്മൾ ആൻറ്റിജൻ എന്നാണ് പറയുക. ഇത് ശരിക്കും പുറമേ നിന്ന് കയറി വന്ന ആളാണോ? അല്ല, ജനിച്ചത് മുതൽ തന്നെ നമ്മുടെയൊക്കെ RBCയുടെ പുറത്തുള്ള സാധാരണ ഒരു മോളിക്യൂളാണ്. പക്ഷെ അതിനെ നമ്മൾ ആൻറ്റിജൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഒരാളുടെ RBCയുടെ പുറത്ത് A ആൻറ്റിജൻ ജന്മനാൽ തന്നെ ഉണ്ടെങ്കിൽ, അയാളുടെ RBCകളിലൊക്കെ A ഉണ്ടെങ്കിൽ അയാളുടെ ബ്ലഡ് ഗ്രൂപ്പ് A ആണ്. B ഉണ്ടെങ്കിൽ അയാളുടെ ബ്ലഡ് ഗ്രൂപ്പ് B ആണ്. രണ്ടും RBCകളുടെ പുറത്ത് കണ്ടാൽ അയാൾ AB ആണ്. രണ്ടും ഇല്ലെങ്കിൽ അയാൾ O ഗ്രൂപ്പാണ്. ക്ലിയർ അല്ലേ? സോ ദാറ്റ് ഈസ് ABO ബ്ലഡ് ഗ്രൂപ്പിംഗ്. ഇനി ഇതിൽ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ പഠിക്കണം. നോക്ക്, ഇപ്പോൾ ഞാൻ ശരിക്കും O ഗ്രൂപ്പാണ്. അതുകൊണ്ട് തന്നെ ശരിക്കും O ഗ്രൂപ്പാണ് കേട്ടോ ഞാൻ. അതുകൊണ്ട് തന്നെ എൻ്റെ RBCയുടെ പുറത്ത് 2 ആൻറ്റിജനുകളും ഇല്ല. A മോളിക്യൂളും ഇല്ല, B മോളിക്യൂൾ, അതായത് A ആൻറ്റിജനും ഇല്ല, B ആൻറ്റിജനും ഇല്ല. പക്ഷേ എൻ്റെ പ്ലാസ്മയിൽ, എൻ്റെ ബ്ലഡിൻ്റെ പ്ലാസ്മയിൽ
ജന്മനാൽ തന്നെ, ജനിച്ചത് മുതൽ തന്നെ, എൻ്റെ ബോഡിയിൽ പിന്നെ ഉണ്ടായതൊന്നുമല്ല, ജനിച്ചത് മുതൽ തന്നെ എൻ്റെ പ്ലാസ്മയിൽ ആൻറ്റി എ ആൻറ്റിബോഡി അതുപോലെ ആൻറ്റി ബി ആൻറ്റിബോഡി എന്നറിയപ്പെടുന്ന 2 മോളിക്യൂളുകളുടെ പ്രസൻസ് ഉണ്ട് എൻ്റെ പ്ലാസ്മയിൽ. നിങ്ങൾക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല, പക്ഷെ എനിക്കുണ്ട്. കാരണം ഞാൻ O ഗ്രൂപ്പാണ്. എൻ്റെ RBCയുടെ പുറത്ത് 2 ആൻറ്റിജനും ഇല്ല, പക്ഷെ എൻ്റെ പ്ലാസ്മയിൽ ആൻറ്റി എ ആൻറ്റിബോഡി എന്നറിയപ്പെടുന്ന ആൻറ്റിബോഡി ഉണ്ട്, ആൻറ്റി ബി ആൻറ്റിബോഡി എന്നറിയപ്പെടുന്ന ആൻറ്റിബോഡി ഉണ്ട്. ഇനി സപ്പോസ് നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ A ഗ്രൂപ്പ് ആണെങ്കിൽ നിങ്ങളുടെ RBCയുടെ പുറത്ത് എന്താ ഉള്ളത്? A ആൻറ്റിജൻ ഉണ്ട്. പക്ഷെ നിങ്ങളുടെ പ്ലാസ്മയിൽ ആൻറ്റി എ ആൻറ്റിബോഡി ഉണ്ടാവില്ല, പകരം ആൻറ്റി ബി ആൻറ്റിബോഡി ഉണ്ടാവും. എന്തുണ്ടാവും കുട്ടികളെ? ആൻറ്റി ബി ആൻറ്റിബോഡി ഉണ്ടാവും. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഒരാൾ A ഗ്രൂപ്പ് ആണെങ്കിൽ, അതാണ് ഇവിടെ തന്നുള്ള ഈ ഒരു ടേബിൾ, അതാ A ഗ്രൂപ്പ് ആണെങ്കിൽ RBCയുടെ പുറത്ത് A ആൻറ്റിജൻ ഉണ്ടാകും. പക്ഷേ അയാളുടെ പ്ലാസ്മയിൽ ആൻറ്റി ബി ആൻറ്റിബോഡി എന്നറിയപ്പെടുന്ന മോളിക്യൂൾ ഉണ്ടാകും പ്ലാസ്മയിൽ. സെറ്റ് ആണല്ലോ. ഇനി ഒരാൾ B ഗ്രൂപ്പ് ആണെങ്കിൽ RBCയുടെ പുറത്ത് ഉണ്ടാവും B ആൻറ്റിജൻ ഉണ്ടാകും. നോക്കൂ, അതാണ് ആൻറ്റിജൻ ഓൺ RBCയിലുള്ള ആൻറ്റിജൻ B ആണ്, പക്ഷെ അയാളുടെ പ്ലാസ്മയിൽ ആൻറ്റി എ ആൻറ്റിബോഡി എന്നറിയപ്പെടുന്ന ആൻറ്റിബോഡിയുടെ പ്രസൻസ് ഉണ്ടാകും. ഇനി ഒരാൾ AB ഗ്രൂപ്പ് ആണെങ്കിൽ RBCയുടെ പുറത്ത് A ആൻറ്റിജനും ഉണ്ടാവും, B ആൻറ്റിജനും ഉണ്ടാകും, പക്ഷെ അയാളുടെ പ്ലാസ്മയിൽ 2 ആൻറ്റിബോഡികളും ഉണ്ടാവില്ല, ആൻറ്റി എയും ഇല്ല, ആൻറ്റി ബിയും ഇല്ല. ഇനി ഒരാൾ O ഗ്രൂപ്പ് ആണെങ്കിൽ അയാളുടെ RBCയുടെ പുറത്ത് 2 ആൻറ്റിജനുകളും ഉണ്ടാവില്ല. നിൽ എന്ന് പറഞ്ഞോ, ഒന്നുമില്ല, ഒരു ആൻറ്റിജനും ഇല്ല. പക്ഷേ അയാളുടെ പ്ലാസ്മയിൽ ഇപ്പോൾ എൻ്റെ കേസൊക്കെ എങ്ങനെ, ആൻറ്റി എ ആൻറ്റിബോഡി ഉണ്ട്, ആൻറ്റി ബി ആൻറ്റിബോഡി ഉണ്ട്. സെറ്റ് അല്ലേ? അപ്പോൾ ആ കാര്യം റെഡിയാണ്. ഇനി NCERT ലാസ്റ്റ് തന്നുള്ള എന്താണെന്ന് പറയുക, ഡോണേഴ്സ് ഗ്രൂപ്പ്. അതായത് A ഗ്രൂപ്പുള്ള ഒരാൾക്ക് ആരൊക്കെ കൊടുക്കാം? ഡോണർ എന്ന് പറഞ്ഞാൽ ദാതാവ് എന്ന് പറയും മലയാളത്തിൽ. Aക്ക് കൊടുക്കുന്ന ആളുകൾ ആരൊക്കെ, അതാണ് തന്നിട്ടുള്ളത്. Bക്ക് കൊടുക്കുന്ന ആളുകൾ ആരൊക്കെ, ABക്ക് കൊടുക്കുന്ന ആളുകൾ ആരൊക്കെ, Oക്ക് കൊടുക്കുന്ന ആളുകൾ ആരൊക്കെ, അതാണ് തന്നിട്ടുള്ളത്. അപ്പോൾ Aക്ക് ആരുടെയൊക്കെ കയ്യിൽ നിന്ന് വാങ്ങാം, അല്ലെങ്കിൽ Aക്ക് കൊടുക്കാൻ പറ്റുന്ന ആളുകൾ ആരൊക്കെയാണ് കുട്ടികളെ? നോക്കൂ, യു ക്യാൻ സീ ദാറ്റ് Aയും കൊടുക്കാം, Oയും കൊടുക്കാം. Bക്കോ Bയും കൊടുക്കും, Oയും കൊടുക്കും, കുഴപ്പമില്ല. ABക്ക് എല്ലാവരിൽ നിന്നും വാങ്ങാം, അതായത് എല്ലാവരും ABക്ക് കൊടുത്തോട്ടെ, കുഴപ്പമില്ല. Oക്ക് O മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. സെറ്റാണല്ലോ. ഇതാണ് ഡോണേഴ്സ് ഗ്രൂപ്പ്. അങ്ങനെ ഓർക്കുക, Aക്കാരൊക്കെ Aയിൽ നിന്നും വാങ്ങാം, Oയിൽ നിന്നും വാങ്ങാം, Bക്ക് Bയിൽ നിന്നും വാങ്ങാം, Oയിൽ നിന്നും വാങ്ങാം, ABക്ക് Aയിൽ നിന്നും, Bയിൽ നിന്നും, ABയിൽ നിന്നും, Oയിൽ നിന്നും, എല്ലാവരിൽ നിന്നും വാങ്ങാം, Oക്ക് Oയിൽ നിന്ന് മാത്രം. സെറ്റല്ലേ? അപ്പോൾ നോക്കൂ, നമ്മൾ കണ്ടൊരു കാര്യം, O ഗ്രൂപ്പ് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അല്ലേ? അതുകൊണ്ട് തന്നെ O ഗ്രൂപ്പിന് നമ്മൾ യൂണിവേഴ്സൽ ഡോണർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ആൾ, ദാതാവ്. ഓക്കെ, എല്ലാവർക്കും കൊടുക്കുന്ന ആളെന്ന് വിളിക്കുന്നു. അതേസമയത്ത് AB നോക്കൂ, എല്ലാവരുടെയും കയ്യിൽ നിന്ന് വാങ്ങാൻ പറ്റുന്ന ആളാണ് AB. എല്ലാവരുടെ കയ്യിൽ നിന്നും AB വാങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ABയെ നമ്മൾ എല്ലാവരിൽ നിന്നും സ്വീകരിക്കുന്ന ആൾ എന്നാ പറയുക. സ്വീകരിക്കുന്ന ആൾ എന്നുള്ളതിന് റെസിപ്പിയൻ്റ് എന്നാ പറയുക. നമ്മൾ റെസിപ്റ്റ് എന്നൊക്കെ പറയാറില്ല അല്ലേ? നമ്മൾ പൈസ കൊടുത്താൽ നമുക്ക് തിരിച്ചെന്ത് തരണം? റെസിപ്റ്റ് തരണം. അതാണ് റെസിപ്പിയൻ്റ്, സ്വീകരിക്കുന്ന ആൾ. ഓക്കെ, സോ ലുക്ക്, ഇയാൾ എല്ലാവരിൽ നിന്നും സ്വീകരിക്കുന്ന ആളായതുകൊണ്ട് തന്നെ ഇയാൾ നമ്മൾ യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ് എന്ന് പറയുക. എന്താ പറയുക? യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ്. ഓക്കെ, സോ വി ഹാവ് യൂണിവേഴ്സൽ ഡോണർ ആൻഡ് യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ്. സെറ്റ് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഇനി നമ്മളോട് ചോദിക്കും, മിസ്മാച്ചിങ് ഉണ്ടായാൽ എന്താ സംഭവിക്കുക? എന്താ ഈ മിസ്മാച്ചിങ്? നമുക്ക് A ഉള്ള ആൾക്ക് Aയിൽ നിന്ന് വാങ്ങാം, Oയിൽ നിന്ന് വാങ്ങാം, പക്ഷേ A ഉള്ള ഒരാൾക്ക് നിങ്ങൾ ഒരിക്കലും B ഗ്രൂപ്പ് കൊടുക്കരുത്. അങ്ങനെ കൊടുത്താൽ മിസ്മാച്ചിങ് ആണ്. അപ്പോൾ മിസ്മാച്ചിങ് ഉണ്ടായാൽ എന്താ സംഭവിക്കുക എന്ന് പരീക്ഷയ്ക്ക് ഒരു 1 മാർക്ക് ചോദ്യമായിട്ട് ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഉത്തരം പറയേണ്ടത് ഇങ്ങനെയാണ്: ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ ഒക്കേഴ്സ്. ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ സംഭവിക്കും. ആൻഡ് ദാറ്റ് ലീഡ് ടു ക്ലംബിങ്. അത് RBC കട്ട പിടിക്കാൻ കാരണമാവും. എന്താ ക്ലംബിംഗ് എന്ന് പറഞ്ഞാൽ? ഒരു RBC, അടുത്ത RBCകൾ ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കും. എന്നിട്ട് RBCകളുടെ കട്ട രൂപപ്പെടും. രക്തക്കട്ടയല്ല, RBCകളുടെ കട്ട, RBCകൾ മാത്രം, അതാണ് ക്ലംബിംഗ്. എന്നിട്ട് RBCകൾ ഇങ്ങനെ ക്ലംബിംഗ് സംഭവിച്ചാൽ RBCകൾ പതിയെ നശിക്കാൻ തുടങ്ങും. അതാണ് ഡിസ്ട്രക്ഷൻ ഓഫ് RBC. അപ്പോൾ ഇതാണ് സംഭവിക്കുക. ക്ലിയർ അല്ലേ? സോ ഇൻ കേസ് ഓഫ് മിസ്മാച്ചിങ്, ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ ടേക്സ് പ്ലേസ് ദാറ്റ് ലീഡിങ് ടു ക്ലംബിംഗ് ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് RBC. ഇതാണ് ഉത്തരം എഴുതേണ്ടത്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. റെഡി അല്ലേ മക്കളെ? ഓക്കെ, അപ്പോൾ നമ്മൾ ABO ഗ്രൂപ്പിംഗ് പഠിച്ചു. ഇനി വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് RH ഗ്രൂപ്പിംഗ്. എന്താ ഈ RH ഗ്രൂപ്പിംഗ്? ഞാൻ പറഞ്ഞുതരാം. എടാ, ഒരാൾ A ഗ്രൂപ്പ് ആവില്ല എപ്പോഴാ? അയാളുടെ RBCയുടെ പുറത്ത് ജന്മനാൽ തന്നെ A ആൻറ്റിജൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അയാൾ A ഗ്രൂപ്പാ അല്ലേ? നോക്കടാ, മറ്റൊരാൾ, ഇയാൾക്കും ജന്മനാൽ തന്നെ RBCയുടെ പുറത്ത് A ആൻറ്റിജൻ്റെ പ്രസൻസ് ഉണ്ട്. അപ്പോൾ ഇയാളും A ഗ്രൂപ്പാണ് അല്ലേ? ഇയാളും A ഗ്രൂപ്പാണ്. പക്ഷേ ഇയാളുടെ RBCയുടെ പുറത്ത് മറ്റൊരു ആൻറ്റിജൻ കൂടിയുണ്ട്. ലുക്ക് അറ്റ് ദിസ്. ഇങ്ങനെ ഒരു ആൻറ്റിജൻ, ഇങ്ങനെ ഒരു മോളിക്യൂൾ കൂടിയുണ്ട്. ദിസ് ഈസ് കോൾഡ് RH ആൻറ്റിജൻ.
അപ്പോൾ ഇയാളെ പറ്റി ഞാൻ പറയും, ഇയാൾ വെറും എ ഗ്രൂപ്പ് അല്ല, ഇയാൾ എ ആണ്, പ്ലസ് ഇയാൾക്ക് RH ആൻറ്റിജൻ ഉള്ളത് കൊണ്ട് തന്നെ ഇയാൾ RH പോസിറ്റീവ് ആണ്. സോ ഇയാൾ എ പോസിറ്റീവ് ആണെന്ന് പറയും. ഇയാൾക്ക് എ ഉണ്ട് പക്ഷേ RH ഇല്ല, അതുകൊണ്ട് ഇയാൾ എ ഗ്രൂപ്പ് ആണ്, പക്ഷേ RH ഇല്ലാത്തതുകൊണ്ട് ഇയാൾ RH നെഗറ്റീവ് ആണ്. അപ്പോൾ ഇതാണ് RH ഗ്രൂപ്പിംഗ്. ഇനി ഒരാൾ O ഗ്രൂപ്പ് എപ്പോഴാവുക? ഒരു ആൻറ്റിജനും ഇല്ല, എയും ഇല്ല ബിയും ഇല്ല, അപ്പോൾ O ഗ്രൂപ്പാണ്. പക്ഷേ നോക്കൂ, ദിസ് ഈസ് O ഗ്രൂപ്പ്, എയും ഇല്ല ബിയും ഇല്ല, പക്ഷേ ഇയാൾക്ക് RH ഉണ്ട്. എൻ്റെ ഒരു അവസ്ഥ ഇങ്ങനെയാണ്, എനിക്ക് എയും ബിയും ഒന്നുമില്ല, പക്ഷേ എൻ്റെ RBCയുടെ പുറത്ത് RH ഉണ്ട്. അപ്പോൾ ഞാൻ എന്താ കുട്ടികളെ, O ആണ്, പക്ഷേ എനിക്ക് RH ഉള്ളതുകൊണ്ട് RH പോസിറ്റീവ് ആണോ? പോസിറ്റീവ് ആണ്. ക്ലിയർ ആണോ? ഓക്കെ, സോ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രസൻസ് ഓഫ് അനദർ ആൻറ്റിജൻ കോൾഡ് RH ആൻറ്റിജൻ ഓൺ RBC മെംബ്രെയിൻ. RBCയുടെ മെംബ്രെയിൻ അല്ലെങ്കിൽ RBCയുടെ സർഫേസിൽ RH ആൻറ്റിജൻസിൻ്റെ പ്രസൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, RH പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് പറയുന്നത്. ഓക്കെ, ഈ RH എന്ന് പറയുന്ന പദം വന്നത് റീസസ് കുരങ്ങുകളിൽ നിന്നാണ്. ഓക്കെ, റീസസ് കുരങ്ങുകളിലാണ് ഈ ആൻറ്റിജൻ്റെ പ്രസൻസ് കണ്ടെത്തുന്നത് ആദ്യമായിട്ട്. അതുകൊണ്ട് തന്നെ റീസസ് മങ്കിയിൽ നിന്നാണ് എന്ത് വന്ന കുട്ടികളെ ഇങ്ങനെ ഈ ഒരു പേര് RH എന്ന് പറയുന്ന പേര് നമുക്ക് കിട്ടിയത്. സെറ്റാണോ? ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇനി RH ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമുക്ക് ചോദ്യം വരിക, നമുക്കൊന്ന് നോക്കാം. ശ്രദ്ധിക്കടാ, ഒരാൾ RH പോസിറ്റീവ് ആണെങ്കിൽ അയാൾക്ക് RH പോസിറ്റീവിൽ നിന്ന് ബ്ലഡ് വാങ്ങുന്നതുകൊണ്ട് കുഴപ്പമില്ല, RH നെഗറ്റീവിൽ നിന്നും ബ്ലഡ് വാങ്ങുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇങ്ങനെ ഓർത്താൽ മതി. നമ്മൾ പോസിറ്റീവ് മൈൻഡഡ് ആളുകളാണെങ്കിൽ നമ്മൾ എല്ലാവരെയും സ്വീകരിക്കും അല്ലേ? അതേ സമയത്ത് ഒരാൾ നെഗറ്റീവോളി ആണെങ്കിലോ, അതായത് RH നെഗറ്റീവ് ആണെങ്കിൽ അയാൾ ആരെ മാത്രമേ സ്വീകരിക്കുള്ളൂ എന്നറിയോ? RH നെഗറ്റീവ്. ഒരിക്കലും അയാൾ ആരിൽ നിന്ന് സ്വീകരിക്കൂല? RH പോസിറ്റീവിൽ നിന്ന് സ്വീകരിക്കാൻ പാടില്ല. അങ്ങനെ സ്വീകരിച്ചാൽ പ്രശ്നമാകും, ഡേഞ്ചർ ആണ്. അങ്ങനെ സ്വീകരിച്ചാൽ തട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പറഞ്ഞത് മനസ്സിലായോ? ഡേഞ്ചർ. ഓക്കെ, ഡേഞ്ചറിൻ്റെ സിമ്പിൾ ഇടാം. യെസ്, അങ്ങനെയല്ലേ ഡേഞ്ചറിൻ്റെ സിമ്പിൾ നമ്മൾ ഈ ട്രാൻസ്ഫോമറിൻ്റെ അവിടെയൊക്കെ കാണൂലേ? ഓക്കെ, ഡെങ്കർ അല്ലേ? സോ ഇറ്റ് ഈസ് പ്രോബ്ലം. അപ്പോൾ ദ തിങ് ഈസ്, RH പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിൽ നിന്ന് വാങ്ങാം, RH നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് നിന്ന് മാത്രമേ വാങ്ങാൻ പാടുള്ളൂ. ഇതാണ് ഇതിൻ്റെ ഒരു മാച്ചിങ് എന്ന് പറയുന്ന ഒരു ഉദാഹരണം. ഞാൻ എ പോസിറ്റീവ് ആണെന്ന് ഇമാജിൻ ചെയ്യൂ. ഞാൻ എ പോസിറ്റീവ് ആണെങ്കിൽ ആരിൽ നിന്നൊക്കെ എനിക്ക് വാങ്ങാമെന്ന് അറിയോ? എ പോസിറ്റീവിൻ്റെ അടുത്ത് നിന്ന് വാങ്ങാം, എ നെഗറ്റീവിൻ്റെ അടുത്ത് നിന്ന് വാങ്ങാം. എടാ, ഞാൻ എ ഗ്രൂപ്പ് അല്ലേ, അപ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാം. RH അവിടെ നിൽക്കട്ടെ, എ ആയതുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാം. അപ്പോൾ എ പോസിറ്റീവ് വാങ്ങാം, എ നെഗറ്റീവ്, കാരണം ഞാൻ പോസിറ്റീവാണ്. പോസിറ്റീവിന് പോസിറ്റീവിൽ നിന്ന് വാങ്ങാം, നെഗറ്റീവിൽ നിന്ന് വാങ്ങാം. എടാ, എ ഗ്രൂപ്പുള്ള ആൾക്ക് എയിൽ നിന്ന് മാത്രമാണോ? ഓയിൽ നിന്നും വാങ്ങാൻ പറ്റൂലേ? അപ്പോൾ ഓയിൽ നിന്നും വാങ്ങാം. ഓയും പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, നോ പ്രോബ്ലം. ക്ലിയർ അല്ലേ? സോ ദാറ്റ്സ് ദ ഐഡിയ. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ദിസ് ഈസ് ദ ഐഡിയ. റെഡിയാണോ മക്കളെ? ദിസ് ഈസ് ദ ഐഡിയ. അപ്പോൾ ഈ കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. ഇതിന് ബേസ് ചെയ്തൊരു ചോദ്യം നോക്ക്. എ പേഴ്സൺ വിത്ത് എ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് ഇൻജോർഡ്. ഒരാൾക്ക് എ നെഗറ്റീവ് ആയ ആൾക്ക് ബ്ലഡ് വേണം. പക്ഷേ അയാളുടെ ഫാമിലിയിലുള്ള എ പോസിറ്റീവ് ആയിട്ടുള്ള ആളും ബി നെഗറ്റീവ് ആളും ബ്ലഡ് കൊടുക്കാൻ റെഡിയാണ്. കൊടുക്കാൻ പറ്റുമോ? കൊടുത്താൽ എന്താ സംഭവിക്കാമെന്ന ചോദ്യം. നമുക്ക് എ നെഗറ്റീവ് ആണ്. അപ്പോൾ നമുക്കറിയാം എ ആയതുകൊണ്ട് എയുടെ കയ്യിൽ നിന്ന് വാങ്ങാം, ഒയുടെ കയ്യിൽ നിന്ന് വാങ്ങാം, നോ പ്രോബ്ലം. പക്ഷേ ഇയാൾ നെഗറ്റീവാണ്, അതുകൊണ്ട് എ നെഗറ്റീവിൽ നിന്ന് വാങ്ങാം, ഒ നെഗറ്റീവിൽ നിന്ന് വാങ്ങാം. എ പോസിറ്റീവ് നിന്ന് വാങ്ങാൻ പറ്റുമോ? പറ്റൂല. ബിയിൽ നിന്ന് വാങ്ങാൻ പറ്റുമോ? പറ്റൂല. ബി നെഗറ്റീവോ പോസിറ്റീവോ എന്തായാലും പറ്റൂല. അപ്പോൾ ഇവർ കൊടുത്തു കഴിഞ്ഞാൽ എന്താ? മിസ്മാച്ചിങ് ഉണ്ടാകും. മിസ്മാച്ചിങ് ഉണ്ടായാലുള്ള പ്രശ്നം എന്താ? നമ്മൾ ഓൾറെഡി ആൻസർ പറഞ്ഞു. മിസ്മാച്ചിങ് ഉണ്ടായാൽ എന്താ സംഭവിക്കുക? ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ നടക്കും. ദാറ്റ് ലീഡ് ടു ക്ലംബിംഗ് ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് RBC. മിസ്മാച്ചിങ് എവിടെ സംഭവിച്ചാലും ഇതന്നെ ഉത്തരം. ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ ഒക്കേഴ്സ് ദാറ്റ് ലീഡ് ടു ക്ലംബിംഗ് ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് RBC. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. റെഡി അല്ലേ കുട്ടികളെ? ഓക്കെ, ഇനി അടുത്തൊരു കോൺസെപ്റ്റ് ആണ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്. 2-3 പോയിന്റ്സ് മാത്രം പറഞ്ഞുതരാം. ദിസ് ഈസ് എ കണ്ടീഷൻ in case of if the mother is RH positive ആയിട്ടുള്ള അമ്മ ആൻഡ് ഫീറ്റസ്, ആ അമ്മയുടെ ഗർഭത്തിലിരിക്കുന്ന കുട്ടി, അതാണ് ഫീറ്റസ്, ഗർഭസ്ഥ ശിശു, FOETUS, ഫീറ്റസ്, ഗർഭസ്ഥ ശിശു ഈസ് RH പോസിറ്റീവ്. Sorry, amma positive. I'm really sorry. Amma negative. Okay. So if the mother is RH negative and the fetus is RH positive, fetus RH positive ആയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കുട്ടിക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്. ഓക്കെ, ഇഫ് ദ മദർ ഈസ് RH നെഗറ്റീവ് ആൻഡ് ഫീറ്റസ് ഈസ് RH പോസിറ്റീവ്, ഇത്തരം കണ്ടീഷനിലാണ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവുക. ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ RBC, ഗർഭത്തിലിരിക്കുന്ന കുട്ടിയുടെ RBC നശിക്കാൻ തുടങ്ങും. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ, നോക്കൂ, നമ്മളെല്ലാം പഠിക്കുന്നില്ല, നമ്മൾ ഇതിൻ്റെ ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കുകയാണ്. മദർ RH നെഗറ്റീവും കുട്ടി RH പോസിറ്റീവും ആയി കഴിഞ്ഞാൽ കുട്ടിയുടെ RBC നശിക്കാൻ സാധ്യതയുണ്ട്. അമ്മയിൽ
ചില ആൻറ്റിബോഡികൾ ഉണ്ടാവുകയും ആ ആൻറ്റിബോഡികൾ കുട്ടിയുടെ RBCനെ പോയി അറ്റാക്ക് ചെയ്യുകയും അങ്ങനെ കുട്ടിയുടെ RBC നശിക്കാനും സാധ്യതയുണ്ട്. നമ്മുടെ ആരുടെ കേസിലായാലും RBC ഭയങ്കരമായിട്ട് നശിക്കാൻ തുടങ്ങിയാൽ നമുക്ക് മഞ്ഞപ്പിത്തം വരും. സോ കുട്ടിയുടെ RBC ഗർഭസ്ഥ ശിശുവിൻ്റെ നമ്മൾ ഫീറ്റസ് എന്ന് പറഞ്ഞാൽ ഗർഭസ്ഥ ശിശു എന്നാണ് മീനിങ്. ഓക്കെ, അപ്പോൾ ആ ഗർഭസ്ഥ ശിശുവിന് ജോണ്ടിസ് ഉണ്ടാകും RBC ഭയങ്കരമായി നശിക്കുന്നതുകൊണ്ട്. അങ്ങനെ ആ കുട്ടിയുടെ ബോഡിയിൽ RBCയുടെ എണ്ണവും കുറയൂലേ. RBCയുടെ എണ്ണം കുറയുന്ന അവസ്ഥയാണ് നമ്മൾ അനീമിയ എന്ന് പറയുക. എന്താണ് അനീമിയ? അപ്പോൾ ഇത് രണ്ടും കുട്ടിക്ക് ഉണ്ടാവും. സോ വാട്ട് ഈസ് ദ പ്രോബ്ലം ഇൻ എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്? ദ ഫീറ്റസ് വിൽ ബി ഹാവിങ് ജോണ്ടിസ് ആൻഡ് അനീമിയ. ഈ കണ്ടീഷനിൽ ഫീറ്റസിന് ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫീറ്റസിന് ജോണ്ടിസും ഉണ്ടാകും അനീമിയയും ഉണ്ടാകും. റെഡി അല്ലേ? ഓക്കെ, ഇനി അടുത്തത് ഇവിടെ എന്താ സംഭവിക്കുന്നത്? 100 പേജസ് എബവ് ഉണ്ടാവും. അങ്ങനത്തെ 4 ബുക്സ് ഉണ്ട്. ആയിഷ, നീ ഫോട്ടോയോ PDF അയച്ചു തന്നാൽ മതി. വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ? എന്താ സംഭവിക്കുന്നത്? ഐ ഡോണ്ട് നോ. ഓക്കെ, എന്ത് കോപ്പായാലും ആരും ഫോട്ടോയും വീഡിയോ ഒന്നും ആർക്കും അയച്ചു കൊടുക്കാൻ നിൽക്കണ്ട. എന്തിൻ്റെതായാലും ഇറ്റ്സ് നോട്ട് സേഫ്. ദിസ് വേൾഡ് ഈസ് നോട്ട് സേഫ്. ഓക്കെ ഓക്കെ, നമ്മുടെ എജുപോർട്ടിൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലും ഒക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് കംപ്ലീറ്റ് നോട്ട്സ്. നിങ്ങൾക്ക് ആവശ്യമുള്ള നോട്ട്സും ഫയൽസും എല്ലാം നമ്മൾ തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളാർക്കും അയച്ചു കൊടുത്ത് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ഓക്കെ, എനിവേ, സോ ദാറ്റ് ലീഡ്സ് ടു ജോണ്ടിസ് ആൻഡ് അനീമിയ. മനസ്സിലായല്ലോ? ഇനി നമ്മളോട് ചോദിക്കും എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന്. അങ്ങനെ പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു പണി ചെയ്താൽ മതി. ഇഞ്ചക്ഷൻ ഓഫ് anti-RH ആൻറ്റിബോഡി. നോക്കൂ മക്കളെ, anti-RH ആൻറ്റിബോഡി എന്ന് പറയുന്ന ഇഞ്ചക്ഷൻ കൊടുത്താൽ മതി. ഓക്കെ, ടു മദർ. ഓക്കെ, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ എന്ന് എഴുതണ്ട, ഇഞ്ചക്ട് anti-RH ആൻറ്റിബോഡി ടു ദ മദർ. അമ്മയിലേക്ക് anti-RH ആൻറ്റിബോഡി എന്ന് അറിയപ്പെടുന്ന ആൻറ്റിബോഡിയെ ഇഞ്ചക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ദിസ് ക്യാൻ ബി പ്രിവെൻറ്റഡ്. ഇത് എന്ത് ചെയ്യാൻ പറ്റും കുട്ടികളെ? പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദിസ് ക്യാൻ ബി പ്രിവെൻറ്റഡ് ബൈ ഇഞ്ചക്ടിങ് anti-RH ആൻറ്റിബോഡി ടു ദ മദർ. മദറിന് anti-RH ആൻറ്റിബോഡി ഇഞ്ചക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങൾ ഓർക്കുക. ഏത് കണ്ടീഷനിൽ എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് ഉണ്ടാവുക? അമ്മ നെഗറ്റീവ്, കുട്ടി പോസിറ്റീവ്. കുട്ടി എന്ന് പറഞ്ഞാൽ ഏത് കുട്ടി? ഫീറ്റസ് തന്നെ എഴുതണം. ഗർഭസ്ഥ ശിശുവിന് ഫീറ്റസ് എന്ന് എഴുതണം, അല്ലാതെ ചൈൽഡ് ഈസ് പോസിറ്റീവ് എന്ന് എഴുതരുത്. ചൈൽഡ് എന്ന് പറഞ്ഞാൽ ജനിച്ചതിന് ശേഷമുള്ള കുട്ടിയാണ്. ഫീറ്റസ് ആണ് ഗർഭസ്ഥ ശിശു. മനസ്സിലായല്ലോ? സോ ഇൻ ദിസ് കണ്ടീഷൻ ദ ഫീറ്റസ് വിൽ ബി സഫറിങ് ഫ്രം, ഫീറ്റസിന് എന്തൊക്കെ ഉണ്ടാവും? ജോണ്ടിസ് ആൻഡ് അനീമിയ. ദിസ് ക്യാൻ ബി പ്രിവെൻറ്റഡ് ബൈ ഇഞ്ചക്ടിങ് anti-RH ആൻറ്റിബോഡി. ദിസ് ക്യാൻ ബി പ്രിവെൻറ്റഡ് ബൈ ഇഞ്ചക്ടിങ് anti-RH ആൻറ്റിബോഡി ടു മദർ. മദറിന് anti-RH ആൻറ്റിബോഡി ഇഞ്ചക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുട്ടികളെ? ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. റെഡി അല്ലേ കുട്ടികളെ? നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ബ്ലഡ് ക്ലോട്ടിങ്. അടുത്ത് നമ്മൾ ബ്ലഡ് ക്ലോട്ടിങ്ങിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നോക്കൂ, നമ്മളോട് സാധാരണ 3 മാർക്കിന് ചോദ്യം ചോദിക്കുന്ന ഏരിയയാണ് ബ്ലഡ് ക്ലോട്ടിങ്. നന്നായി ശ്രദ്ധിച്ചോ. ഓക്കെ, നമ്മുടെ ബോഡിയിൽ ഇഞ്ചുറി ഉണ്ടായിക്കഴിഞ്ഞാലാണ് ബ്ലഡ് ക്ലോട്ടിങ് സംഭവിക്കുക. ഇഞ്ചുറി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇഞ്ചുറി ഉണ്ടായ ഭാഗത്ത് കൂടെ സഞ്ചരിക്കുന്ന പ്ലേറ്റ്ലെറ്റുകൾ ഉണ്ടല്ലോ, ദേ പ്രൊഡ്യൂസ് സം കെമിക്കൽസ് കോൾഡ് പ്ലേറ്റ്ലെറ്റ് ഫാക്ടേഴ്സ്. അവന്മാർ പ്ലേറ്റ്ലെറ്റ് ഫാക്ടേഴ്സ് എന്നറിയപ്പെടുന്ന കെമിക്കൽസിനെ ഉണ്ടാക്കും. അതുപോലെ തന്നെ ടിഷ്യൂ, നമ്മുടെ ശരീരത്തിൽ ഇഞ്ചുറി ഉണ്ടായ സ്ഥലത്തുള്ള ടിഷ്യൂ ഉണ്ടല്ലോ, ദേ പ്രൊഡ്യൂസ് ടിഷ്യൂ ഫാക്ടേഴ്സ്. അവർ ടിഷ്യൂ ഫാക്ടേഴ്സ് എന്നറിയപ്പെടുന്ന കെമിക്കൽസിനെ ഉണ്ടാക്കും. ക്ലിയർ ആണല്ലോ? സോ പ്ലേറ്റ്ലെറ്റ് അറ്റ് ദ സൈറ്റ് ഓഫ് ഇഞ്ചുറി ദേ പ്രൊഡ്യൂസ് പ്ലേറ്റ്ലെറ്റ് ഫാക്ടർ. എവിടെയാണോ ഇഞ്ചുറി ഉള്ളത് ആ ഭാഗത്തുള്ള, നോക്കൂ കുട്ടികളെ, ആ ഭാഗത്തുള്ള പ്ലേറ്റ്ലെറ്റുകൾ ദേ പ്രൊഡ്യൂസ് സം കെമിക്കൽസ് കോൾഡ് പ്ലേറ്റ്ലെറ്റ് ഫാക്ടേഴ്സ് ആൻഡ് ടിഷ്യൂ ദേ പ്രൊഡ്യൂസ് ടിഷ്യൂ ഫാക്ടേഴ്സ്. സെറ്റാണോ? ഈ 2 കെമിക്കൽസും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഒരു വലിയ സെറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് നടക്കും. നമ്മുടെ ബ്ലഡിൽ ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസ് നടക്കും. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് കാസ്കേഡ് പ്രോസസ്. എന്താ വിളിക്കുക കുട്ടികളെ? കാസ്കേഡ് പ്രോസസ് എന്നറിയപ്പെടുന്ന ഒരു വലിയ, ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസ് ഉൾപ്പെടുന്ന ഒരു വലിയ റിയാക്ഷൻ നടക്കും. അതിൻ്റെ ഫലമായിട്ട് ത്രോംബോകൈനേസ് എന്നറിയപ്പെടുന്ന ഒരു എൻസൈം രൂപപ്പെടും. ആരാ രൂപപ്പെടുക? ത്രോംബോകൈനേസ്. ഓർക്കെ പറഞ്ഞേ, ത്രോംബോകൈനേസ്. സെറ്റാണോ? ഇത്രയും റെഡി അല്ലേ? ഓക്കെ, ത്രോംബോകൈനേസിന്റെ പണി എന്താണെന്നറിയോ? ഇനി നമ്മുടെ ബ്ലഡിൽ ആരെയും ഉപദ്രവിക്കാതെ കിടന്നിരുന്ന ഒരാളാണ് പ്രോത്രോംബിൻ. ആ പ്രോത്രോംബിൻ എന്നറിയപ്പെടുന്ന ആളെ ഈ ത്രോംബോകൈനേസ് പോയിട്ട് ആക്ടിവേറ്റഡ് ആക്കും. ഓക്കെ, ആൻഡ് ഇറ്റ് കൺവേർട്ട് പ്രോത്രോംബിൻ ഇൻ ടു ത്രോംബിൻ. പ്രോത്രോംബിനെ ത്രോംബിൻ എന്ന് പറയുന്ന രൂപത്തിലേക്ക് മാറ്റും.
അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ ഈ ത്രോംബിൻ പോയിട്ട് നമ്മുടെ ബ്ലഡിലുണ്ടായിരുന്ന ഫൈബ്രിനോജനെ, നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ ബ്ലഡിലുള്ള പ്ലാസ്മയിലുള്ള പ്രോട്ടീനാണ് ഫൈബ്രിനോജൻ അല്ലേ, അതിനെ ഫൈബ്രിൻ എന്ന് പറയുന്ന രൂപത്തിലേക്ക് മാറ്റും. എന്ത് രൂപത്തിലേക്ക് മാറ്റും കുട്ടികളെ? ഫൈബ്രിൻ എന്ന് പറയുന്ന രൂപത്തിലേക്ക് മാറ്റും. ഇങ്ങനെ ഫൈബ്രിൻ രൂപത്തിലേക്ക്, ഈ ഫൈബ്രിനോജൻ ഫൈബ്രിൻ എന്ന് പറയുന്ന രൂപത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഇതാണ് നിങ്ങളുടെ രക്തക്കുഴൽ. ഇതിൻ്റെ ഈ ഭാഗത്താണ് ഇഞ്ചുറി ഉണ്ടായിട്ടുള്ളത്, ഇവിടെയാണ് ഇഞ്ചുറി, ഇതിലൂടെയാണ് ബ്ലഡ് ഒഴുകുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഫൈബ്രിൻ രൂപപ്പെട്ടു. അങ്ങനെ ഫൈബ്രിൻ രൂപപ്പെട്ട് കഴിഞ്ഞാൽ ആ ഫൈബ്രിൻ ഫോം എ നെറ്റ്വർക്ക്, ഫൈബ്രിന് ഒരു നെറ്റ്വർക്ക് രൂപപ്പെടുത്തും. Okay, and within that network the blood cells are getting trapped. The blood cells get trapped within this network. ഈ നെറ്റ്വർക്കിൻ്റെ ഉള്ളിൽ നമ്മുടെ ബ്ലഡ് സെല്ലുകൾ ട്രാപ്പ് ആവും, gets trapped within this network. അങ്ങനെയാണ് എന്ത് രൂപപ്പെടുന്നത്? ബ്ലഡ് ക്ലോട്ട് രൂപപ്പെടുന്നു. ഓക്കെ, ദിസ് ഈസ് കോൾഡ് ബ്ലഡ് ക്ലോട്ട്. ഓക്കെ, ബ്ലഡ് ക്ലോട്ട് ഓർ ഇറ്റ് ഈസ് കോൾഡ് കൊയാഗുലം. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് കൊയാഗുലം. അപ്പോൾ ഇതിൽ ആരൊക്കെയുള്ളത്? ഈ ബ്ലഡ് ക്ലോട്ട് അല്ലെങ്കിൽ കൊയാഗുലത്തിൽ ആക്ച്വലി ആരൊക്കെയുള്ളത് കുട്ടികളെ? ഫൈബ്രിൻ നെറ്റ്വർക്കാണ്. ഫൈബ്രിൻ നെറ്റ്വർക്ക് പ്ലസ് ബ്ലഡ് സെൽസ് അല്ലേ, formed elements, blood cells. The blood cells get trapped within this network and that leading to formation of blood clot or coagulum. ഇനി നമ്മളോട് സാധാരണ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് കുട്ടികളെ, ഏത് അയോണാണ് ബ്ലഡ് ക്ലോട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ളത് ചോദിക്കും. നോക്കൂ, ഈ ഒരു സ്റ്റെപ്പ് നടക്കണമെങ്കിൽ ഇവിടെ കാൽഷ്യം അയോണിൻ്റെ പ്രസൻസ് വേണം, ഈ സ്റ്റെപ്പ് നടക്കണമെങ്കിലും കാൽഷ്യം അയോണിൻ്റെ പ്രസൻസ് വേണം. സോ വിച്ച് അയോൺ ഈസ് എസെൻഷ്യൽ ഫോർ ബ്ലഡ് ക്ലോട്ടിങ്? കാൽഷ്യം അയോൺ. സെറ്റ് ആണല്ലോ. ഓക്കെ, സോ ദീസ് ആർ ദ പോസിബിൾ ക്വസ്റ്റ്യൻസ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളായിട്ട് എഴുതേണ്ടത്. 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് 2019 ചോദിച്ചിട്ടുണ്ട്, 2022 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വീണ്ടും ചോദിച്ചിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ മക്കളെ? ഓക്കെ, 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് അതല്ലാതെയും പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. റെഡിയാണോ? റെഡി ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേ. മക്കളെ, റെഡി ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേ. മക്കളെ. സെറ്റാണോ? റെഡി ആണല്ലേ? വെരി ഗുഡ്. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ലിംഫ്. എങ്ങനെയാണ് ലിംഫ് ഉണ്ടാവുക എന്ന് ചോദിക്കാം. ലിംഫിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെ? ഈ 2 കാര്യം ചോദിക്കാം. നോക്കൂ, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ രക്തക്കുഴലുകളാണ് കാപ്പില്ലറികൾ. എന്താണ്? കാപ്പില്ലറികൾ. ഓക്കെ, സോ സപ്പോസ് ദിസ് ഈസ് എ കാപ്പില്ലറി. കാപ്പില്ലറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ രക്തക്കുഴലുകളെ വിളിക്കുന്ന പേരാണ് കാപ്പില്ലറി. അപ്പോൾ കാപ്പില്ലറിയിലൂടെ ബ്ലഡ് ഇങ്ങനെ ഒഴുകുകയാണ്. കാപ്പില്ലറിയിലൂടെ ബ്ലഡ് ഒഴുകുമ്പോൾ എന്താ സംഭവിക്കുക എന്നറിയോ? ശ്രദ്ധിക്ക്, ദിസ് ഈസ് യുവർ ടിഷ്യൂ. എന്താ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ? ഗ്രൂപ്പ് ഓഫ് സെൽസ് അല്ലേ, സെല്ലുകൾ ഗ്രൂപ്പായിട്ടിരിക്കുന്നതിനെയാണ് നമ്മൾ ടിഷ്യൂ എന്ന് പറയുക. ഇതൊക്കെ സെല്ലുകളാണ്. ഓക്കെ, സോ ഈ ടിഷ്യൂവിൽ സെല്ലുകൾക്ക് ഇടയിലുള്ള സ്പേസ് ഇല്ലേ, സെല്ലുകളുടെ ഇടയിലുള്ള സ്പേസ്, ദാറ്റ് സ്പേസ് ഈസ് കോൾഡ് ടിഷ്യൂ സ്പേസ്. എന്താ വിളിക്കുക? ടിഷ്യൂ സ്പേസ് അല്ലെങ്കിൽ ഇന്റർസ്റ്റീഷ്യൽ സ്പേസ് എന്നൊക്കെ വിളിക്കാം. ഓക്കെ, സോ ലുക്ക്, വെൻ ബ്ലഡ് ഫ്ലോസ് ത്രൂ കാപ്പില്ലറി, ബ്ലഡ് കാപ്പില്ലറിയിലൂടെ ഒഴുകുന്ന സമയത്ത് ബ്ലഡിൽ നിന്ന് കുറച്ച് വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസും ദേ കം ടു ദിസ് ടിഷ്യൂ സ്പേസ്. ഈ ടിഷ്യൂ സ്പേസിലേക്ക് ആരൊക്കെ വരിക? വാട്ടർ ആൻഡ് വാട്ടർ സോല്യൂബിൾ മെറ്റീരിയൽസ്. വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസും ദേ കം ടു ദിസ് സ്പേസ്. ഈ സ്പേസിലേക്ക് വരും. ഓക്കെ, ഈ ടിഷ്യൂ സ്പേസിലേക്ക് വരും. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ടിഷ്യൂ ഫ്ലൂയിഡ്. ഇങ്ങനെ വരുന്ന ആ ഫ്ലൂയിഡിനെയാണ് നമ്മൾ ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് വിളിക്കുക. എന്താണ് കുട്ടികളെ? ടിഷ്യൂ ഫ്ലൂയിഡ്. ഓക്കെ, സോ ദിസ് ഈസ് കോൾഡ് ടിഷ്യൂ ഫ്ലൂയിഡ്. നോക്കൂ, ഇങ്ങനെ നിരന്തരമായിട്ട് ടിഷ്യൂ ഫ്ലൂയിഡ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടിഷ്യൂകളിലേക്കൊക്കെ ഇങ്ങനെ ഫ്ലൂയിഡ് വന്നുകൊണ്ടേ ഇരിക്കല്ലേ. ബ്ലഡിൽ നിന്ന് ഇങ്ങനെ ഫ്ലൂയിഡ് ടിഷ്യൂ സ്പേസിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ വന്നാൽ ബ്ലഡിലെ ഫ്ലൂയിഡിന്റെ അളവ് കുറഞ്ഞു വരാൻ തുടങ്ങൂലേ. അത് മാത്രമല്ല, ടിഷ്യൂകളിലൊക്കെ ഫ്ലൂയിഡ് കെട്ടിക്കിടക്കാൻ തുടങ്ങൂലേ. അപ്പോൾ അത് സംഭവിക്കാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ വരുന്ന ഈ ഫ്ലൂയിഡ് വരുന്നതിനനുസരിച്ച് ആ ഫ്ലൂയിഡിനെ കളക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ബ്ലഡിലേക്ക് തിരിച്ചെത്തിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള നെറ്റ്വർക്ക് ഓഫ് കുഴലുകൾ നമ്മുടെ ബോഡിയിലുണ്ട്. സോ ദാറ്റ് നെറ്റ്വർക്ക് ഓഫ് വെസൽ എന്ന് പറഞ്ഞാൽ കുഴലുകൾ. ആ കുഴലുകളുടെ നെറ്റ്വർക്കിനെയാണ് നമ്മൾ ലിംഫ് വെസൽസ് എന്ന് പറയുന്നത്. ആ കുഴലുകളെയാണ് ലിംഫ് വെസൽസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വി ഹാവ് സ്പെഷ്യൽ വെസൽസ് കോൾഡ് ലിംഫ് വെസൽസ് ഇൻ അവർ ബോഡി ടു കളക്ട് ദിസ് എക്സ്ട്രാ ടിഷ്യൂ ഫ്ലൂയിഡ്. ഈ ടിഷ്യൂ ഫ്ലൂയിഡിനെ കളക്ട് ചെയ്യാൻ വേണ്ടി പ്രത്യേക ലിംഫ് വെസലുകൾ ബോഡിയിലുണ്ട്. സോ ദാറ്റ് ഫ്ലൂയിഡ് ഇൻസൈഡ് ലിംഫ്, ഈ ലിംഫ് വെസലിൽ കാണുന്ന ഈ ടിഷ്യൂ ഫ്ലൂയിഡ് ഉണ്ടല്ലോ, ലിംഫ് വെസലിലേക്ക് കയറി വരില്ലേ, ദാറ്റ് ഈസ് കോൾഡ് ലിംഫ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലിംഫ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഭാഷയിൽ എഴുതി വെക്കാൻ പറ്റണം. ഇതുപോലൊരു ചിത്രം കൂടെ വരച്ചു വെക്കുക. ഓക്കെ, ഇവിടുന്ന് ഇങ്ങനെ കയറി പോകുന്നതായിട്ട് കാണിക്കുക. സെറ്റല്ലേ മക്കളെ? ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് ലിംഫ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ലിംഫ് എന്ന് വിളിക്കുക. ഇനി നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ് ലിംഫിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെ. അപ്പോൾ ലിംഫ് എങ്ങനെ ഉണ്ടാവുക എന്ന് പഠിച്ചു. ഇനി ലിംഫിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്? ലിംഫിന്റെ ഫംഗ്ഷൻസ് എന്ന് അറിയാം. ഒന്ന്, ഹെൽപ്സ് ഇൻ ദ ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ്,
ഹോർമോൺസ് എറ്റ്സെട്ര. നോക്കൂ, നമ്മുടെ ടിഷ്യൂകളിലേക്കൊക്കെ ന്യൂട്രിയൻസ്, ബ്ലഡിൽ നിന്ന് ന്യൂട്രിയൻസ് എത്തുന്നത് ഈ ലിംഫ് ഉണ്ടാകുമ്പോൾ ആ വരുന്ന ഫ്ലൂയിഡിൻ്റെ കൂടെയല്ലേ. അതുപോലെ നമ്മുടെ ബോഡിയിൽ ഹോർമോണുകൾ നമ്മുടെ ടിഷ്യൂകളിലെ ഓരോ സെല്ലുകളിലേക്കും എത്തുന്നത് ഈ പറയുന്ന ടിഷ്യൂ ഫ്ലൂയിഡിലൂടെ അല്ലെങ്കിൽ ലിംഫിലൂടെയാണ്. റെഡി അല്ലേ മക്കളെ? ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. രണ്ടാമത്തെ ഫംഗ്ഷൻ ആണ് കുട്ടികളെ, ശ്രദ്ധിച്ചോ മക്കളെ, രണ്ടാമത്തെ ഫംഗ്ഷൻ ആണ് ഇറ്റ് ഹെൽപ്സ് ഇൻ ഫാറ്റ് അബ്സോർപ്ഷൻ ഫ്രം ഇൻഡസ്റ്റൈൻ. നമ്മുടെ കുടലിൽ നിന്ന് ഫാറ്റ്, നമ്മൾ കഴിക്കുന്ന ഫുഡിലുള്ള ഫാറ്റിൻ്റെ അബ്സോർപ്ഷൻ നടക്കണമെങ്കിൽ നമ്മുടെ കുടലിൽ ലിംഫിൻ്റെ പ്രസൻസ് വേണം. ലിംഫിലൂടെ മാത്രമേ നമുക്ക് ഫാറ്റിനെ അബ്സോർബ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ലിംഫിൻ്റെ സഹായത്തോടെ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഇത് വളരെ വാലിഡ് പോയിന്റ് ആണ്, ഫാറ്റ് അബ്സോർപ്ഷൻ ഫ്രം ഇൻഡസ്റ്റൈൻ. അത് മാത്രമല്ലടാ, ഇറ്റ് ഹാസ് ലിംഫോസൈറ്റ്സ്. നമ്മുടെ ലിംഫ് വെസലുകളിൽ ധാരാളം ലിംഫോസൈറ്റുകൾ എത്തിപ്പെടും. അവരെത്തുന്ന മെക്കാനിസം ഒന്നും അറിയേണ്ട, നമ്മുടെ ലിംഫ് വെസലുകളിലേക്ക് ലിംഫോസൈറ്റുകൾ എത്തിപ്പെടും. നമ്മൾ ബ്ലഡിൽ കാണുന്ന ബി ലിംഫോസൈറ്റും ടി ലിംഫോസൈറ്റും ഒക്കെ എത്തിപ്പെടും. ഓക്കെ, സോ ആ ലിംഫോസൈറ്റുകൾ ഈ ലിംഫിൽ, ആ ലിംഫ് വെസലിലുള്ള ഫ്ലൂയിഡിനകത്ത്, ആ ലിംഫിനകത്ത് ഉണ്ടാവും. ആൻഡ് ദാറ്റ് പ്രൊവൈഡ് ഇമ്മ്യൂണിറ്റി. അയാൾ നമുക്ക് രോഗപ്രതിരോധ ശേഷി തരും, അവർ നമുക്ക് രോഗപ്രതിരോധ ശേഷി തരും. ദാറ്റ് പ്രൊവൈഡ് ഇമ്മ്യൂണിറ്റി. ക്ലിയർ ആണോ? ഓക്കെ, സോ ദീസ് ആർ ദ ഫങ്ഷൻസ് ഓഫ് ലിംഫിൻ്റെ ഫങ്ഷൻസ് ആണ് കുട്ടികളെ ഇതൊക്കെ. റെഡി അല്ലേ മക്കളെ? ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ആദ്യ ഭാഗം നമ്മൾ തീർത്തിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അബൌട്ട് ഡബിൾ സർക്കുലേഷൻ, അതുപോലെ ഹാർട്ടിൻ്റെ സ്ട്രക്ചർ, കാർഡിയാക് സൈക്കിൾ. ഓക്കെ, കാർഡിയാക് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഹാർട്ട് ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഹാർട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കും, അതാണ് കാർഡിയാക് സൈക്കിൾ. അതുപോലെ നമ്മുടെ ബ്ലഡ് വെസൽസിൻ്റെ സ്ട്രക്ചർ എന്താണെന്നുള്ളത്. ദാറ്റ് ഈ സിമ്പിളായിട്ട് ഹാർട്ടിൻ്റെയും ബ്ലഡ് വെസൽസിൻ്റെയും സ്ട്രക്ചർ നമുക്ക് പഠിക്കണം. ഹാർട്ടിൽ എങ്ങനെയാണ് ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് കാർഡിയാക് സൈക്കിൾ. അതിന് 1-2 പോയിന്റ്സ് മാത്രം, ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പഠിക്കേണ്ട, 1-2 പോയിന്റ്സ് പഠിക്കണം. ആൻഡ് ദെൻ ഡബിൾ സർക്കുലേഷൻ, നമ്മുടെ ബോഡിയിലുള്ള പ്രത്യേക സർക്കുലേഷനാണ് ഡബിൾ സർക്കുലേഷൻ. സോ ഹൗ ദാറ്റ് വർക്ക്സ്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. ആദ്യം തന്നെ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഡബിൾ സർക്കുലേഷൻ. ശ്രദ്ധിക്കുക, അപ്പം നമുക്ക് നമ്മുടെ ഹാർട്ട് ഒന്ന് വരക്കാം. ഓക്കെ, നോക്കൂ മക്കളെ, നമ്മുടെ ഹാർട്ടിന് 4 ചേംബറാണ് ഉള്ളത്. ഏതൊക്കെയാടാ? വി ഹാവ് റൈറ്റ് എട്രിയം, ലെഫ്റ്റ് എട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഇതെല്ലാവർക്കും അറിയില്ലേ? ഇതെല്ലാവർക്കും അറിയുന്ന പോയിന്റ് ആണെന്ന് ഞാൻ കരുതുന്നു. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാവും അല്ലേ? നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് റൈറ്റ് എട്രിയത്തിലേക്കാണ് എത്തുക. ഓക്കെ, സോ ദിസ് ഈസ് ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം ബോഡി പാർട്സ്. നിങ്ങളുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്നുള്ള ഓക്സിജൻ ഇല്ലാത്ത ബ്ലഡ് ഹാർട്ടിൻ്റെ റൈറ്റ് എട്രിയത്തിലേക്കാണ് വരിക. അവിടെ നിന്ന് ആ ബ്ലഡ് നേരെ റൈറ്റ് വെൻട്രിക്കിളിലേക്ക് എത്തും. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ആ ഡിയോക്സിജനേറ്റഡ് ബ്ലഡിനെ നമ്മുടെ ലങ്സിലേക്ക് പമ്പ് ചെയ്യും. എങ്ങോട്ടാണ് പമ്പ് ചെയ്യുക? ലങ്സിലേക്ക്. ഓക്കെ, നമ്മുടെ ശ്വാസകോശങ്ങളിലേക്ക് പമ്പ് ചെയ്യപ്പെടും. ലങ്സിൻ്റെ പണി എന്താ? ഡിയോക്സിജനേറ്റഡ് ബ്ലഡിലേക്ക് ഓക്സിജൻ നിറച്ചുകൊണ്ട് അതിനെ ഓക്സിജനേറ്റഡ് ബ്ലഡ് ആക്കി മാറ്റും അല്ലേ? സോ ലങ്സിലേക്ക് ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് എത്തിക്കഴിഞ്ഞാൽ ലങ്സ് എന്താ ചെയ്യുക? അതിനെ ഓക്സിജനേറ്റഡ് ബ്ലഡ് ആക്കി മാറ്റും. അതിലെ കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ റിമൂവ് ചെയ്തുകൊണ്ട് അതിലേക്ക് നിറയെ ഓക്സിജനെ നിറക്കും. സോ ദെൻ ഇറ്റ് ബിക്കം ഓക്സിജനേറ്റഡ് ബ്ലഡ് അല്ലേ? അപ്പോൾ അത് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആയിട്ട് മാറും. ആ ഓക്സിജനേറ്റഡ് ബ്ലഡ് ലെഫ്റ്റ് എട്രിയത്തിലേക്ക് വരും. അവിടെ നിന്ന് അത് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് എത്തും. സെറ്റാണോ? ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഓക്സിജനേറ്റഡ് ബ്ലഡിനെ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പമ്പ് ചെയ്യപ്പെടും. ഓക്കെ, നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പമ്പ് ചെയ്യപ്പെടും. ദാറ്റ് ഈസ് ടു യുവർ ബോഡി പാർട്സ്. ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പമ്പ് ചെയ്യപ്പെടും. ശരീരത്തിൻ്റെ ഭാഗങ്ങൾ എന്താ ചെയ്യുക? ഓക്സിജനേറ്റഡ് ബ്ലഡിൽ നിന്ന് ഓക്സിജൻ വലിച്ചെടുക്കുകയും അതിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് നിറക്കുകയും ചെയ്യും. അപ്പോൾ ആ ബ്ലഡ് വീണ്ടും എന്തായിട്ട് മാറും കുട്ടികളെ? ഡിഓക്സിജനേറ്റഡ് ബ്ലഡ് ആയിട്ട് മാറും. ക്ലിയർ ആണോ? ഓക്കെ, സോ ദാറ്റ് ഈസ് ദിസ് സർക്കുലേഷൻ. ഇതാണ് നമ്മൾ ഡബിൾ സർക്കുലേഷൻ എന്ന് പറയാം. അപ്പോൾ നമ്മുടെ സർക്കുലേഷൻ നോക്കി, ഈ ഒരു ഡയഗ്രാം വരക്കാൻ വേണ്ടി ചിലപ്പോൾ ചോദിക്കും കേട്ടോ. ഓക്കെ, ഡ്രോ എ ഡയഗ്രാം ഷോയിങ് ഡബിൾ സർക്കുലേഷൻ എന്നൊരു 2 മാർക്ക് ചോദ്യമായിട്ട് ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. റെഡിയാണോ? ഐ ഹോപ്പ് ദിസ് കോൺസെപ്റ്റ് ഈസ് ക്ലിയർ. സെറ്റ് അല്ലേ മക്കളെ? ഓക്കെ, ഇനി നമ്മളോട് ചോദിക്കും ഈ ഡബിൾ സർക്കുലേഷൻ എങ്ങനെയാണ് ഇതൊരു ഡബിൾ സർക്കുലേഷൻ ആവുന്നത്? നോക്ക്, ഹാർട്ടിൽ നിന്ന് തുടങ്ങി ഹാർട്ടിൽ അവസാനിക്കുന്ന ഒരു സർക്കുലേഷൻ കണ്ടോ? റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ലങ്സിലേക്ക് ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് പോകുന്നു. അവിടെ നിന്ന് തിരിച്ച് ലെഫ്റ്റ് അട്രിയത്തിലേക്ക് വരുന്നു. സോ ദിസ് സർക്കുലേഷൻ, ഇതൊരു സർക്കുലേഷൻ ആണ്. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ്, ഇതിനെ നമ്മൾ പൾമണറി സർക്കുലേഷൻ എന്നാണ് വിളിക്കുക. എന്താണ് കുട്ടികളെ? പൾമണറി സർക്കുലേഷൻ എന്ന് വിളിക്കും. സോ പൾമണറി സർക്കുലേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താ? കോമൺ സെൻസ് യൂസ് ചെയ്യേ.
It helps in the oxygenation of blood. ബ്ലഡിലേക്ക് ഓക്സിജൻ എത്തിക്കുന്നു. ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ഓക്സിജനേഷൻ ഓഫ് ബ്ലഡ്. അതാണ് അയാളുടെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ അയാളുടെ ഇമ്പോർട്ടൻസ്. അങ്ങനെയൊക്കെ ചോദിക്കുക. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് 2 types of circulation, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഡബിൾ സർക്കുലേഷൻ? സോ നമ്മൾ പറയും ഇൻ ഡബിൾ സർക്കുലേഷൻ ദ പൾമണറി സർക്കുലേഷൻ ഹെൽപ്സ് ഇൻ ദ ഓക്സിജനേഷൻ ഓഫ് ബ്ലഡ്. ബ്ലഡിന്റെ ഓക്സിജനേഷന് സഹായിക്കുന്നു. ആൻഡ് ദി സർക്കുലേഷൻ, ഇനി രണ്ടാമത്തെ സർക്കുലേഷൻ എന്താ? ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ബോഡി പാർട്സിലേക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡിനെ കൊടുത്ത് ബോഡി പാർട്സിൽ നിന്ന് ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് റൈറ്റ് അട്രിയത്തിലേക്ക് എത്തുന്ന, ഹാർട്ടിൽ നിന്ന് തുടങ്ങി ഹാർട്ടിൽ അവസാനിക്കുന്ന അടുത്ത സർക്കുലേഷൻ. ദിസ് ഈസ് കോൾഡ് സിസ്റ്റമിക് സർക്കുലേഷൻ. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിസ്റ്റമിക് സർക്കുലേഷൻ. സോ ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താ കുട്ടികളെ? ഈ സിസ്റ്റമിക് സർക്കുലേഷൻ പ്രൊവൈഡ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ടു ദ ടിഷ്യൂസ്. നമ്മുടെ ഓരോ ടിഷ്യൂസിനും ഓക്സിജനും ന്യൂട്രിയൻസും കൊടുക്കുന്നത് ആരാണ് കുട്ടികളെ? സിസ്റ്റമിക് സർക്കുലേഷൻ ആണ്. ഓക്കെ, ക്ലിയർ ആണോ? വീണ, നിന്റെ ഫോട്ടോ ആണോ പ്രൊഫൈൽ? അപ്പൂസിന്റെ കമന്റാ മക്കളെ. ഈ എന്താടാ അവളെ കെട്ടാൻ പോവാണോ? എന്തുവാടാ പറഞ്ഞു പോവാണ്. ഇത് മൈൻഡ് ആക്കണ്ടെന്ന് ഞാൻ കരുതാറുണ്ട്. കോഴിത്തരത്തിനൊക്കെ ഒരു അതിരില്ലേ. ക്ലാസ് കേൾക്കാൻ വന്നാ പഠിക്കണം എന്നൊന്നുമല്ല ബോധം. എടാ, പെണ്ണെല്ലാം വീട്ടുകാർ കെട്ടിച്ചെരുടാ, നല്ല ജോലിയും കൂലിയൊക്കെ ഉണ്ടെങ്കിൽ പഠിച്ചിട്ട്. പഠിക്കൂല മര്യാദക്ക്, മേപ്പെട്ട് നോക്കി അങ്ങനെ നടക്കും. എന്നിട്ട് ജോലിയില്ല, കൂലിയില്ല. എന്നിട്ട് ഏതോ പെണ്ണ് സെറ്റായിട്ടുണ്ടാവും ചിലപ്പോൾ അല്ലേ? ഇങ്ങനെ പിന്നാലെല്ലാം നടന്ന് ഏതോ പെൺകുട്ടികളോ ചെക്കന്മാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സെറ്റായി പോകും. പ്രായം അതല്ലേ അല്ലേ? ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ ഹോർമോൺസ്. നമുക്കൊരു പരിധി വരെ എന്താ ചെയ്യാം. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും പൊട്ടനാണ്, ഇവനെ കെട്ടിയിട്ട് കാര്യമില്ല. കാരണം ഇവന് ജോലിയില്ല, കൂലിയില്ല, ബോധവും ഇല്ല. അപ്പോൾ അവൾ അവളുടെ പാട് നോക്കും. അപ്പോൾ പറയും അവൾ എന്നെ തേച്ചു, അവൾ എന്നെ അയേൺ ചെയ്തു എന്നൊക്കെ പറയും. അയേൺ അല്ല, കോപ്പാണ്. ഞാനിത് കേൾക്കുമ്പോൾ എനിക്ക് ഇതുപോലെ കടലിലും കൊണ്ടുപോയി എറിയാനേ തോന്നി ഇതെല്ലാം പറയുന്ന ചെക്കന്മാർ. അവൾ എന്നെ തേച്ചു. എന്ത് തേക്കുക? നീ മണ്ടനാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ അവളുടെ പാട് നോക്കിപ്പോയി. മനുഷ്യർക്ക് ഈ ലോകത്ത് ഒരൊറ്റ ജീവിതമല്ലേ കുട്ടികളെ ഉള്ളൂ. ആ ഒരു ജീവിതം ഒരു മണ്ടനെ കെട്ടി ഇങ്ങനെ സഹിച്ച് ജീവിക്കണോ? ഒരു മണ്ടിയെ കെട്ടി ഇങ്ങനെ സഹിച്ച് ജീവിക്കണോ? ലൈഫ് ഹാസ് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. എനിവേ, ക്ലാസ് വന്നിട്ട് അങ്ങനെ ഇത് തന്നെ. നിന്റെ പ്രൊഫൈൽ പിക്ചർ ആരാ? ശ്രദ്ധിച്ചോ? സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഡബിൾ സർക്കുലേഷൻ. എൻ്റെ മൂഡ് പോയി, ഞാൻ നിർത്തുക, പോവാ. ഓക്കെ, എനിവേ, അപ്പോൾ ഡബിൾ സർക്കുലേഷൻ പഠിച്ചല്ലോ. സോ ചോദ്യം നോക്ക്, മേക്ക് എ ഡയഗ്രമാറ്റിക് സ്കെച്ച് ഓഫ് ഹ്യൂമൻ ഡബിൾ സർക്കുലേഷൻ. ഓക്കെ, അപ്പോൾ അത് നമ്മളോട് അങ്ങനെ ചോദിക്കാം. സാറിൻ്റെ ജോലി എന്താണ്? ഐ മീൻ റിയൽ പ്രൊഫഷൻ. എൻ്റെ ജോലി എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഒരു കുട്ടി കുറേ സമയമായി ചോദിക്കുന്നുണ്ട്, എനിക്ക് പറയാൻ നിങ്ങൾ പറഞ്ഞു കൊടുത്തു. എൻ്റെ പവർ വരട്ടെ. ഓക്കെ, എജുപോർട്ട് എൻ്റെ കുട്ടികളുടെ പവർ വരട്ടെ. ആ ചോദ്യം ചോദിച്ച ആൾക്കൊന്ന് പറഞ്ഞു കൊടുത്തേ. ഓക്കെ, സോ അങ്ങനെ നല്ല നല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചെയ്തോളൂ. വേറെ പ്രവർത്തനങ്ങൾ, കുൽസിത പ്രവർത്തനങ്ങൾ നടക്കരുത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. റെഡിയാണോ മക്കളെ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ റെഡിയാണെങ്കിൽ കുറച്ച് ലവ് സിമ്പിൾ ഇട്ടെ. റെഡിയാണോ? നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകണം. ഓൾമോസ്റ്റ് 1 hour കഴിഞ്ഞു. അടുത്ത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തീർക്കാം. ഓക്കെ, സോ റെഡിയാണോ? റെഡിയാണെങ്കിൽ കുറച്ച് ലവ് സിമ്പിളും സെറ്റാണെന്ന് പറഞ്ഞ മക്കളെ. ഓക്കെ, റെഡിയാണോ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ റെഡിയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യ് പ്ലീസ് 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 പ്ലീസ്. പാർട്ട് ടൈം ആണോ? അല്ലടാ, ഓവർ ടൈം ആണ്. എന്തൊക്കെയാണ്? ഓക്കെ, റെഡിയാണോ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ റെഡിയാണോ? റെഡിയാണല്ലേ? ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ്. കം ഹിയർ. ഇനി നമുക്ക് നോക്ക്, മതി ഇനി കമന്റ് സെക്ഷനിലെ പരിപാടിയൊക്കെ മതി. ഇനി കം ഹിയർ. നമുക്ക് ഇനി ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഭാഗം, ഇനി ഒരു ഗ്യാപ്പ് തരും. അപ്പോൾ നമുക്ക് കമന്റ് സെക്ഷനിൽ കുറച്ച് തമാശയൊക്കെ പറയാം. ഓക്കെ, നോ കം ഹിയർ. ഹാർട്ട്. എടാ, ഹാർട്ടിന്റെ സ്ട്രക്ചറും ഹാർട്ടിന്റെ ഫംഗ്ഷനും നമുക്കിപ്പോൾ സമയം 7:56. നമുക്കൊരു 15 മിനിറ്റ് കൊണ്ട് പഠിച്ചു തീർക്കാം. നന്നായി ശ്രദ്ധിക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ. സോ ലുക്ക്, ഹാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ എംബ്രിയോയിൽ എത്ര ലെയർ ഉണ്ട്? എക്ടോഡം, എൻഡോഡം, മീസോഡം അല്ലെ? അതിലെ മീസോഡേമിൽ നിന്നുണ്ടായ അവയവാണ് ഹാർട്ട്. ഹാർട്ട് ഈസ് എ മീസോഡെർമലി ഡിറൈവ്ഡ് ഓർഗൻ. മീസോഡേമിൽ നിന്നുണ്ടായ അവയവാണ്. ഇനി ഹാർട്ടിന് ഉണ്ടാക്കിയിട്ടുള്ള മസിൽ ഉണ്ടല്ലോ. നമ്മുടെ ശരീരത്തിൽ പലതരം മസിൽ ഉണ്ട്. അതിൽ ഹാർട്ടിൽ കാണുന്ന മസിലാണ് കാർഡിയാക് മസിൽ. സോ ദ എൻറ്റയർ ഹാർട്ട് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് വാട്ട് മസിൽ? കാർഡിയാക് മസിൽ. ഇനി ഹാർട്ട് എവിടെയാണുള്ളത്? നമ്മുടെ ലെങ്ങൊക്കെ ഇരിക്കുന്ന ആ ഭാഗത്ത് തന്നെ. ദാറ്റ് ഈസ് ഇൻ ദ തൊറാസിക് ക്യാവിറ്റിയിലാണ് ഹാർട്ട് ഉള്ളത്. ബിറ്റ്വീൻ ദ ലങ്സിന്റെ ഇടയിലാണ്. ആൻഡ് സ്ലൈറ്റ്ലി ടിൽറ്റഡ് ടു ലെഫ്റ്റ്. ഒരു ഇത്തിരി ലെഫ്റ്റിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞിട്ടായിരിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് സ്ലൈറ്റ്ലി ടിൽറ്റഡ് ടു ലെഫ്റ്റിലേക്ക് ഒരു ഇത്തിരി ചെരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. സെറ്റ് അല്ലേ? നൗ ഇനി നമ്മളോട് ചോദിക്കും, നമ്മുടെ ഹാർട്ടിന്, നമ്മുടെ ലെങ്ങിന് കവറിങ് ഉണ്ടായിരുന്നില്ലേ? അതിന് നമ്മൾ എന്താ വിളിച്ച്? പ്ലൂര എന്നല്ലേ വിളിച്ച്. അതുപോലെ നമ്മുടെ ഹാർട്ട്, സപ്പോസ് ദിസ് ഈസ് യുവർ ഹാർട്ട്. നമ്മുടെ ഹാർട്ടിനെ കവർ ചെയ്തുകൊണ്ട് 2 ലെയറുള്ള ഒരു കവറിങ് ഉണ്ട്. ദർ ഈസ് എ ഡബിൾ ലെയേർഡ് കവറിങ് ആൻഡ് ദിസ് കവറിങ് ഈസ് കോൾഡ് പെരികാർഡിയം. കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ചോദ്യം കേട്ടോ, നിങ്ങൾ തൊട്ട് മുമ്പ് നടന്ന എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് കോൾഡ് പെരികാർഡിയം.
പെരിക്കാർഡിയം. അപ്പോൾ നമുക്കൊരു ഉള്ളിൽ ഒരു പെരിക്കാർഡിയത്തിൻ്റെ ഒരു ലെയർ ഇതാ, പുറമെ ഒരു ലെയർ ഇതാ. ഈ രണ്ട് ലെയറിൻ്റെയും ഇടയിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ദാറ്റ് ഫ്ലൂയിഡ് ഈസ് കോൾഡ് പെരിക്കാർഡിയൽ ഫ്ലൂയിഡ്. എന്താ വിളിക്കുക? പെരിക്കാർഡിയൽ ഫ്ലൂയിഡ് എന്നാണ് ആ ഫ്ലൂയിഡിനെ വിളിക്കുക. അത് ഇതിനെ സഹായിക്കുന്നത്. പ്ലൂരൽ ഫ്ലൂയിഡ് എന്തിനാ സഹായിച്ചോർമ്മയില്ലേ? രണ്ട് ലെയർ, അതിൻ്റെ ഇടയിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ടെങ്കിൽ ആ ലെയറുകൾ തമ്മിൽ കൂട്ടി ഉരസുന്നത്, ഫ്രിക്ഷൻ തടയാനാണ് ഇത് സഹായിക്കുന്നത് അല്ലേ? സോ ഇറ്റ് ഹെൽപ്സ് ഇൻ റെഡ്യൂസിങ് ദ ഫ്രിക്ഷൻ കുറക്കാനാണ് സഹായിക്കുന്നത്. സെറ്റല്ലേ മക്കളെ? ഓക്കെ, ഇത് നമ്മുടെ ഹാർട്ടിന്റെ സ്ട്രക്ചർ NCERT തന്നൊരു ഡയഗ്രം. ഈ ഡയഗ്രം നമുക്കൊന്ന് പഠിക്കാം. നോക്ക്, ദിസ് ഈസ് യുവർ, നല്ലോണം ശ്രദ്ധിച്ചോട്ടോ. അല്ലേ വേണ്ട, ഞാനൊന്ന് സിമ്പിളായിട്ട് പെട്ടെന്ന് വരച്ചുതരാം. നല്ലോണം നോക്കിക്കോ, ഭയങ്കര ലുക്കൊന്നും ഉണ്ടാവില്ല, സ്പീഡിൽ വരയ്ക്കുകയാണ്. ഓക്കെ, സോ നമുക്കറിയാം 2 അട്രിയം ഉണ്ട്, 2 വെൻട്രിക്കിൾ ഉണ്ട് എന്നൊക്കെ നമുക്കറിയാം അല്ലേ? സോ ലുക്ക്, ഓക്കെ, സോ നമുക്ക് 2 അട്രിയം ഉണ്ട്. ആ അട്രിയങ്ങളാട്ടോ ഞാൻ വരച്ചു തുടങ്ങിയത്. ആൻഡ് വി ഹാവ് 2 വെൻട്രിക്കിൾസ് അല്ലേ? സോ ലുക്ക്, ശ്രദ്ധിച്ചോ. ഓക്കെ, നോക്ക്, ഇതാണ് റൈറ്റ് അട്രിയം, ലെഫ്റ്റ് അട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ. സെറ്റ് അല്ലേ? നോക്ക്, വെൻട്രിക്കിളിൻ്റെ വാള് എപ്പോഴും അട്രിയത്തെക്കാൾ തിക്നെസ് കൂടുതലായിരിക്കും. അതിൽ തന്നെ ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെ വാള് എപ്പോഴും റൈറ്റ് വെൻട്രിക്കിളിനേക്കാൾ തിക്നെസ് കൂടുതലായിരിക്കും. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? റൈറ്റ് വെൻട്രിക്കിൾ ലങ്സിലേക്കാണ് ബ്ലഡിനെ പമ്പ് ചെയ്യുന്നത്. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് ലങ്ങിലേക്കാണ് പമ്പ് ചെയ്യപ്പെടുന്നത്. ലങ് ഹാർട്ടിൻ്റെ തൊട്ടടുത്തല്ലേ? തൊട്ടടുത്തുള്ള ഒരു ഭാഗത്തേക്ക് ബ്ലഡിനെ പമ്പ് ചെയ്യാൻ ഭയങ്കര ഫോഴ്സ് വേണോ? വേണ്ട. അതേസമയത്ത് ലെഫ്റ്റ് വെൻട്രിക്കിൾ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും പമ്പ് ചെയ്യാണ്. സോ ഇറ്റ് റിക്വയർ ലോഡ്സ് ഓഫ് ഫോഴ്സ് അല്ലേ? നല്ല ഫോഴ്സ് വേണം. സോ ടു പ്രൊവൈഡ് ദാറ്റ് മച്ച് ഫോഴ്സ്, ദ വാൾ ഓഫ് ലെഫ്റ്റ് വെൻട്രിക്കിൾ ഈസ് മച്ച് തിക്കർ വെൻ കമ്പയർഡ് ടു റൈറ്റ് വെൻട്രിക്കിൾ. ഈ ചിത്രം നോക്കിയാൽ കാണാൻ പറ്റും, ചോദിക്കും ചിലപ്പോൾ പരീക്ഷയ്ക്ക്. ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെ വാളിന്റെ തിക്നെസ് കുറഞ്ഞാൽ എന്താ സംഭവിക്കുക? ദ ബ്ലഡ് ഫ്ലോ ടു സിസ്റ്റമിക് സർക്കുലേഷൻ വിൽ ഡിക്രീസ് അല്ലേ? ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നാണ് സിസ്റ്റമിക് സർക്കുലേഷനിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യപ്പെടുന്നത്, എല്ലാ ഭാഗത്തേക്കും ബ്ലഡ് പോകുന്നത്. സോ ദ ബ്ലഡ് ഫ്ലോ ടു സിസ്റ്റമിക് സർക്കുലേഷൻ വിൽ ഡിക്രീസ്. അതായിരിക്കണം നിങ്ങളുടെ ഉത്തരം. റെഡി അല്ലേ? ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഇനി നോക്ക്, നമ്മുടെ റൈറ്റ് അട്രിയത്തിലേക്ക് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള രക്തക്കുഴലുണ്ട്. ആൻഡ് ദിസ് ഈസ് കോൾഡ് വീന കാവ. ഇതിനെ വിളിക്കുന്ന പേരാണ് വീന കാവ. ഓക്കെ, വീന കാവ. സെറ്റല്ലേ? അപ്പോൾ ഈ വീനക്കാവയിലൂടെ ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് എങ്ങോട്ടേക്ക് എത്തൂടാ? റൈറ്റ് അട്രിയത്തിലേക്ക് എത്തും. അവിടെ നിന്ന് ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് എത്തും. ഈ റൈറ്റ് അട്രിയത്തിൻ്റെയും റൈറ്റ് വെൻട്രിക്കിളിൻ്റെയും ഇടയിലുള്ള ഈ ഒരു ഓപ്പണിംഗ് ഉണ്ടല്ലോ, അവിടെ ഒരു വാൾവിൻ്റെ പ്രസൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ദാറ്റ് വാൾവ് ഈസ് കോൾഡ് ട്രൈകസ്പിഡ് വാൾവ്. എന്താണ് മക്കളെ? ട്രൈകസ്പിഡ് വാൾവ്. എന്താണ്? ട്രൈകസ്പിഡ് വാൾവ്. ഓക്കെ, സോ ആ ട്രൈകസ്പിഡ് വാൾവിലൂടെ ഡിഓക്സിജനേറ്റഡ് ബ്ലഡ് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് എത്തും. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഡിഓക്സിജനേറ്റഡ് ബ്ലഡിനെ നിങ്ങളുടെ ലങ്ങിലേക്ക് പമ്പ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് യു ഹാവ് അനദർ ബ്ലഡ് വെസൽ ഹിയർ. ഓക്കെ, ലുക്ക്, നിങ്ങളുടെ ഹാർട്ടിൽ നിന്ന് ലങ്ങിലേക്ക് ബ്ലഡിനെ കൊണ്ടുപോകുന്ന, റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ലങ്ങിലേക്ക് ബ്ലഡിനെ കൊണ്ടുപോകുന്ന രക്തക്കോയിലാണിത്. ഇതിങ്ങനെ സഞ്ചരിച്ചിട്ട് ഈ അട്രിയത്തിൻ്റെ ബാക്കിലൂടെ വരും. ഓക്കെ, വെൻട്രിക്കിളിൽ നിന്ന് ഇങ്ങനെ പോയി അട്രിയത്തിൻ്റെ ബാക്ക് സൈഡിലൂടെ വന്നിട്ട് ഇറ്റ് ഓപ്പൺസ് ഹിയർ. ഇവിടെ വന്നിട്ട് ഓപ്പൺ ചെയ്യും. ഇങ്ങനെ ബാക്കിലൂടെ വന്നിട്ട് അവസാനം ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്ത് 2 ലങ്ങിലേക്കും ഇങ്ങനെ പോകും. ക്ലിയർ ആണോ? 2 ലങ്ങിലേക്കും ഇങ്ങനെ പോകും. ഓക്കെ, സോ ദിസ് ബ്ലഡ് വെസൽ ഈസ് കോൾഡ് പൾമണറി ആർട്ടറി. ഇയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ഉറക്കെ പറഞ്ഞ് എന്താ കുട്ടികളെ വിളിക്കുക? ദിസ് ഈസ് കോൾഡ് പൾമണറി ആർട്ടറി കേട്ടോ. പൾമണറി ആർട്ടറി, പൾമണറി ആർട്ടറി മാർക്ക് ചെയ്യാൻ വേണ്ടി ചോദിക്കും. ആൻഡ് വാട്ട് ഈസ് ദിസ് വാൾവ്? ഈ വാൾവിനെ വിളിക്കുന്ന പേരെന്താ? ട്രൈകസ്പിഡ് വാൾവ്. ഓക്കെ, ട്രൈകസ്പിഡ്, 3 ഇതളുകളുള്ള വാൾവ്, അതാണ് ട്രൈകസ്പിഡ് വാൾവ് എന്നാ വിളിക്കുക. ഈ ട്രൈകസ്പിഡ് വാൾവിന്റെ ഓരോ ഇതളുകളെയും വെൻട്രിക്കിളിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പ്രത്യേക നാരുകൾ ഉപയോഗിച്ചുകൊണ്ട്. ആ നാരുകളെ നമ്മൾ കോർഡേ ടെൻഡിനെ എന്നാ വിളിക്കുക. എന്താ വിളിക്കുക മക്കളെ ഈ നാരുകളെ? Can you see that നാരുകൾ കാണുന്നില്ലേ? So they are called കോർഡേ ടെൻഡിനെ. ഓക്കെ, കോർഡേ ടെൻഡിനെ. ഓക്കെ, they are called കോർഡേ ടെൻഡിനെ. സെറ്റാണോ? ഓക്കെ, ശരി, വെരി ഗുഡ്. അപ്പോൾ നമ്മൾ പൾമണറി ആർട്ടറി കണ്ടു, ട്രൈകസ്പിഡ് വാൾവ് കണ്ടു, കോർഡേ ടെൻഡിനെ കണ്ടു അല്ലേ? ഇനി നോക്കൂ മക്കളെ, നമ്മുടെ 2 വെൻട്രിക്കിളിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു മതിലല്ലേ ഈ കാണുന്നത്? 2 വെൻട്രിക്കിളിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു മതിലല്ലേ ഇത് കാണുന്നത്? ഓക്കെ, ഇതിന് സെപ്റ്റം എന്നാ പറയാ. നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലുമൊക്കെ 2 ആളുകളെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു സെപ്റ്റം, മതിൽ. ഓക്കെ, സോ ദാറ്റ് ഈസ് 2 വെൻട്രിക്കിളിന്റെ ഇടയിലുള്ള മതിലല്ലേ?
രണ്ട് നാഷൻസിന്റെ ഇടയിലുള്ള മാച്ചിനെ കളിയെ നമ്മൾ ഇന്റർനാഷണൽ കളി എന്ന് പറയും അല്ലെ, ഇന്റർനാഷണൽ മാച്ച്. അതുപോലെ രണ്ട് വെൻട്രിക്കിളിന്റെ ഇടയിലുള്ള സെപ്റ്റം ആയതുകൊണ്ട് തന്നെ ദിസ് ഈസ് കോൾഡ് ഇന്റർ വെൻട്രിക്കുലാർ സെപ്റ്റം. എന്താണ് മക്കളെ? ഇന്റർ വെൻട്രിക്കുലാർ സെപ്റ്റം. അതൊക്കെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് NCERT-യിൽ. യു ക്യാൻ സീ ദാറ്റ് ഹിയർ. നോക്കൂ, ഇത് ഓക്കെ, ഇത് രണ്ട് വെൻട്രിക്കിളാണ്. ഇതാണ് റൈറ്റ് വെൻട്രിക്കിൾ, ദിസ് ഈസ് ലെഫ്റ്റ് വെൻട്രിക്കിൾ. അതിൻ്റെ ഇടയിലുള്ള സെപ്റ്റമാണിത്. ഓക്കെ, ഇതാണ് ആ സെപ്റ്റം. ഓക്കെ, ഇവിടെ അത് മാർക്ക് ചെയ്തിട്ട് ഇന്റർ വെൻട്രിക്കുലാർ സെപ്റ്റം. ക്യാൻ യു സീ ദാറ്റ്? ഇന്റർ വെൻട്രിക്കുലാർ സെപ്റ്റം. റെഡി അല്ലേ മക്കളെ? ഓക്കെ, ഇന്റർ വെൻട്രിക്കുലാർ സെപ്റ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും. എനിവേ, അങ്ങനെ നമ്മുടെ പൾമണറി ആർട്ടറിയിലൂടെ നമ്മുടെ രണ്ട് ലങ്സിലേക്കും ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് പോകുന്നു. ഇനി ലങ്സിൽ നിന്ന് ഓക്സിജനേറ്റഡ് ബ്ലഡ് എങ്ങോട്ടാ വരിക? ലെഫ്റ്റ് അട്രിയത്തിലേക്കാണ് വരിക അല്ലേ. ലങ്സിൽ നിന്ന് ഓക്സിജനേറ്റഡ് ബ്ലഡ് ലെഫ്റ്റ് അട്രിയത്തിലേക്കാണ് വരിക. ഞാൻ തൽക്കാലം അങ്ങനെ ലെഫ്റ്റ് അട്രിയത്തിലേക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡിനെ കൊണ്ടുവരുന്ന രക്തക്കുഴലുകളാണ് ഈ വരച്ചിട്ടുള്ളത്. സോ ഓക്സിജനേറ്റഡ് ബ്ലഡ് ലെഫ്റ്റ് അട്രിയത്തിലോട്ടെത്തും. ലെഫ്റ്റ് അട്രിയത്തിൽ നിന്ന് ആ ബ്ലഡ് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് പോവും ത്രൂ അനദർ വാൾവ്. അതിന് രണ്ട് ഇതളേ ഉള്ളൂ. ദിസ് ഈസ് കോൾഡ് ബൈകസ്പിഡ് വാൾവ്. എന്താണ് മക്കളെ? ദിസ് ഈസ് കോൾഡ് ബൈകസ്പിഡ് വാൾവ്. സെറ്റാണോ? സോ ഈ ബൈകസ്പിഡ് വാൾവിലൂടെ ഇറ്റ് എൻ്റർ യുവർ ലെഫ്റ്റ് വെൻട്രിക്കിൾ. സെറ്റല്ലേ? ഇനി ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഈ ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ശരീരത്തിലൂടെ മൊത്തം പമ്പ് ചെയ്യാൻ വേണ്ടി അനദർ രക്തക്കുഴൽ യു ക്യാൻ സീ ദാറ്റ്. അതിങ്ങനെ ബാക്കിലൂടെ സഞ്ചരിച്ച് പിന്നെ ഇങ്ങനെ ഓപ്പൺ ചെയ്യും. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് അയോർട്ട. ആ വലിയ രക്തക്കുഴലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് കുട്ടികളെ? അയോർട്ട എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുക മക്കളെ? അയോർട്ട എന്നാണ് അതിന് വിളിക്കുക. ഉറക്കെ പറയാം, എന്താ വിളിക്കുക? അയോർട്ട എന്നാണ് വിളിക്കുക. സെറ്റല്ലേ മക്കളെ? അയോർട്ട. റെഡിയാണോ? ഓക്കെ. സോ ഓക്സിജനേറ്റഡ് ബ്ലഡ് ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇതിലൂടെ കയറി ഇങ്ങനെ ഇതിലൂടെ പമ്പ് ചെയ്യപ്പെടും. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ദിസ് ഈസ് കോൾഡ് അയോർട്ട. റെഡിയാണോ മക്കളെ? ഓക്കെ. സോ ഈ സ്ട്രക്ചർ നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കും, ഹാർട്ടിൻ്റെ സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ അത് ലുക്ക് അറ്റ് ദിസ് പിക്ചർ. യു ക്യാൻ സീ ദാറ്റ്. ഇതെല്ലാം കാണാൻ പറ്റും. ദിസ് ഈസ് യുവർ റൈറ്റ് അട്രിയം. അതിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്ന വീനക്കാവ ഇതാ. ക്യാൻ യു സീ ദാറ്റ്? വീനക്കാവ. നോക്കൂ, ദിസ് ഈസ് യുവർ ട്രൈകസ്പിഡ് വാൾവ്. അതിൻ്റെ കോർഡ ടെൻഡിനെ കണ്ടോ? കോർഡേ ടെൻഡിനെ ഇവിടെയുണ്ട്. റൈറ്റ് വെൻട്രിക്കിൾ ഇതാ, ഈ ഒരു ക്യാവിറ്റിയാണ് റൈറ്റ് വെൻട്രിക്കിൾ. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഡിയോക്സിജനേറ്റഡ് ബ്ലഡിനെ നോക്കൂ, റൈറ്റ് വെൻട്രിക്കിൾ ഇതാണ് റൈറ്റ് വെൻട്രിക്കിൾ. അവിടെ നിന്ന് വരുന്ന ഡിയോക്സിജനേറ്റഡ് ബ്ലഡിനെ നിങ്ങളുടെ ലങ്സിലേക്ക് കൊണ്ടുപോകുന്ന രക്തക്കുഴലാണിത്. ആൻഡ് ദാറ്റ് ഈസ് പൾമണറി ആർട്ടറി. ഇനി ലങ്സിൽ നിന്ന് ഓക്സിജനേറ്റഡ് ബ്ലഡിനെ, ദിസ് ഈസ് യുവർ ലെഫ്റ്റ് അട്രിയം, അങ്ങോട്ട് കൊണ്ടുവരുന്ന രക്തക്കുഴലാണ് ഈ കാണുന്നത് പൾമണറി വെയിൻസ്. Can you see? ലെഫ്റ്റ് അട്രിയത്തിൽ നിന്ന് ബൈകസ്പിഡ് വാൾവാണ് ഈ കാണുന്നത്. സോ ദാറ്റ് ഈസ് അതിൻ്റെ കോർഡ ടെൻഡിനെ ഇതാ, ദാറ്റ് കംസ് ടു ലെഫ്റ്റ് വെൻട്രിക്കിൾ. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് നല്ലവണ്ണം ശ്രദ്ധിച്ചോ, ഈ പിക്ചർ നോക്ക്. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഈ ഓക്സിജനേറ്റഡ് ബ്ലഡ് ഇങ്ങനെ ഇവിടെ ഒരു ഓട്ട കാണുന്നുണ്ടോ, ഒരു ഓപ്പണിംഗ് കാണുന്നുണ്ടോ, ഇങ്ങനെ പോവും. അതാണ് പിന്നെ ബാക്കിലൂടെ വന്ന് ഇങ്ങനെ അയോട്ടയായിട്ട് നിൽക്കുന്നത്. ക്ലിയർ ആണ്? ദാറ്റ് ഈസ് യുവർ അയോട്ട. ഇന്റർ വെൻട്രിക്കുലാർ സെപ്റ്റവും കാണാൻ പറ്റുന്നുണ്ട്. സെറ്റല്ലേ മക്കളെ? ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ, ഇനി നമ്മളോട് സാധാരണ ഇവിടുന്ന് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, വാട്ട് ഈസ് നോഡൽ ടിഷ്യൂ? എന്താണ് നോഡൽ ടിഷ്യൂ എന്ന് ചോദിക്കും. സോ നോഡൽ ടിഷ്യൂ ഈസ് എ സ്പെഷ്യൽ കാർഡിയാക് മസിൽ ടിഷ്യൂ. ഒരു പ്രത്യേക കാർഡിയാക് മസിൽ ടിഷ്യൂ ആണ് നോഡൽ ടിഷ്യൂ എന്ന് പറയുന്നത്. അടുത്ത ചോദിക്കും, ഈ നോഡൽ ടിഷ്യൂവിനെ എങ്ങനെയാണ് ഹാർട്ടിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്ന് ചോദിക്കും. നോഡൽ ടിഷ്യൂവിനെ എങ്ങനെയാണ് ഹാർട്ടിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്ന് ചോദിക്കും നമ്മളോട്. ഓക്കെ, സോ ദിസ് ഈസ് യുവർ ഹാർട്ടിൻ്റെ ലുക്കൊക്കെ പോയിട്ടുണ്ട്. എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ തൽക്കാലം കുറച്ച് സ്പീഡിൽ വരച്ചപ്പോൾ ഇങ്ങനെ ഹാർട്ട് വലിയ രസമൊന്നും ഇല്ലാതായതാണ്. ബട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ദിസ് ഈസ് റൈറ്റ് അട്രിയം, ലെഫ്റ്റ് അട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ അല്ലേ. സോ ഈ നോഡൽ ടിഷ്യൂവിനെ എങ്ങനെയാണ് ഹാർട്ടിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദർ ഈസ് എ പാച്ച് ഓഫ് നോഡൽ ടിഷ്യൂ ഇൻ ദ അപ്പർ റൈറ്റ് സൈഡ് ഓഫ് റൈറ്റ് അട്രിയം. ഈ റൈറ്റ് അട്രിയത്തിൻ്റെ നോക്കൂ, ഇത് മുകൾ ഭാഗമാണ്, അപ്പർ ഭാഗമാണ്, റൈറ്റ് സൈഡാണ്. സോ റൈറ്റ് അട്രിയത്തിൻ്റെ അപ്പർ റൈറ്റ് സൈഡിൽ ഒരു പാച്ച് ഓഫ് നോഡൽ ടിഷ്യൂ ഉണ്ട്. മറ്റൊരു പാച്ച് ഓഫ് നോഡൽ ടിഷ്യൂ ഇവിടെ ലോവർ ലെഫ്റ്റ് സൈഡിൽ അനദർ പാച്ച് ഓഫ് നോഡൽ ടിഷ്യൂ കാണാൻ പറ്റും. സോ ഈ കാണുന്ന പാച്ചിന് നമ്മൾ SA നോഡ് എന്ന് പറയുക. എന്താണ് പറയുക? SA നോഡ്. സോ ദിസ് പാച്ച് ഓഫ് നോഡൽ ടിഷ്യൂ ഈസ് കോൾഡ് SA നോഡ് അല്ലെങ്കിൽ സൈനോ അട്രിയൽ നോഡ് എന്ന് പറയും. ആൻഡ് ദിസ് ഈസ് കോൾഡ് AV നോഡ് അല്ലെങ്കിൽ AVN എന്ന് പറയും. ഓക്കെ, അട്രിയോ വെൻട്രിക്കുലാർ നോഡ്. സെറ്റ് അല്ലേ? ഈ AV നോഡിൽ നിന്ന് ദർ ഈസ് എ ബണ്ടിൽ ഓഫ് നോഡൽ ടിഷ്യൂ. ഒരു ബണ്ടിൽ പോലെ ഇങ്ങനെ ഇറങ്ങി വരും ഈ ഇന്റർ വെൻട്രിക്കുലാർ സെപ്റ്റത്തിലേക്ക്. അവിടെ വെച്ചിട്ട് അയാൾ രണ്ട് ബ്രാഞ്ചുകളുമായിട്ട് മാറും. ഒരു ബ്രാഞ്ച് ലെഫ്റ്റ് സൈഡിലേക്ക്, ഒരു ബ്രാഞ്ച് റൈറ്റ് സൈഡിലേക്ക്, ഇങ്ങനെ രണ്ട് ബ്രാഞ്ചുകളായിട്ട് മാറും.
സോ ഈ ബണ്ടിലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എ വി ബണ്ടിൽ. എന്താ വിളിക്കുക? എ വി ബണ്ടിൽ. എ വി ബണ്ടിൽ. അവർ 2 ബ്രാഞ്ച് ആകുന്നു. ആ ബ്രാഞ്ചുകൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ള ബ്രാഞ്ചിനെ ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ച് എന്ന് പറയും. എന്താ പറയുക? ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ച്. റൈറ്റ് സൈഡിലുള്ളതിനെയോ പറ, റൈറ്റ് ബണ്ടിൽ ബ്രാഞ്ച്. സെറ്റാണോ? ഈ 2 ബ്രാഞ്ചുകളിൽ നിന്നും അനേകം മൈന്യൂട്ടായിട്ടുള്ള ബ്രാഞ്ചുകൾ വെൻട്രിക്കിളിൻ്റെ വാളുകളിലേക്ക് ഇങ്ങനെ വന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നത് കാണാൻ പറ്റും. ആ മൈന്യൂട്ടായി നിൽക്കുന്ന ആ ബ്രാഞ്ചുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പർക്കിഞ്ചെ ഫൈബേഴ്സ്. എന്താണ് കുട്ടികളെ? പർക്കിഞ്ചെ ഫൈബേഴ്സ്. ഓക്കെ, ദേ ആർ കോൾഡ് പർക്കിഞ്ചെ ഫൈബേഴ്സ്. ഓക്കെ, PURKING. ഓക്കെ, പർക്കിഞ്ചെ ഫൈബേഴ്സ് എന്നാണ് നമ്മൾ അവരെ വിളിക്കുക. സെറ്റാണ് മക്കളെ? ഓക്കെ, സോ നമ്മളോട് നോഡൽ ടിഷ്യൂവിൻ്റെ അറേഞ്ച്മെൻറ്റ് എപ്പോഴും ചോദിക്കും. ഏറ്റവും മുകളിൽ SA നോഡ്, അത് കഴിഞ്ഞാൽ AV നോഡ് ഉണ്ട്, AV ബണ്ടിൽ ഉണ്ട്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ച്, പർക്കിഞ്ചെ ഫൈബേഴ്സ്. ഓക്കെ, SA നോഡ്, AV നോഡ്, AV ബണ്ടിൽ, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ച്, പർക്കിഞ്ചെ ഫൈബേഴ്സ്. സെറ്റാണോ മക്കളെ? ഓക്കെ, SA നോഡ്, AV നോഡ്, AV ബണ്ടിൽ, ബണ്ടിൽ ബ്രാഞ്ച്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ച്, പർക്കിഞ്ചെ ഫൈബേഴ്സ്. ഇനി നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ്, ലുക്ക്, എന്താണ് നോഡൽ ടിഷ്യൂവിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് ചോദിക്കും. സോ നോഡൽ ടിഷ്യൂവിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലുക്ക്, നോഡൽ ടിഷ്യൂ ക്യാൻ ജനറേറ്റ് ആക്ഷൻ പൊട്ടൻഷ്യൽസ് അല്ലെങ്കിൽ സിഗ്നൽസ്. ഓക്കെ, ആക്ഷൻ പൊട്ടൻഷ്യൽസ് അല്ലെങ്കിൽ സിഗ്നൽസ്. ഓക്കെ, വിത്തൗട്ട് എനി എക്സ്റ്റേണൽ സ്റ്റിമുലേഷൻ. പുറമെ നിന്നുള്ള സ്റ്റിമുലേഷൻ ഒന്നും ഇല്ലാതെ സ്വയം തന്നെ സിഗ്നലുകൾ, അതാണ് ആക്ഷൻ പൊട്ടൻഷ്യൽ, അല്ലെങ്കിൽ സിഗ്നലുകൾ ഉണ്ടാക്കാൻ പറ്റും വിത്തൗട്ട് എനി എക്സ്റ്റേണൽ സ്റ്റിമുലേഷൻ. പുറമെ നിന്നുള്ള ഒരു സ്റ്റിമുലേഷനും ഇല്ലാതെ സ്വയം എങ്ങനെ സിഗ്നൽ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുന്ന ആളാണ് ആര് കുട്ടികളെ? നോഡൽ ടിഷ്യൂ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഓട്ടോ എക്സൈറ്റബിൾ. പുറമെ നിന്നുള്ള സിഗ്നൽ ഒന്നും ഇല്ലാതെ ഓട്ടോ ആയിട്ട്, സെൽഫായിട്ട് എക്സൈറ്റ് ചെയ്യാൻ കഴിവുള്ള ആളാണ് ഇയാൾ. ഓട്ടോ എക്സൈറ്റബിൾ ആണ്. അത് മാത്രമല്ല കുട്ടികളെ, ലുക്ക്, ദ signals by nodal tissue is responsible for normal functioning of heart. ഹാർട്ടിൻ്റെ നോർമൽ ഫങ്ഷൻ നടക്കാനുള്ള കാരണം ഈ നോഡൽ ടിഷ്യൂ ഉണ്ടാക്കുന്ന സിഗ്നലാണ്. ഹാർട്ടിന് ബ്രെയിനിൽ നിന്നുള്ള സിഗ്നൽ കിട്ടിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. നോഡൽ ടിഷ്യൂ ഓട്ടോ എക്സൈറ്റബിൾ ആണ്. അയാൾ നിരന്തരമായിട്ട് സിഗ്നൽസ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ആ സിഗ്നൽസ് കാരണമാണ് ഹാർട്ട് പ്രവർത്തിക്കുന്നത്. ഓക്കെ, സോ അതാണ് നോഡൽ ടിഷ്യൂവിൻ്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, സോ സിഗ്നൽസ് ബൈ നോഡൽ ടിഷ്യൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ വാട്ട്? നോർമൽ ഫങ്ഷനിങ് ഓഫ് ഹാർട്ട്. അപ്പോൾ ഹാർട്ടിന് ബ്രെയിനിൻ്റെ സഹായമില്ലാതെ സ്വയം പ്രവർത്തിക്കാൻ കഴിയും. ഹാർട്ടിൻ്റെ ഉള്ളിൽ തന്നെയുള്ള നോഡൽ ടിഷ്യൂവിൻ്റെ സഹായത്തോടെ പ്രവർത്തിക്കാൻ കഴിയും. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഹാർട്ടിനെ പറ്റി നമ്മൾ മയോജനിക് ഹാർട്ട് എന്ന് പറയാറുണ്ട്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, വൈ ഹ്യൂമൻ ഹാർട്ട് ഈസ് കോൾഡ് മയോജനിക് ഹാർട്ട്? ബിക്കോസ് അവർ ഹാർട്ട്, അല്ലെങ്കിൽ ദ നോർമൽ ഫങ്ഷനിങ് ഓഫ് അവർ ഹാർട്ട് ഈസ് ബൈ സിഗ്നൽസ് പ്രൊഡ്യൂസ്ഡ് ബൈ നോഡൽ ടിഷ്യൂ, അല്ലെങ്കിൽ ഈസ് ബിക്കോസ് ഓഫ് സിഗ്നൽസ് പ്രൊഡ്യൂസ്ഡ് ബൈ നോഡൽ ടിഷ്യൂ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നമ്മുടെ ഹാർട്ടിനെ മയോജനിക് ഹാർട്ട് എന്ന് വിളിക്കുന്നത്. ഇനി നമ്മളോട് ചോദിക്കും, നോഡൽ ടിഷ്യൂവിൽ പല ഭാഗം ഉണ്ടല്ലോ, SA നോഡുണ്ട്, AV നോഡുണ്ട്, AV ബണ്ടിലുണ്ട്. ഇതിൽ ആരാണ് ഏറ്റവും കൂടുതൽ സിഗ്നൽ ഉണ്ടാക്കുന്ന ആൾ? അപ്പോൾ നമ്മൾ പറയും SA നോഡ് പ്രൊഡ്യൂസ് മാക്സിമം സിഗ്നൽസ്. SA നോഡാണ് ഒരു മിനിറ്റിൽ മാക്സിമം സിഗ്നൽ ഉണ്ടാക്കുന്നത്, മാക്സിമം സിഗ്നൽസ് പെർ മിനിറ്റ്. ഓക്കെ, SA നോഡ് പ്രൊഡ്യൂസ് മാക്സിമം നമ്പർ ഓഫ് സിഗ്നൽസ് പെർ മിനിറ്റ്. ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് നമ്മൾ ഏകദേശം 70 to 75 സിഗ്നൽസ് പെർ മിനിറ്റ്. ഒരു മിനിറ്റിൽ 70 മുതൽ 75 സിഗ്നൽ SA നോഡ് ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ SA നോഡ് ഈസ് കോൾഡ് പേസ് മേക്കർ ഓഫ് ഹാർട്ട്. അതുകൊണ്ട് SA നോഡിനെ നമ്മൾ ഹാർട്ടിൻ്റെ പേസ് മേക്കർ എന്ന് വിളിക്കുന്നു. ക്ലിയർ ആണ് കുട്ടികൾ? ഓക്കെ, ഇനി SA നോഡ് ഉണ്ടാക്കുന്ന സിഗ്നൽ എങ്ങനെയാണ് ഹാർട്ടിലൂടെ മുഴുവൻ സഞ്ചരിക്കുന്ന കുട്ടികളെ പറഞ്ഞോളൂ. യെസ്, വി നോ ദാറ്റ് SA നോഡ് ഉണ്ടാക്കുന്ന സിഗ്നൽ AV നോഡിലേക്ക് എത്തും. AV നോഡിൽ നിന്ന് ആ സിഗ്നൽ എങ്ങോട്ട് പോകും കുട്ടികളെ? AV ബണ്ടിലേക്ക് പോകും. അവിടെ നിന്ന് ബണ്ടിൽ ബ്രാഞ്ചുകളിലേക്ക് പോകും. അവിടെ നിന്ന് പർക്കിഞ്ചെ ഫൈബേഴ്സിലൂടെ നമ്മുടെ ഹാർട്ടിലേക്ക് മൊത്തം പോകും. ക്ലിയർ അല്ലേ? അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ ഫ്ലോ ചാർട്ട് കറക്റ്റായിട്ട് വരയ്ക്കാൻ പറയും. റെഡിയാണോ? അപ്പോൾ യെസ്, നമ്മുടെ ഹാർട്ടിൻ്റെ പേസ് മേക്കർ ആരാന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക? SA നോഡാണ്. എന്തുകൊണ്ടാണ് SA നോഡിനെ പേസ് മേക്കർ എന്ന് വിളിക്കുന്ന? അടുത്ത ചോദ്യം, ബിക്കോസ് ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് മാക്സിമം നമ്പർ ഓഫ് സിഗ്നൽസ് പെർ മിനിറ്റ്. അതുകൊണ്ടാണ് SA നോഡിനെ പേസ് മേക്കർ എന്ന് വിളിക്കുന്നത്. SA നോഡിനാക്കുന്ന സിഗ്നൽ എങ്ങനെ ഹാർട്ടിലേക്ക് മുഴുവൻ എത്തുന്നത് വെച്ചാൽ ഈ ഒരു രീതിയിലാണ് എത്തുന്നത്, ഈ രൂപത്തിൽ സഞ്ചരിച്ചിട്ടാണ് എത്തുന്നത്. അടുത്ത ചോദ്യം, SA നോഡ് ഡാമേജ് ആയാൽ എന്ത് സംഭവിക്കും? നോക്കൂ, SA നോഡ് ഒരു ചോദ്യം നമുക്ക് നോക്കാം. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് SA നോഡ് ഈസ് നോട്ട് വർക്കിംഗ് പ്രോപ്പർലി? SA നോഡ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്നാണ് അടുത്ത ചോദ്യം. ഓക്കെ, സോ ദ ഹാർട്ട്
the heart rate, ഹാർട്ടിൻ്റെ ഫങ്ഷനിങ്ങിൻ്റെ എണ്ണം, ഹാർട്ട് മിടിക്കുന്ന എണ്ണം become abnormal. ഓക്കെ, the heart rate become abnormal. ഹാർട്ട് റേറ്റ് എന്താ കുട്ടികളെ, അബ്നോർമൽ ആയിട്ട് മാറും. അങ്ങനെ ഹാർട്ട് റേറ്റ് അബ്നോർമൽ ആയി കഴിഞ്ഞാൽ എസ് എനോട് വേണ്ടത്ര സിഗ്നൽ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഹാർട്ട് റേറ്റ് നോർമലായിട്ട് ഹാർട്ട് ഫങ്ഷൻ ചെയ്യോ? നോർമലായിട്ട് ഹാർട്ട് മിടിക്കൂല. എസ് എനോട് സിഗ്നൽ ഉണ്ടാക്കിയാലേ അതിനനുസരിച്ച് മിടിക്കുള്ളൂ. അപ്പോൾ ഹാർട്ടിൻ്റെ മിടിപ്പ് അബ്നോർമൽ ആയിട്ട് മാറും. ദ ഹാർട്ട് റേറ്റ് ബിക്കം, അല്ലെങ്കിൽ ദ ഹാർട്ട് ബീറ്റ് ബിക്കം അബ്നോർമൽ. ഹാർട്ടിൻ്റെ റേറ്റ് അബ്നോർമൽ ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും കുട്ടികളെ? അത്തരം ആളുകളിലെ എസ് എ നോഡ് ഇതാ, ഇവിടെയാണ് എസ് എ നോഡ്. ലുക്ക് അറ്റ് ദിസ് പിക്ചർ. ഈ പിക്ചറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് എസ് എ നോഡ് ഇതാ, എ വി നോഡ് ഇതാ, എ വി ബണ്ടിൽ ഇതാ, റൈറ്റ് ലെഫ്റ്റ് ബ്രാഞ്ച് ഇതാ, പർക്കിഞ്ച് ഫൈബേഴ്സ് ഇതാ. സോ ലുക്ക്, ഈ എസ് എ നോഡ് ഡാമേജ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു പേസ് മേക്കറിനെ, ഇലക്ട്രിക്കൽ പേസ് മേക്കറിനെ വെച്ച് കൊടുക്കും കേട്ടോ. സോ എസ് എ നോഡ് ഡാമേജ് ആയാൽ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ നമ്മൾ എന്താ ഉത്തരം പറയാം? ആർട്ടിഫിഷ്യൽ പേസ് മേക്കേഴ്സ് ആർ പ്ലേസ്ഡ് വിത്തിൻ ഹാർട്ട്. ഹാർട്ടിൽ ആർട്ടിഫിഷ്യൽ പേസ് മേക്കറുകൾ നമ്മൾ പ്ലേസ് ചെയ്യേണ്ടി വരും. ക്ലിയർ അല്ലേ കുട്ടികളെ? ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ആ ഒരു ഭാഗം റെഡി ആണെന്ന് കരുതുന്നു. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് കാർഡിയാക് സൈക്കിൾ. ഓക്കെ, കാർഡിയാക് സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ കുട്ടികളെ? ദ സൈക്ലിക്കൽ ഇവൻറ്റ്സ് that is repeated in the heart is called cardiac cycle. ഹാർട്ട് ഓരോ തവണയും മിടിക്കുമ്പോൾ ഒരേ സംഭവങ്ങൾ വീണ്ടും വീണ്ടും നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതായത് ഹാർട്ട് ഒരു തവണ മിടിക്കുമ്പോൾ ആദ്യം ഹാർട്ട് ജോയിൻ്റ് ഡയസ്റ്റോൾ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് ഉണ്ടാവുക. അവിടെ നിന്ന് ഹാർട്ടിൽ എട്രിയൽ സിസ്റ്റോൾ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം സംഭവിക്കും. അത് കഴിഞ്ഞാൽ ഹാർട്ടിൽ വെൻട്രിക്കുലാർ സിസ്റ്റോൾ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം സംഭവിക്കും, ഒരു അവസ്ഥ സംഭവിക്കും. അത് കഴിഞ്ഞാൽ ഹാർട്ടിൽ വെൻട്രിക്കുലാർ ഡയസ്റ്റോൾ എന്ന് പറയുന്ന ഒരു അവസ്ഥ സംഭവിക്കും. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഡയസ്റ്റോൾ ആൻഡ് സിസ്റ്റോൾ? സിസ്റ്റോൾ എന്ന് പറഞ്ഞാൽ കൺട്രാക്ഷൻ എന്നാണ് അർത്ഥം, ഡയസ്റ്റോൾ എന്ന് പറഞ്ഞാൽ റിലാക്സേഷൻ എന്നാണ് അർത്ഥം. ഹാർട്ട് ഒരു തവണ ബീറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഹാർട്ടിൻ്റെ എല്ലാ ചേംബറുകളും റിലാക്സ് ആയിട്ടിരിക്കും. രണ്ട് അട്രിയവും വെൻട്രിക്കിളും ഒക്കെ പൂർണ്ണമായി റിലാക്സ് ആയിരിക്കും. അത് കഴിഞ്ഞാൽ അട്രിയം പതിയെ കൺട്രാക്റ്റ് ആവാൻ, അട്രിയത്തിൻ്റെ വലിപ്പം കുറയാൻ, ചുരുങ്ങാൻ തുടങ്ങും. അതാണ് അട്രിയൽ സിസ്റ്റോൾ. അത് കഴിഞ്ഞാൽ വെൻട്രിക്കിളിൻ്റെ വലിപ്പം പതിയെ ചുരുങ്ങാൻ തുടങ്ങും, വെൻട്രിക്കിളുകളുടെ വലിപ്പം, അതാണ് വെൻട്രിക്കുലാർ സിസ്റ്റോൾ. അത് കഴിഞ്ഞാൽ വെൻട്രിക്കിളുകളുടെ വലിപ്പം വീണ്ടും വലുതാവാൻ തുടങ്ങും, അതാണ് വെൻട്രിക്കുലാർ ഡയസ്റ്റോൾ. ഇനി വീണ്ടും ഇതേ സൈക്കിളാണ് സംഭവിക്കുക. വീണ്ടും ജോയിന്റ് ഡയസ്റ്റോൾ, അട്രിയൽ സിസ്റ്റോൾ, വെൻട്രിക്കുലാർ സിസ്റ്റോൾ, വെൻട്രിക്കുലർ ഡയസ്റ്റോൾ വീണ്ടും. സോ the cycle of events that is rhythmically repeated in the heart. എന്താണ്? The cyclical events that is sequentially repeated or rhythmically repeated in the heart. ഹാർട്ടിൽ സീക്വൻഷ്യലി റിപ്പീറ്റ് ചെയ്യുന്ന, സീക്വൻസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സൈക്കിൾ ഓഫ് ഇവൻറ്റ്സ് ആണ്. ഈ ഇവൻറ്റുകളുടെ സൈക്കിളിനെയാണ് നമ്മൾ കാർഡിയാക് സൈക്കിൾ എന്ന് വിളിക്കുക. അപ്പോൾ നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ്, വാട്ട് ആർ ദ ഫേസസ് ഓഫ് കാർഡിയാക് സൈക്കിൾ? കാർഡിയാക് സൈക്കിളിൻ്റെ ഫേസുകൾ ഏതൊക്കെയാണ്? അപ്പോൾ നമ്മൾ പറയുക ഏതൊക്കെ? ഒന്നാമത്തെ ജോയിന്റ് ഡയസ്റ്റോൾ, രണ്ടാമത്തെ അട്രിയൽ സിസ്റ്റോൾ, മൂന്നാമത്തെ വെൻട്രിക്കുലർ സിസ്റ്റോൾ, നാലാമത്തത് വെൻട്രിക്കുലർ ഡയസ്റ്റോൾ. സോ ദിസ് ഈസ് എ 2 മാർക്ക് ക്വസ്റ്റ്യൻ. ഇതൊരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യമാണ് കുട്ടികളെ, വാട്ട് ഈസ് സ്ട്രോക്ക് വോളിയം? എന്താണ് സ്ട്രോക്ക് വോളിയം? സോ വോളിയം ഓഫ് ബ്ലഡ് pumped by ventricles ഡ്യൂറിങ് കാർഡിയാക് സൈക്കിൾ. കാർഡിയാക് സൈക്കിളിൻ്റെ സമയത്ത് നമ്മുടെ റൈറ്റ് വെൻട്രിക്കിൾ ആയാലും ലെഫ്റ്റ് വെൻട്രിക്കിൾ ആയാലും 70 ml വീതം ബ്ലഡിനെ പമ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ ബ്ലഡിൻ്റെ വോളിയാണ് നമ്മൾ സ്ട്രോക്ക് വോളിയം എന്ന് പറയുന്നത്. ദ വോളിയം ഓഫ് ബ്ലഡ് പമ്പ്ഡ് ബൈ വെൻട്രിക്കിൾസ്. ഏത് വെൻട്രിക്കിൾ ആയാലും കുഴപ്പമില്ല, 70 ml പമ്പ് ചെയ്യുക. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് സ്ട്രോക്ക് വോളിയം ഡ്യൂറിങ് കാർഡിയാക് സൈക്കിൾ. ഓരോ കാർഡിയാക് സൈക്കിളും 70 ml ബ്ലഡിനെ പമ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. അടുത്ത ചോദ്യമാണ്, വാട്ട് ഈസ് കാർഡിയാക് ഔട്ട്പുട്ട്? അടുത്ത ചോദ്യമാണ്, വാട്ട് ഈസ് കാർഡിയാക് ഔട്ട്പുട്ട്? എന്താണ് കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് ചോദിക്കും. സോ ദ വോളിയം ഓഫ് ബ്ലഡ് പമ്പ്ഡ് ഡ്യൂറിങ് എ കാർഡിയാക് സൈക്കിൾ. ഒരു സൈക്കിൾ 70 ml പമ്പ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റിൽ എത്ര പമ്പ് ചെയ്യപ്പെടും? നമ്മുടെ ഓരോ വെൻട്രിക്കിളും ഒരു മിനിറ്റിൽ എത്ര ബ്ലഡിനെ പമ്പ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ഒരു മിനിറ്റിൽ ഹാർട്ട് 72 തവണ ആവറേജ് മിടിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു 70 to 75 സിഗ്നൽ എസ് എ നോഡ് ഉണ്ടാക്കും എന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു ആവറേജ് എടുത്താൽ 72 ഉണ്ടാക്കും എന്ന് നമുക്ക് പറയാം. അതായത് നമ്മുടെ ആവറേജ് ഹാർട്ട് റേറ്റ് 72 ആണ്. സോ 72 തവണ ഒരു മിനിറ്റിൽ മിടിക്കുന്നു. ഒരു തവണ മിടിക്കുമ്പോൾ 70 ml ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റിൽ മിടിക്കുമ്പോൾ ടോട്ടൽ എത്ര, ഒരു മിനിറ്റിൽ ടോട്ടൽ എത്ര ബ്ലഡ് പമ്പ് ചെയ്യപ്പെടുന്നു എന്ന് വെച്ചാൽ 72 × 70 ഏകദേശം ഒരു അപ്രോക്സിമേറ്റ്ലി 5 ലിറ്റർ കിട്ടും. ദാറ്റ് ഈസ് കാർഡിയാക് ഔട്ട്പുട്ട്. സോ കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താ കുട്ടികളെ? ദ വോളിയം ഓഫ് ബ്ലഡ് പമ്പ്ഡ് ബൈ വെൻട്രിക്കിൾസ് ഇൻ എ മിനിറ്റ്. എന്താണ്? ദ വോളിയം ഓഫ് ബ്ലഡ് പമ്പ്ഡ് ബൈ വെൻട്രിക്കിൾസ് ഇൻ എ മിനിറ്റ്. സെറ്റാണോ? ഒരു തവണ 70 ml, അതാണ് സ്ട്രോക്ക് വോളിയം. ഒരു മിനിറ്റിൽ ടോട്ടൽ എത്ര, അതാണ് കാർഡിയാക് ഔട്ട്പുട്ട്. അപ്പോൾ കാർഡിയാക് ഔട്ട്പുട്ട് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഹാർട്ട് റേറ്റ് ഇൻറ്റു സ്ട്രോക്ക് വോളിയം ചെയ്താൽ മതി. എന്ത് കിട്ടാൻ? കാർഡിയാക് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് റെഡിയാണോ മക്കളെ?
ഓക്കെ, ഇനി നമ്മളോട് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ഹാർട്ട് സൗണ്ട്സ്. ഓക്കെ, ഹാർട്ട് സൗണ്ട്സ്. നമ്മുടെ ഹാർട്ട് ഇങ്ങനെ മിടിക്കുന്ന സമയത്ത് 2 ഹാർട്ട് സൗണ്ട് ഉണ്ടാവുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ഹാർട്ട് സൗണ്ട്, ഫസ്റ്റ് ഹാർട്ട് സൗണ്ട് ഈസ് കോൾഡ്, അതിന് ലെബ് എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? ലെബ്. നമ്മൾ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറയാറുണ്ട് അല്ലേ? അപ്പോൾ ആദ്യം ലവ് ആണ്, അതാണ് എല്ല്. ഓക്കെ, ഫസ്റ്റ് ഹാർട്ട് സൗണ്ട് ഈസ് ലബ്. സെക്കൻഡ് സൗണ്ട്, രണ്ടാമത്തെ ഹാർട്ടിൽ നിന്നുണ്ടാകുന്ന സൗണ്ടാണ് ഡബ്. എന്താണ്? ഡബ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ലബ് ആണെങ്കിൽ രണ്ടാമത്തെ ഡബ്. അപ്പോൾ ഈ ലബ് ഉണ്ടാവാനുള്ള കാരണം എന്താണെന്നറിയോ? ഡ്യൂ ടു ക്ലോഷർ ഓഫ് ബൈക്കസ്പിഡ് വാൾവ് ആൻഡ് ട്രൈക്കസ്പിഡ് വാൾവ്. ഈ വാൾവുകൾ ക്ലോസ് ആവുന്നതുകൊണ്ടാണ് നമുക്ക് ലബ് സൗണ്ട് ഉണ്ടാവുന്നത്. ഇനി ഡബ് സൗണ്ടോ? ആക്ച്വലി നമ്മുടെ പൾമണറി ആർട്ടറി ഉണ്ടല്ലോടാ, പൾമണറി ആർട്ടറി, അതുപോലെ തന്നെ അയോട്ട. നമ്മൾ ഈ ചിത്രം വരച്ചപ്പോൾ കാണിച്ചിരുന്നു. ദിസ് ഈസ് യുവർ പൾമണറി ആർട്ടറി, ഇതാണ് ദിസ് ഈസ് യുവർ അയോട്ട. ഈ പൾമണറി ആർട്ടറിയും അയോട്ടയും ഓപ്പൺ ചെയ്യുന്ന ഈ ഭാഗത്തൊരു പ്രത്യേക വാൾവ് ഉണ്ട്. ഈ 2 ഭാഗത്തും പ്രത്യേക വാൾവ് ഉണ്ട്. ദാറ്റ് വാൾവ് ഈസ് കോൾഡ് സെമി ലൂണാർ വാൾവ്. എന്താ പറയുക? സെമി ലൂണാർ വാൾവ്. പൾമണറി ആർട്ടറിയുടെയും അയോട്ടയും ഓപ്പൺ ചെയ്യുന്ന ആ ഭാഗത്തുള്ള വാൾവാണ് സെമി ലൂണാർ വാൾവ്. സോ അത് ക്ലോസ് ആവുന്നത് കൊണ്ടാണ് കുട്ടികളെ നമുക്ക് ഡബ് സൗണ്ട് കിട്ടുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഡ്യൂ ടു ക്ലോഷർ ഓഫ് സെമി ലൂണാർ വാൾവ്. ഓക്കെ, സെമി ലൂണാർ വാൾവ് ക്ലോസ് ആവുന്നതുകൊണ്ടാണ് എന്ത് സൗണ്ട് കിട്ടുന്നത്? ഡബ് സൗണ്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, ലുക്ക്, വാട്ട് ആർ ദ ഫേസസ് ഓഫ് കാർഡിയാക് സൈക്കിൾ? വൈ ഹ്യൂമൻ ഹാർട്ട് ഈസ് മയോജനിക്? ഇതൊക്കെ നമ്മൾ ഉത്തരം പറഞ്ഞു. വാട്ട് ഈസ് ദ റോൾ ഓഫ് എസ് എ നോഡ് ഇൻ ഹ്യൂമൻ ഹാർട്ട്? എന്താ? ഇറ്റ് ഈസ് ദ പേസ് മേക്കർ. ഓക്കെ, ദെൻ 2 സൗണ്ട് അതുണ്ടാവാനുള്ള റീസൺ, അതേ ചോദ്യം കേട്ടോ, മറ്റേ സെയിം ചോദ്യമാണ്, കാർഡിയാക് സൈക്കിളിൻ്റെ സെയിം ചോദ്യമാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. സെറ്റല്ലേ മക്കളെ? ഓക്കെ, ഇനി നമ്മുടെ NCERT-ലുള്ള ഒരു ഡയഗ്രാണ്. ഇതുവരെ കാര്യമായിട്ട് ചോദ്യം ചോദിച്ചിട്ടൊന്നുമില്ല, പക്ഷേ ബ്ലഡ് വെസൽസിൻ്റെ സ്ട്രക്ചർ ജസ്റ്റ് ഒന്ന് നോക്ക്. നമുക്ക് ആർട്ടറി ഉണ്ട്, വെയിൻ ഉണ്ട്, കാപ്പില്ലറി ഉണ്ട്. പ്രധാനമായിട്ട് 3 തരം ബ്ലഡ് വെസൽസ് ആണ്. ആർട്ടറി ആയാലും വെയിൻ ആയാലും 3 ലെയറാണ് ഇതിനുണ്ടാവുക. ഏറ്റവും ഉള്ളിലെ ലെയറിനെ ടൂണിക്ക ഇൻഡിമ എന്നാണ് വിളിക്കുക. അത് കഴിഞ്ഞാൽ മിഡിലിൽ സ്മൂത്ത് മസിൽ കൊണ്ടുള്ള ഒരു ലെയർ ഉണ്ട്, അതാണ് തിക്നെസ് കൂടിയ ലെയർ. ദാറ്റ് ഈസ് കോൾഡ് ടൂണിക്ക മീഡിയ. ഈ പച്ച കളറിൽ ഞാൻ കാണിച്ചത് ടൂണിക്ക മീഡിയ. ഏറ്റവും പുറമേയുള്ള ലെയർ ഈസ് കോൾഡ് ടൂണിക്ക എക്സ്റ്റേണ. എന്താ വിളിക്കുക? ടൂണിക്ക എക്സ്റ്റേണ. സോ യു ഹാവ് ടൂണിക്ക എക്സ്റ്റേർണ, ദെൻ യു ഹാവ് ടൂണിക്ക മീഡിയ, ഏറ്റവും ഉള്ളിൽ ടൂണിക്ക ഇൻഡിമ. ടൂണിക്ക ഇൻഡിമ അല്ലെങ്കിൽ ഇന്റേണ എന്നും പറയാം. ക്ലിയർ അല്ലേ കുട്ടികളെ? ഓക്കെ, റെഡി. അപ്പോൾ ഇതിൽ അതിൻ്റെ ഡയഗ്രാണ് തന്നിട്ടുള്ളത്. ആർട്ടറി ആയാലും വെയിൻ ആയാലും നിങ്ങൾക്ക് ആ 3 ലെയറും കാണാൻ പറ്റും. ഓക്കെ, ഏറ്റവും ഉള്ളിൽ ടൂണിക്ക ഇൻഡിമയുണ്ട്. ടൂണിക്ക മീഡിയ ആണ് ഈ പച്ച കളറിൽ, സ്മൂത്ത് മസിലിന് അവർ മാർക്ക് ചെയ്തിട്ടുണ്ട് പച്ച കളർ, അതാണ് ടൂണിക്ക മീഡിയ. ഏറ്റവും പുറമെ ടൂണിക്ക എക്സ്റ്റേണ. ഇതിൽ ആർട്ടറിയും വെയിനും എങ്ങനെ നമുക്ക് മനസ്സിലാവാന്നറിയോ? നമുക്ക് ആർട്ടറിയുടെ ടൂണിക്ക മീഡിയ പച്ച കളർ ലെയർ, സ്മൂത്ത് മസിൽ കൊണ്ടുള്ള ലെയർ ഭയങ്കര കട്ടിയുണ്ട്. ടൂണിക്ക മീഡിയ ഈസ് തിക്ക് ഇൻ ആർട്ടറി. ആർട്ടറിയുടെ എന്താ പറയുക, ടൂണിക്ക മീഡിയ ഭയങ്കര തിക്കാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ള ല്യൂമൻ എന്ന് പറഞ്ഞാൽ ബ്ലഡ് കടന്നു പോകുന്ന സ്പേസ് ഉണ്ടല്ലോ ഈ കുഴലിൽ, ദാറ്റ് ഈസ് കോൾഡ് ല്യൂമൻ. ദ ല്യൂമൻ ഈസ് സ്മോൾ. ല്യൂമൻ സ്മോൾ ആണ്, പക്ഷെ ടൂണിക്ക മീഡിയ തിക്കാണ്, അതാണ് ആർട്ടറി. ഇനി വെയിനോ? നോക്കൂ, ല്യൂമൻ ഭയങ്കര വലുതാണ്, അതേസമയത്ത് ടൂണിക്ക മീഡിയ എന്താണ്? തിക്നെസ് കുറവാ, തിന്നാണ്. സോ ദാറ്റ്സ് ഹൗ യു ക്യാൻ ഡിഫറൻഷിയേറ്റ് ആർട്ടറി ആൻഡ് വെയിൻ. അപ്പോൾ ചിത്രം തന്നിട്ട് ആർട്ടറി ഏതാ വെയിൻ ഏതാന്ന് ചോദിച്ചാൽ ഈ ഒരു കാര്യം നോക്കുക. ഇത് രണ്ടും നോക്കി വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യാം. ഇനി നോക്ക്, കാപ്പില്ലറിയുടെ പ്രത്യേകത, അയാൾക്ക് ആ ഉള്ളിലെ ലെയർ മാത്രമേ ഉള്ളൂ. ടൂണിക്ക ഇൻഡിമ മാത്രമേ കാപ്പില്ലറിക്കുള്ളൂ, പുറമേയുള്ള 2 ലെയർ ഉണ്ടാവില്ല. ടൂണിക്ക ഇൻഡിമയുടെ മറ്റൊരു പേരാണെടാ എൻഡോത്തീലിയം. എന്താണ് മറ്റൊരു പേര്? എൻഡോത്തീലിയം. സെറ്റാണോ? എൻഡോത്തീലിയം, അത് ഓർത്താൽ മതി. റെഡി അല്ലേ കുട്ടികളെ? എൻഡോത്തീലിയം. ഉറക്കെ പറഞ്ഞ കുട്ടികളെ, എൻഡോത്തീലിയം. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. റെഡി അല്ലേ? നമ്മൾ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്തേക്ക് പോകണം. ഒരു 10-12 മിനിറ്റിനകം നമുക്ക് തീർക്കാം. ഇവിടെ നമ്മൾ ECG പ്രധാനമായിട്ട് നമുക്ക് പഠിക്കണം. ആൻഡ് ഈ ഒരു ഭാഗം നിങ്ങൾ കാര്യമായിട്ട് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ലെറ്റ്സ് ടോക്ക് അബൌട്ട് റെഗുലേഷൻ ഓഫ് ഹാർട്ട് ഫംഗ്ഷൻ അല്ലെങ്കിൽ കാർഡിയാക് ഫംഗ്ഷൻ. ഹാർട്ടിൻ്റെ ഫംഗ്ഷൻ എങ്ങനെ റെഗുലേറ്റ് ചെയ്യപ്പെടുന്നു, ആൻഡ് ഡിസോർഡേഴ്സ്, ഹാർട്ടിന് ഉണ്ടാകുന്ന കുറച്ച് ഡിസോർഡറുകൾ. ഈ ചാപ്റ്ററിൽ തന്നെ ഏറ്റവും റിപ്പീറ്റ് ചെയ്ത ചോദ്യം ഏതാ അറിയോ? ECG ആണ്. ഈ ചാപ്റ്ററിൽ ഏറ്റവും റിപ്പീറ്റ് ചെയ്ത ചോദ്യമാണ് ECG. സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ECG അല്ലേ? നമുക്ക് ECG നോക്കാം. ശ്രദ്ധിക്കടാ, നോക്കൂ, ഏതൊരു മസിലും കൺട്രാക്ഷൻ നടക്കുന്നതിന് മുൻപ് ആ മസിലിൽ ഡീപോളാറൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം നടക്കും. ഏതൊരു മസിലും കൺട്രാക്ഷൻ നടക്കുന്നതിന് മുമ്പ് മസിൽ എന്ത് നടക്കും? ഡീപോളാറൈസേഷൻ. ഏതൊരു മസിലും റിലാക്സേഷൻ നടക്കുന്നതിന് മുമ്പ് ആ മസിലിൽ റീപോളാറൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം നടക്കും. ഈ ഡീപോളാറൈസേഷനും റീപോളാറൈസേഷനും ദീസ് ആർ ഇലക്ട്രോ
ഇലക്ട്രിക്കൽ ആക്ടിവിറ്റീസ്, ഇലക്ട്രിക്കൽ പ്രതിഭാസങ്ങളാണ്. നമ്മുടെ മസിലുകളിൽ നടക്കുന്ന ഇലക്ട്രിക്കൽ പ്രതിഭാസങ്ങളാണ്. അതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്ന കൺട്രാക്ഷനും റിലാക്സേഷനും അല്ലെങ്കിൽ സിസ്റ്റോളും ഡയസ്റ്റോളും ഒക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ഏതൊരു മസിലും കൺട്രാക്റ്റ് ആവുന്നതിന് മുൻപ് ആ മസിലിൽ ഡീപോളറൈസേഷൻ എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക്കൽ ഇവന്റ്, ഒരു ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഉണ്ടാകുന്നുണ്ട്. അതിന് ശേഷം കൺട്രാക്ഷൻ അല്ലെങ്കിൽ സിസ്റ്റോൾ സംഭവിക്കുന്നുള്ളൂ. റിലാക്സേഷൻ സംഭവിക്കുന്നതിന് മുമ്പ് ആ മസിലിൽ ഒരു ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി നടക്കുന്നുണ്ട്, ദാറ്റ് ഈസ് റീപോളറൈസേഷൻ. അപ്പോൾ നമ്മുടെ ഹാർട്ട് മസിലും ഈ കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും. സോ ആ സംഭവിക്കുന്ന ഡീപോളറൈസേഷനെയും റീപോളറൈസേഷനെയും നമ്മളൊരു ഗ്രാഫിൻ്റെ രൂപത്തിൽ ഒരു മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കിട്ടും. ആ ഗ്രാഫിനെയാണ് നമ്മൾ ഇലക്ട്രോ കാർഡിയോഗ്രാം എന്ന് വിളിക്കുന്നത്. ആ ഗ്രാഫിനെ വിളിക്കുന്ന പേരാണ് നമുക്ക് ഇങ്ങനെ കിട്ടുന്ന ആ ഒരു ഗ്രാഫ് ഉണ്ടല്ലോ, ദാറ്റ് ഈസ് കോൾഡ് ഇലക്ട്രോ കാർഡിയോഗ്രാം. പക്ഷേ അത് കിട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെഷീൻ ഉണ്ടല്ലോ, ആ മെഷീനെ ഇലക്ട്രോ കാർഡിയോഗ്രാഫ് എന്നാണ് വിളിക്കുക. കൺഫ്യൂഷൻ ആവണ്ട, ഈ മെഷീനിൻ്റെ പേരാണ് ഇലക്ട്രോ കാർഡിയോഗ്രാഫ്. പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്ന ആ വേവുകൾ ഉണ്ടല്ലോ, ദാറ്റ് ഈസ് ആക്ച്വലി ഇലക്ട്രോ കാർഡിയോഗ്രാം. സെറ്റ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ ചോദിക്കാറുണ്ട്. സോ ECG ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ഹാർട്ട്. ഹാർട്ടിൽ സംഭവിക്കുന്ന ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഡീപോളറൈസേഷൻ്റെയും റീപോളറൈസേഷൻ്റെയും ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് എന്ത്? ECG. ഇറ്റ് ഈസ് ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ഹാർട്ട്. ഇത് നമ്മളോട് ചോദിക്കുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ECGയിൽ എന്തൊക്കെ വേവുകളാണ് ഉണ്ടാവുക എന്ന് ചോദിക്കും. ഓക്കെ, സോ യു വിൽ ബി ഹാവിങ് എ P വേവ്, ഒരു QRS കോംപ്ലക്സ് ഉണ്ടാവും, T വേവ് ഉണ്ടാവും. നോക്കൂ, PQRST അതാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. നോക്കൂ, യു ക്യാൻ സി P വേവ്, QRS, T. പിന്നെ ഇതെന്താ? ഇത് അടുത്ത P വേവ്, അത് കഴിഞ്ഞ് അടുത്ത QRS ഉണ്ടാവും, T വേവ് ഉണ്ടാവും. ക്ലിയർ ആണോ? ഇനി ഈ ഓരോ വേവും എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് ചോദിക്കും. സോ P വേവ് റെപ്രസെന്റ് ഡീപോളറൈസേഷൻ ഓഫ് എട്രിയ. എട്രിയത്തിന്റെ ഡീപോളറൈസേഷനാണ് P വേവ് കാണിക്കുന്നത്. എട്രിയത്തിന് ഡീപോളറൈസേഷൻ സംഭവിച്ചാൽ എന്താ ഉണ്ടാവുക? ദാറ്റ് ലീഡ് ടു എട്രിയൽ സിസ്റ്റോൾ. എട്രിയത്തിന് സിസ്റ്റോൾ സംഭവിക്കും. നൗ QRS റെപ്രസെന്റ് ഡീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾ. നോക്കൂ മക്കളെ, ദിസ് റെപ്രസെന്റ് ഡീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾസ്. വെൻട്രിക്കിൾസിന്റെ ഡീപോളറൈസേഷനെയാണ് കാണിക്കുന്നത്. വെൻട്രിക്കിളിന് ഡീപോളറൈസേഷൻ സംഭവിച്ചാൽ എന്താ ഉണ്ടാവുക? വെൻട്രിക്കുലാർ സിസ്റ്റോൾ സംഭവിക്കും. ആൻഡ് വാട്ട് ദ T വേവ് റെപ്രസെന്റ്സ്? T വേവ് റെപ്രസെന്റ്സ് റീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾ. എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന കുട്ടികളെ? റീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾ. നമുക്കറിയാം റീപോളറൈസേഷൻ സംഭവിച്ചാൽ എന്താ ഉണ്ടാവുക? കൺട്രാക്ഷൻ ആണോ റിലാക്സേഷൻ ആണോ? റിലാക്സേഷൻ ആണ്. ഹാർട്ടിന്റെ കേസിൽ റിലാക്സേഷന് ഡയസ്റ്റോൾ എന്നല്ലേ പറയാം. സോ ദാറ്റ് ലീഡ് ടു വെൻട്രിക്കുലാർ ഡയസ്റ്റോൾ. വെൻട്രിക്കിളിന്റെ ഡയസ്റ്റോളിലേക്ക് നയിക്കും, അല്ലെങ്കിൽ വെൻട്രിക്കിളിന്റെ ഡയസ്റ്റോൾ. ഓക്കെ, സോ വാട്ട് P വേവ് റെപ്രസെന്റ്സ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ദാറ്റ് ഈസ് ഡീപോളറൈസേഷൻ ഓഫ് എട്രിയം അല്ലെങ്കിൽ അട്രിയൽ സിസ്റ്റോൾ. അതിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. QRS ഡീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾ അല്ലെങ്കിൽ വെൻട്രിക്കുലാർ സിസ്റ്റോളിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. T വേവ് റീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾ ആണെങ്കിൽ വെൻട്രിക്കുലാർ ഡയസ്റ്റോളിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ചോദിക്കും വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ECG? നമ്മൾ ഹാർട്ടിന്റെ എന്ത് ചെസ്റ്റ് പെയിൻ ആയിട്ട് വന്നാലും അപ്പോൾ ECG എടുപ്പിക്കും. എന്താ? ഹാർട്ടിന്റെ അബ്നോർമാലിറ്റീസ് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ECG പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ECG? ടു ഡിറ്റക്ട് ഡിസോർഡേഴ്സ് ഓഫ് ഹാർട്ട്. ഹാർട്ടിന്റെ ഡിസോർഡേഴ്സിനെ ഡിറ്റക്ട് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്ന കുട്ടികളെ? ECG ഉപയോഗിക്കുന്നത്. റെഡി അല്ലേ? ഇനി റെഗുലേഷൻ ഓഫ് കാർഡിയാക് ആക്ടിവിറ്റി. നമുക്ക് നമ്മുടെ നെർവുകൾ രണ്ട് ഗ്രൂപ്പിൽപ്പെട്ട ആളുകളുണ്ട്. സിമ്പതറ്റിക് നെർവുകളുണ്ട്, പാരാസിമ്പതറ്റിക് നെർവുകളുണ്ട്. ഓക്കെ, നമ്മുടെ ബോഡിയിലുള്ള നെർവുകളെ രണ്ട് ഗ്രൂപ്പായി തരംതിരിച്ചിട്ടുണ്ട്. അതിലെ സിമ്പതറ്റിക് നെർവുകൾ നമ്മുടെ ബോഡിയിൽ എപ്പോഴാണ് ആക്റ്റീവ് ആവുകയെന്നറിയോ? നമ്മൾ അടി കൂടുന്ന സമയത്ത്, നമ്മൾ ഓടുന്ന സമയത്ത്, നമ്മളൊരു എമർജൻസി സിറ്റുവേഷനിൽ അകപ്പെടുമ്പോഴൊക്കെ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും എക്സസൈസ് ഒക്കെ ചെയ്യുക, അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുക, അല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടൂലേ? യെസ്. സോ സിമ്പതറ്റിക് നെർവ്സ് അല്ലെങ്കിൽ സിമ്പതറ്റിക് ന്യൂറൽ സിസ്റ്റം, അങ്ങനെ പറഞ്ഞാൽ സിമ്പതറ്റിക് നെർവുകളെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാ സിമ്പതറ്റിക് ന്യൂറൽ സിസ്റ്റം. സോ ദേ ഇൻക്രീസ് കാർഡിയാക് ആക്ടിവിറ്റി. ഇയാൾ കാർഡിയാക് ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ആളാണ്. ദേ ഇൻക്രീസ് കാർഡിയാക് ആക്ടിവിറ്റി. അതേ സമയത്ത് പാരാസിമ്പതറ്റിക് നെർവ്സ്, പാരാസിമ്പതറ്റിക് നെർവ്സ് ഇവന്മാര്, അതായത് പാരാസിമ്പതറ്റിക് നെർവുകളെ മൊത്തത്തിൽ പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ ന്യൂറൽ സിസ്റ്റം എന്ന് നമുക്ക് പറയാം. ഇവർ നേരെ ഓപ്പോസിറ്റ് ആണ്. ദേ ഡിക്രീസ് കാർഡിയാക് ആക്ടിവിറ്റി. ഡിക്രീസ് കാർഡിയാക് ആക്ടിവിറ്റി. ഹാർട്ടിന്റെ ആക്ടിവിറ്റി കുറയ്ക്കുന്ന ആളുകളാണ് ഇവർ. സെറ്റാണ് മക്കളെ? ഓക്കെ, ഇനി അടുത്തത് നോക്കൂ, നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡ് ഉണ്ട്. ഹാവ് യു ഹിയർഡ് അബൌട്ട് അഡ്രിനൽ ഗ്ലാൻഡ്? കേട്ടിട്ടുണ്ടോ? അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് കേട്ടിട്ടുണ്ടോ? അഡ്രിനൽ ഗ്ലാൻഡിന് രണ്ട് ഭാഗമുണ്ട്.
നമ്മുടെ കിഡ്നിയൊക്കെ പോലെ തന്നെ പുറം ഭാഗത്തെ കോർട്ടെക്സ് എന്നും ഉൾഭാഗത്തെ മെഡുല്ല എന്ന് വിളിക്കും. അഡ്രിനൽ ഗ്ലാൻഡിന്റെ മെഡുല്ലയിൽ നിന്ന് വരുന്ന 2 ഹോർമോണുകളുണ്ട്, അഡ്രീനാലിനും നോർ അഡ്രീനാലിനും. രണ്ടുപേരും കാർഡിയാക് ആക്ടിവിറ്റി കൂട്ടുന്ന ഹോർമോണുകളാണ്. അപ്പം നമുക്ക് പറയാം അഡ്രിനൽ ഗ്ലാൻഡിന്റെ മെഡുല്ലയിൽ നിന്ന് വരുന്ന ഹോർമോണുകളും ഇതേ ഫംഗ്ഷൻ ആണ് ചെയ്യുന്നത് അല്ലേ. സോ ദാറ്റ് ഈസ് അഡ്രീനൽ മെഡുല്ലറി ഹോർമോൺസ്. ആരാടാ? അഡ്രീനൽ മെഡുല്ലറി ഹോർമോൺസ്. ദേ ഓൾസോ ഇൻക്രീസ് കാർഡിയാക് ആക്ടിവിറ്റി. അവരും എന്താ ചെയ്യുന്ന കുട്ടികളെ? കാർഡിയാക് ആക്ടിവിറ്റി കൂട്ടുന്ന ആളുകളാണ്. ക്ലിയർ ആണോ? അപ്പോൾ റെഗുലേഷൻ ഓഫ് കാർഡിയാക് ആക്ടിവിറ്റി ക്ലിയർ ആണോ കുട്ടികളെ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേ. ക്ലിയർ ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേ മക്കളെ. റെഡി ആണോ? റെഡി ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേ. ഓക്കെ, സെറ്റ്. ഇനി നമ്മൾ ഡിസോർഡേഴ്സ് ആണ്. നമുക്ക് ഒരുപാട് ഡിസോർഡർ ഉണ്ട്. നമുക്കൊരു 3 ഏറ്റവും പ്രധാനപ്പെട്ട 3 ഡിസോർഡറുകൾ പഠിക്കാം. ഓക്കെ, ഹൈപ്പർ ടെൻഷൻ, കൊറോണറി ആർട്ടറി ഡിസീസ്, ആൻജൈന. ഇത് 3ഉം പഠിക്കാം. ഇതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, റെഡി അല്ലേ? ശ്രദ്ധിച്ചോ. ആദ്യം തന്നെ ഹൈപ്പർ ടെൻഷൻ. എടാ, നമ്മുടെ രക്തക്കുഴലിലൂടെ രക്തം പോകുമ്പോൾ അവിടെ ഒരു പ്രഷർ ഉണ്ടാവുമല്ലോ, ഉണ്ടാകും അല്ലേ? അങ്ങനെ ഉണ്ടാവുന്ന നമ്മുടെ നോർമൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്, നോർമൽ BP എന്ന് പറയുന്നത്, നമ്മുടെ നോർമൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് 120/80 എന്നാണ് നമ്മൾ പറയുക. സോ ദിസ് 120 ഈസ് കോൾഡ് സിസ്റ്റോളിക് BP എന്ന് പറയും, 80 ഡയസ്റ്റോളിക്. അത് എന്താണെന്നൊന്നും ഇപ്പോൾ കുത്തി അന്വേഷിക്കാൻ പോകണ്ട, ഇങ്ങനെ പഠിച്ചാൽ മതി. ഡയസ്റ്റോൾ അല്ല, ഡയസ്റ്റോളിക് BP കേട്ടോ, ഡയസ്റ്റോളിക് BP. ക്ലിയർ അല്ലേ? സോ ദിസ് ഈസ് യുവർ നോർമൽ BP. ഇനി BP 120/80 കൂടിയാൽ നമ്മൾ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. പക്ഷെ 120/80 കൂടിയിച്ചിട്ട് ഇപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾ കാര്യമായിട്ട് എപ്പോഴാണ് പേടിക്കേണ്ടതെന്ന് അറിയോ? ഇഫ് BP മോർ ദാൻ 140/90, അതിനേക്കാളും കൂടുമ്പോൾ നമ്മൾ കാര്യമായിട്ട് പേടിക്കേണ്ടത്. സോ ദാറ്റ് ഈസ് കോൾഡ് ഹൈപ്പർ ടെൻഷൻ. ക്ലിയർ അല്ലേ? ഇപ്പം നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കുക, ഒരാൾക്ക് 130/90 ഉണ്ട്, നിങ്ങൾ എന്താ പറയുക? നിങ്ങൾ ഹൈപ്പർ ടെൻഷൻ ഉത്തരം എഴുതിക്കോ, നോ പ്രോബ്ലം, നിങ്ങളെ പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് കിട്ടും. പക്ഷെ സാധാരണ 140/90 മുകളിലോട്ട് പോകുമ്പോഴാണ് നമ്മളൊരു വലിയ പ്രശ്നമാണ്, ഇതൊരു ഹൈപ്പർ ടെൻഷൻ ആണെന്ന് കാര്യമായിട്ട് പറയാറ്. സെറ്റ് അല്ലേ കുട്ടികളെ? ദാറ്റ്സ് ഇറ്റ്. ഇനി ചോദിക്കും, ഇങ്ങനെ ഹൈപ്പർ ടെൻഷൻ ഉണ്ടായാൽ അത് ഏത് അവയവങ്ങളെയാണ് പ്രധാനമായിട്ട് ബാധിക്കുക എന്ന്. സോ ഇറ്റ് അഫക്റ്റ് എല്ലാ അവയവങ്ങളെയും ബാധിക്കും, നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗത്തെയും ബാധിക്കും. ബട്ട് മെയിൻലി അഫക്റ്റ് ചെയ്യുക നമ്മുടെ ബ്രെയിനിനെയാണ്. അതുപോലെ തന്നെ കിഡ്നി, നമ്മുടെ കിഡ്നിയുടെ പ്രവർത്തനത്തെയും കാര്യമായിട്ട് ബാധിക്കും. ഇറ്റ് മെയിൻലി അഫക്റ്റ് യുവർ ബ്രെയിൻ ആൻഡ് കിഡ്നി. സെറ്റല്ലേ കുട്ടികളെ? ഇറ്റ് മെയിൻലി അഫക്റ്റ് യുവർ ബ്രെയിൻ ആൻഡ് കിഡ്നി. സോ ഒരു ചോദ്യം നോക്ക്, ഒരാളുടെ ബ്ലഡ് പ്രഷർ നോക്കിയപ്പോൾ 140/90 ഉണ്ട്. വാട്ട് ഡസ് ഇറ്റ് ഇൻഡിക്കേറ്റ്? 1 മാർക്ക് ചോദ്യമാണ്. ഇയാൾക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ട് എന്നാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അടുത്താണ് കുട്ടികളെ കൊറോണറി ആർട്ടറി ഡിസീസ്, CAD. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് അത്തിറോസ്ക്ലീറോസിസ്. ഒന്ന് ഉറക്കെ പറഞ്ഞ എല്ലാവരും, അത്തിറോസ്ക്ലീറോസിസ്. ഉറക്കെ പറയടാ, CAD അല്ലെങ്കിൽ അത്തിറോസ്ക്ലീറോസിസ്. ഓക്കെ, ഇതെന്താന്ന് ചോദിച്ചാൽ നമ്മുടെ കൊറോണറി ആർട്ടറി. എന്താ കൊറോണറി ആർട്ടറി എന്ന് പഠിക്കണം അല്ലേ? എടാ, കൊറോണറി ആർട്ടറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ടിലെ മസിലുകളില്ലേ, ആ മസിലുകൾക്കും ഓക്സിജൻ കിട്ടണ്ടടാ. അപ്പോൾ ആ മസിലുകൾക്കും രക്തം കൊടുക്കണ്ടേ? ആ മസിലുകളിലേക്ക് രക്തം എത്തണ്ടേ? ഹാർട്ടിന് ഉണ്ടാക്കിയിട്ടുള്ള മസിലുകളിലേക്ക്. അപ്പോൾ നമ്മുടെ അയോട്ടയാണിത്. ക്യാൻ യു സീ ദിസ് പിക്ചർ? സോ ഇത് നമ്മുടെ അയോട്ടയാണ് ഹാർട്ടിൽ നിന്ന്. ഈ അയോട്ടയിൽ നിന്ന് നിങ്ങളുടെ ഹാർട്ടിൻ്റെ മസിൽസിലേക്ക് ബ്ലഡിനെ കൊണ്ടുപോകാൻ വേണ്ടി അയോട്ടയുടെ ബാക്കിൽ നിന്ന് ഇവിടെ തുടങ്ങി ഇങ്ങനെ പോകുന്ന അടുത്ത രക്തക്കോയിൽ, അത് രക്തം കൊടുക്കുന്ന രക്തക്കോയിലുകളാണ് കൊറോണറി ആർട്ടറികൾ. അപ്പോൾ ഈ കൊറോണറി ആർട്ടറികളുടെ ഉള്ളിൽ ചില വസ്തുക്കൾ അടിഞ്ഞുകൂടും. ഈ കൊറോണറി ആർട്ടറിയുടെ ഉൾഭാഗത്ത് പോയിട്ട് അതിൻ്റെ ല്യൂമൻ ഉണ്ടല്ലോ, ല്യൂമൻ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഒഴുകുന്ന ഭാഗം, ആ ഒരു ഏരിയയിൽ പോയിട്ട് കുറേ വസ്തുക്കൾ അടിഞ്ഞുകൂടുക. എന്തൊക്കെ അടിഞ്ഞുകൂടുക എന്നറിയോ? നോക്ക്, കൊളസ്ട്രോള്, ഫാറ്റ്, കാൽഷ്യം, ഫൈബ്രസ് ടിഷ്യൂ, ഇതൊക്കെ ആ ഭാഗത്ത് പോയി അടിഞ്ഞുകൂടിയിട്ട് ഈ കൊറോണറി ആർട്ടറിയുടെ ല്യൂമൻ ചെറുതാകുന്ന അവസ്ഥ. അങ്ങനെ ചെറുതായതിലൂടെ ബ്ലഡ് ഫ്ലോ നടക്കുമോ? മര്യാദക്ക് വേണ്ടത്ര ബ്ലഡിന് ഫ്ലോ ചെയ്യാൻ പറ്റൂല. സോ ദാറ്റ് അവസ്ഥ ഈസ് കോൾഡ് അത്തിറോസ്ക്ലീറോസിസ് ഓർ കൊറോണറി ആർട്ടറി ഡിസീസ്. അപ്പോൾ എന്താ കുട്ടികളെ? ദ ല്യൂമൻ ഓഫ് കൊറോണറി ആർട്ടറീസ് ബിക്കം നാരോ ആയിട്ട് മാറും, അത് ചെറുതാവും ഡ്യൂ ടു അക്യുമുലേഷൻ ഓഫ് വാട്ട്? കൊളസ്ട്രോൾ, ഫാറ്റ് ആൻഡ് കാൽഷ്യം ആൻഡ് ഫൈബ്രസ് ടിഷ്യൂ. അതിൻ്റെ ഒരു ചിത്രം ഇത്. ക്യാൻ യു സീ ദാറ്റ്? ലുക്ക്, ഇവിടെ അത്ര വീതിയുള്ള ല്യൂമൻ ആയിരുന്നെങ്കിൽ ഇവിടെ നോക്ക്, ഇത് അടിഞ്ഞു കൂടിയിട്ട് ഇവിടെ ഒഴുകാൻ പറ്റാത്തൊരു കണ്ടീഷനിൽ മാറിയിട്ടുണ്ട്. സോ ദാറ്റ് കോസ് ഡിഫിക്കൽട്ടി ഇൻ ബ്ലഡ് ഫ്ലോയിൽ ഡിഫിക്കൽട്ടി ഉണ്ടാവും. സോ ദാറ്റ് ഈസ് കോൾഡ് കൊറോണറി ആർട്ടറി ഡിസീസ്. ഓക്കെ, ഇനി അടുത്താണ് ആൻജൈന. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾക്ക് കൊറോണറി ആർട്ടറി ഡിസീസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിലൂടെ മര്യാദക്ക് ബ്ലഡിന് ഫ്ലോ ചെയ്യാൻ പറ്റുമോ? അതിലൂടെ ബ്ലഡിന് മര്യാദക്ക് ഫ്ലോ ചെയ്യാൻ പറ്റൂല. അപ്പം നിങ്ങളുടെ ഹാർട്ട് മസിൽസിലേക്കൊന്നും വേണ്ടത്ര ഓക്സിജൻ എത്തൂല.
വേണ്ടത്ര ബ്ലഡ് എത്തൂല. ബ്ലഡ് എത്തിയില്ലെങ്കിൽ ആ മസിൽ സെല്ലുകൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടത്ര ഓക്സിജൻ കിട്ടുമോ? കിട്ടൂല. അങ്ങനെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ചെസ്റ്റിൽ പെയിൻ വരും. ദാറ്റ് ചെസ്റ്റ് പെയിൻ ഈസ് കോൾഡ് ആൻജൈന പെക്ടോറിസ്. സോ ഇറ്റ് ഈസ്, ഞാൻ ഈ പറയുന്നത് മാത്രം പഠിച്ചാൽ മതി. ഇറ്റ് ഈസ് ദ ചെസ്റ്റ് പെയിൻ വെൻ നോ ഇനഫ് ഓക്സിജൻ ഈസ് റീച്ചിങ് ഹാർട്ട് മസിൽ. ഹാർട്ട് മസിലിലേക്ക് വേണ്ടത്ര ഓക്സിജൻ എത്താതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ചെസ്റ്റ് പെയിനെയാണ് ആൻജൈന എന്ന് വിളിക്കുക. ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് ആൻജൈന പെക്ടോറിസ്. ഇയാൾക്ക് മറ്റൊരു പേര് കൂടിയുണ്ട്, ആൻജൈന പെക്ടോറിസ്. ഈ ഭാഗത്തെ തൊറാക്സ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ പെക്ടോറൽ റീജിയൻ എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ ഈ പെക്ടോറൽ റീജിയനിൽ ഉണ്ടാകുന്ന പെയിൻ ആയതുകൊണ്ടാണ് ആൻജൈന പെക്ടോറിസ് എന്ന് വിളിക്കുന്നത്. സെറ്റാണ്. വേറെയും ഡിസോർഡറുകൾ ഇതൊന്നും നമ്മളോട് അങ്ങനെ ഭയങ്കരമായിട്ട് ചോദിക്കാറില്ല. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. ഏതൊക്കെ കുട്ടികളെ? ഹൈപ്പർ ടെൻഷൻ, ആൻജൈന പെക്ടോറിസ്, അല്ലെങ്കിൽ ആൻജൈന കൊറോണറി ആർട്ടറി ഡിസീസ്. അതിന് മറ്റൊരു പേരെന്താ? അത്തിറോസ്ക്ലീറോസിസ്. എന്താണ്? അത്തിറോസ്ക്ലീറോസിസ്. സെറ്റാണോ? ഓക്കെ. സോ ലുക്ക്, ലിസ്റ്റ് ഔട്ട് എനി 2 ഡിസോർഡേഴ്സ് ഓഫ് ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം. ഏതെങ്കിലും 2 എഴുതി വെച്ചാൽ മതി. സെറ്റാണോ? സോ ദീസ് ആർ ഓൾ അബൌട്ട് അവർ ചാപ്റ്റർ. ദ ടൈം ഈസ് 8:32. നമ്മൾ 1.5 മണിക്കൂർ കൊണ്ട് ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത് അടിപൊളിയാക്കി തീർത്തിട്ടുണ്ട്. സോ ഡു യു ഹാവ് എനി മോർ ഡൗട്ട്സ് ഹിയർ? വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ഓക്കെ, വേറെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ അല്ലേ? പെക്ടോസിസ് അല്ലടാ, പെക്ടോറിസ്. പെക്ടോറിസ്, പെക്ടോസിസ് എന്നാണോ ഞാൻ എഴുതിയത്? പെക്ടോറിസ് എന്നല്ലേ? നോക്ക്, പെക്ടോറിസ്, പെക്ടോറൽ റീജിയൻ എന്നാണ് നമ്മൾ ആ ഭാഗത്തെ വിളിക്കുക. ഇങ്ങനെ ഉണ്ടാവും, ഭയങ്കര വേദന. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. പഠിച്ചു കഴിഞ്ഞോ? ഓക്കെ, സോ താങ്ക്സ് അലോട്ട് ഫോർ ബീങ് ഹിയർ. ഓക്കെ, മൈൻഡ് ഇല്ലല്ലോ കുരിപ്പേന്ന് ഫഹ്മി. നിന്നെ മൈൻഡ് ആക്കാനല്ല ആ കുട്ടി വന്നിട്ടുള്ളത്, സാറിൻ്റെ ക്ലാസ് കണ്ട് പഠിച്ചു പോകാനാണ് വന്നിട്ടുള്ളത്. സാത്താനെ പോ, മൈൻഡ് ഇല്ലല്ലോ ഒന്നും. ആ ടീച്ചർ പറഞ്ഞത് പെക്ടോസിസ്, ആ ടീച്ചർക്ക് തെറ്റിപ്പോയതാ കേട്ടോ. ഇനി ടീച്ചറോട് പറയണ്ട, ടീച്ചർക്കൊരു സങ്കടം ആയാലും പറയണ്ട. ഓക്കെ, ഇറ്റ് ഈസ് ആക്ച്വലി പെക്ടോറിസ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. സാർ ഒരു ഹായ് തരുമോ എന്ന് പറഞ്ഞിട്ടുണ്ട് ആരൊക്കെ. സോ ഹായ്. വേറൊന്നും ഇല്ലല്ലോ? സുഖാണ്. അന്നത്തെ സുഖാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സാർ അവൾ പഠിക്കാനൊന്നുമല്ല വരുന്നത്, സാർ തെറ്റിദ്ധരിച്ചതാ. പഠിക്കാനല്ല വരണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് കഴിഞ്ഞാൽ വല്ല കമ്പനിയിൽ പഠിക്കാൻ വന്നവരൊക്കെ വല്ല കമ്പനികളിലൊക്കെ വലിയ വലിയ ഉദ്യോഗം ചെയ്യുമ്പോൾ പഠിക്കാനല്ലാതെ വരെ വന്നവർ കമ്പനിയിൽ വല്ല തൂപ്പിന് പോകേണ്ടി വരും, അടിക്കാനും തുടക്കാനും ഒക്കെ. പഠിക്കാൻ വന്ന അതിൻ്റെ ഗുണം ഉണ്ടാവും. സാർ ലുക്കാണെന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്. ഫുൾ മാർക്ക് കിട്ടട്ടെ, ആ പറഞ്ഞ കുട്ടിക്ക് ഫുൾ മാർക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, സോ എനിവേ നമുക്ക് നിർത്താം അല്ലേ? ദ ടൈം ഈസ് ഓവർ. ഓക്കെ, ഗുഡ് നൈറ്റ്, ലവ് യു ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ നമുക്ക് അടുത്ത ഡിസ്കഷനിൽ കാണാം കേട്ടോ. ബൈ.